ജയിച്ചാൽ കേരളം സെമിയിൽ. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. VT ബൽറാം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത്
കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. FRBM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് ചില പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇതുവഴി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ 22,000 കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ 14,000 കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ ിന്റെ മുകളിൽ പ്രത്യേകമായിട്ടുള്ള കിഫ്ബി സെസ് അടക്കമുള്ള അതിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ടിയിരുന്ന പണമാണ് കിഫ്ബിക്ക് നൽകിയത്. അപ്പൊ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ആ 14,000 കോടി രൂപ ബജറ്റിലൂടെ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു. അപ്പൊ കിഫ്ബിയിലൂടെ അഡീഷണൽ ആയിട്ട് കടമെടുത്ത് ഉണ്ടാക്കിയത് ഏതാണ്ട് 8,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കിഫ്ബി എന്ന് പറയുന്നത് ഒരു വികസനത്തിന്റെ ഒരു പനേഷിയൊന്നുമല്ല, ഒരു ഒറ്റമൂലിയൊന്നുമല്ല. ഇത് സ്വാഭാവികമായി തന്നെ നടക്കുന്ന വികസനം നടത്താൻ ഗവൺമെന്റിന് കഴിയാത്തത് കൊണ്ട് അല്ല, ഇതിൽ കടം എന്നുള്ളത് മാറ്റി നിർത്തി ഇപ്പൊ കടം കൂടുന്നുണ്ടോ എന്നുള്ളത് വലിയ വിഷയമാക്കാതെ ഈ വാങ്ങുന്ന കടം എവിടെയാണ് ഉപയോഗിച്ചത് അക്കാര്യത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷവും സർക്കാരും കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളത് കൂടിയാണല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നല്ലോ, ഇത് എന്ന് പറയുന്നത് ഖജനാവിലൂടെ നടത്തേണ്ടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സ്കൂൾ കെട്ടിടം ഉണ്ടാക്കേണ്ടത് ഖജനാവിലൂടെയാണ്. അതിൽ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെയാണ് പണം നീക്കി വെക്കേണ്ടത്. ആ നിലയിൽ പണം നീക്കിവെക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഖജനാവിന് പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടം എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കിഫ്ബി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയാണ് മുൻപ് ഗവൺമെന്റ് ചെയ്യാതിരുന്നിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ഗവൺമെന്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. റോഡ് ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് PWD ഡിപ്പാർട്ട്മെന്റ് വഴിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കിഫ്ബി വഴി ഉണ്ടാക്കുന്നു. സ്വാഭാവികമായി PWDയുടെ എസ്റ്റിമേറ്റിനേക്കാൾ ഏതാണ്ട് 1.5 ഇരട്ടിയോളം വലിയ എസ്റ്റിമേറ്റ് ആണ് പലപ്പോഴും കിഫ്ബിയുടെ വരുന്നത്. ആ നിലയിലുള്ള അഴിമതികളെ കുറിച്ചും ഇതിന്റെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളെ കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ക്വാളിറ്റി വർധനവ് എന്ന പേരിൽ നീതീകരിക്കാൻ കഴിയാത്ത വർധനമുള്ള കോസ്റ്റ് എക്സ്കലേഷൻ ഈ ഓരോ കാര്യത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിഫ്ബി ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ പരിപാടികൾ അത് സ്വാഭാവികമായി തന്നെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകാതെ ഈ തരത്തിലുള്ള അഴിമതികൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇത്തരം പദ്ധതികളെയൊക്കെ കിഫ്ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമുക്ക് ആ നിലയിൽ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ധനമന്ത്രി ആയിരുന്ന തോമസ് ഐസക് പറയുന്ന ഒരു കാര്യത്തോട് ഇപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ യോജിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അദ്ദേഹമാണ് അതിനോട് യോജിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു വരുമാനത്തേക്കാൾ കൂടുതൽ കടമുണ്ടാവാൻ പാടില്ല. ഈ നിലപാടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അതിനെ എതിർത്ത ഒരാളാണ്. കടം എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കടം എത്ര വേണമെങ്കിലും എടുത്തോ, കടം എടുക്കുന്നതിന് ഒരു പരിധിയും നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഇനി കടത്തിന് നമുക്ക് സാധ്യമാവുമോ എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. അത് കടം തരുന്നവർ ചിന്തിച്ചോളും. നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കടമെടുത്ത് ഇത്തരത്തിലുള്ള ചെലവുകൾ നടത്തണം എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താവായിട്ടാണ് ഇത്രയും കാലം തോമസ് ഐസക് അവതരിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അത്തരത്തിലൊരു ചിന്ത വരാനുള്ള കാരണം? ഇല്ലെങ്കിൽ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തോമസ് ഐസക് ആവർത്തിക്കുന്നു എന്നുള്ള തരത്തിൽ താങ്കൾക്ക് തോന്നാനുള്ള കാരണം അത് എന്തായിരിക്കും? ഐസക് അതിലേക്ക് എത്താനുള്ള അല്ല, അത് കോമൺ ലോജിക് ആണല്ലോ, കോമൺ സെൻസിന്റെ ഭാഗമാണല്ലോ. വരുമാനത്തിന്റെ പരിധിക്ക് അനുസൃതമായിട്ട് സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു കോമൺ എക്കണോമിക് ലോജിക്കാണ്. അതിനാണ് ഡെറ്റ് GSDP റേഷ്യോ അടക്കം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ കടവും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഡെറ്റ് GSDP റേഷ്യോ ഏതാണ്ട് 32% ഇന്ന് 39% 40% വരികയാണ്. അതിന് പുറമെ ഈ കിഫ്ബിയുടെ കടം കൂടി എടുത്തു നോക്കുമ്പോൾ കേരളത്തിന്റെ മൊത്ത കടബാധ്യത ഏതാണ്ട് 45% മുകളിലേക്ക് ഇപ്പൊ തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളയിൽ പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടി കടമെടുത്താൽ ഇത് 60% എത്തും. അപ്പോ കടം എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായിട്ട് നമുക്ക് മാറുന്നുണ്ട് എന്നുള്ളത് ഏതു ബാലപാഠം എക്കണോമിക്സിനെ കുറിച്ച് അറിയുന്ന ആളും എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു കപടമായിട്ടുള്ള ലോജിക്കാണ്. കടം എന്നുള്ള ഒരു പ്രശ്നമേ അല്ല. കടബാധ്യത എന്ന് പറയുന്നത് ഒരു
പ്രശ്നമേ അല്ല, നിങ്ങൾ എത്ര വേണമെങ്കിൽ കടമെടുക്കൂ, കടമെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയും മറ്റും സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളും ആ നിലയിലുള്ള പ്രചരണവുമായിട്ട് ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ആ വിമർശനത്തിന്റെ അന്തസത്ത ഇപ്പോ ആ രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റു ഭാഷയിലാണെങ്കിൽ പോലും തോമസ് ഐസക് ശരിവെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ആ നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കിഫ്ബിക്ക് തോമസ് ഐസക് പറയുന്നത് പോലെ ഒരു ഭാവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിലവിലുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പദ്ധതികൾ ഇതെല്ലാം വലിയ അവതാളത്തിലാകില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കിഫ്ബിയിലൂടെ പദ്ധതികൾ എടുക്കാതെ ആയിട്ട് ഇപ്പോ അല്ല. തോമസ് ഐസക്കിന്റെ ആദ്യത്തെ 2 വർഷത്തിൽ മാത്രമാണ് കിഫ്ബിയിലൂടെ പദ്ധതികൾ ഏറ്റെടുത്തിരുന്നത്, ആ നിലയിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികളായിരുന്നു. 3-ാമത്തെ വർഷം തൊട്ട് ഞങ്ങൾക്ക് ഓരോ വർഷവും ബജറ്റിന് മുൻപായി ധനമന്ത്രി കത്ത് തരുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിലെ പദ്ധതികൾ നിർദ്ദേശിക്കണം, ആവശ്യമുള്ള പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിക്കണം. എന്നാൽ കിഫ്ബിയിലൂടെ പുതിയ പദ്ധതികളൊന്നും നിർദ്ദേശിക്കേണ്ടതില്ല, കാരണം കിഫ്ബിയിലൂടെ പുതിയ പദ്ധതികളൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തത് 2018 മുതലാണ്. 18-ലും 19-ലും 20-ലും ഒന്നും പുതിയ പദ്ധതികൾ കിഫ്ബിയിലൂടെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പൊ കിഫ്ബി എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ട് 4-5 വർഷമായി. അദ്ദേഹം അധികാരം ഒഴിഞ്ഞ് ഇപ്പോഴാണ് അത് തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ വി ടി ബൽറാം പ്രതികരിച്ചതിന്. കിഫ്ബി അത് നിർത്തുമോ, ഇല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഒരു അക്ഷയപാത്രമല്ല, അതിൽ നിന്നുള്ള വലിയ കടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള, അപ്പം വി ടി ബൽറാം പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഹലോ, ഡോക്ടർ മേരി ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, അദ്ദേഹത്തിന്റെ കോൾ കട്ടായിട്ടുണ്ട്. ഡാൻ വീണ്ടും ചേരുന്നു. ഡാൻ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ വി ടി ബൽറാം പറഞ്ഞതുപോലെ അവർ നേരത്തെ ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യം ഇത്രയും കാലം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ തോമസ് ഐസക് ഇത് അവസാനിക്കുന്നു എന്നുള്ളൊരു സൂചനയും കിഫ്ബി അക്ഷയഖനിയല്ല എന്ന് പറയുന്നതും ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയതുമൊക്കെ എന്ത് കാരണത്താലായിരിക്കാം? ഇഡിയുടെ കേസൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ധന്യ, ഏറെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ കിഫ്ബി ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിക്ഷേപ പദ്ധതിക്ക് തുടക്കമിട്ടത്. പക്ഷേ അത് ഏത് ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്, അതിൻ്റെ നേരെ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വായ്പാ പരിധി എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അത് വലിയ തോതിലൊരു കടം പെരുപ്പം അത് സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലധികമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ വീണ്ടും കിഫ്ബി വഴി വായ്പ എടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ സംസ്ഥാനത്തിന്റെ പൊതുകടം നിലവിലുള്ളതിൽ നിന്ന് വീണ്ടും കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം നേരത്തെ മുതൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഈ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിക്ഷേപ പദ്ധതികൾ ഈ അവസ്ഥയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിന്റെ ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാകും. അത് ഇപ്പോൾ തന്നെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അവിടെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ കൂടി അതുകൂടി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുമ്പോട്ട് പോയില്ലെങ്കിൽ സംസ്ഥാനം അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിഫ്ബി എന്ന ആശയം മുമ്പോട്ട് വെച്ച തോമസ് ഐസക് തന്നെ കിഫ്ബിയുമായി ഇനി മുമ്പോട്ട് പോയാൽ അത് ഉദ്ദേശിച്ച ഫലമാകുകയില്ല നൽകുന്നത് എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ധന്യ. ശരി, ഡാൻ തുടരാമോ? ഇപ്പോൾ ധനകാര്യ വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, എന്താണ് തോമസ് ഐസക് പറഞ്ഞതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് തോമസ് ഐസക് ഇപ്പോ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തത്തക്ക ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും അവസാനമായി പുറപ്പെടുവിച്ച റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് 40%, അതായത് GSDP ഡെറ്റ് റേഷ്യോ, കടം GSDP റേഷ്യോ 29% കൂടാൻ പാടില്ല എന്നാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നത്. അത് കേരളത്തിന്റെ സ്ഥിതിയിൽ കേരളവും വേറെ 2-3 സംസ്ഥാനങ്ങളും മാത്രമാണ്
40% എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് പറഞ്ഞിരുന്നത് അനുസരിച്ചാണെങ്കിൽ അത് 37% വരെ എത്തുമായിരുന്നു. പക്ഷേ CAGയും റിസർവ് ഓഫ് ഇന്ത്യയും പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുക്കുന്ന കടങ്ങൾ കൂടി ഈ കടം GSDP റേഷ്യോ 29% എന്ന് പറഞ്ഞിരിക്കുന്നതിലേക്ക് കൊണ്ടുവരണമെന്ന്. അത് കൊണ്ടുവരാൻ വേണ്ടി കിഫ്ബിയുടെ കാര്യത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നയം എന്തായിരുന്നു? അല്ല, മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ താങ്കൾ പറഞ്ഞത് പോലെയാണെങ്കിൽ ഇപ്പൊ സാമ്പത്തിക വികസനത്തിനും പശ്ചാത്തല വികസനത്തിനും ഒക്കെ ഏറ്റവും കുറവ് ചെലവാക്കിയതും കേരളം തന്നെയല്ലേ? ഏറ്റവും കുറവ് ചെലവാക്കിയത് കേരളമാണോ എന്നുള്ളതല്ല, എടുത്തിരിക്കുന്ന കടം. അതായത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 70,762 കോടി കിഫ്ബി വഴി കടമെടുക്കുമെന്നാണ്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 50,000 കോടി വരെ കടമെടുക്കുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ 2016 കിഫ്ബിയുടെ നയം പരിഷ്കരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് കിഫ്ബി വഴി 50,000 കോടിയുടെ കടമെടുക്കുമെന്നാണ്. പക്ഷെ ഈ കഴിഞ്ഞ ബജറ്റിൽ അത് 70,762 കോടിയായി ഗവൺമെന്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കടമെടുക്കാവുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധി ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി കിഫ്ബിയുമായിട്ട് പോകാൻ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഒരു വീണെടുത്ത് കിടന്ന് കളിച്ചു എന്നും കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെന്റ് ഇങ്ങനെ കടത്തിന്റെ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ തോമസ് ഐസക് ഇപ്പോഴും CPIM-ൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനും അറിയാമായിരുന്നു ഇത്രയും രാഷ്ട്രീയ നിയമപ്രശ്നം കൂടിയാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കിഫ്ബി ഇല്ല എന്നാണെങ്കിൽ ഇപ്പൊ കേന്ദ്രത്തിന്റെ സഹായം, കേന്ദ്രത്തിന് ഇപ്പൊ സംസ്ഥാനത്തിന്റെ മേലുണ്ടായിരുന്ന ആ ഒരു പിടിവള്ളി അത് വീണ്ടും മുറുകാനല്ലേ സാധ്യത? ഇല്ലല്ലോ, മുറുകാനല്ല സാധ്യത. ഗവൺമെന്റ് കേന്ദ്രം എന്തുകൊണ്ട് പിടിവള്ളി മുറുക്കിയത്? കേന്ദ്രം ഈ പിടിവള്ളി മുറിക്കിയത് ഏതെങ്കിലും കാരണവശാൽ ശ്രീലങ്ക പോയതുപോലെ സംസ്ഥാനം കടക്കണിയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് വേണം ഇടപെട്ട് ഈ സംസ്ഥാനത്തെ ബെയിൽ ഔട്ട് ചെയ്യാൻ. ആ ഉദ്ദേശത്തോടുകൂടി, അതായത് ഗവൺമെന്റ് ആണ് ഇതിന്റെ സോവറിൻ ഗ്യാരണ്ടർ എന്ന ഒന്നാമത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ കാരണം കൊണ്ടാണ് ഏത് ഇൻവെസ്റ്ററും കിഫ്ബി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതായിരുന്നു സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. സോവറിൻ ഗ്യാരണ്ടിയാണ് ഇതിൽ കിഫ്ബി ഉയർത്തുന്ന പ്രധാന ഈ ഭരണഘടനാ പ്രശ്നം തന്നെ. പക്ഷെ അത് പാലിക്കുക ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമങ്ങളും നീക്കങ്ങളും ഒന്നും നടത്തിയില്ല എന്നാണോ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം സംസ്ഥാനത്തെ രക്ഷിക്കാൻ. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ തലയിലെ എക്സ്ട്രാ ബേർഡൻ വരരുത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കടക്കണിയിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ കേന്ദ്രവും കടക്കണിയിലേക്ക് പോയപ്പോഴാണ് 90-91 നമുക്ക് ഗ്ലോബലൈസേഷൻ വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ട് നിഷ്കർഷിക്കുന്നത് എന്താണ്? ആക്ട് നിർദ്ദേശിക്കുന്നത് അതത് വർഷത്തെ കടം GSDP റേഷ്യോ 3% നിൽക്കണം. സഞ്ചിത കടം, അതായത് സംസ്ഥാനം ഫോം ചെയ്തപ്പോൾ മുതൽ ഇതുവരെയുള്ള കടം 29% നിർത്തണമെന്നാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെ നിർത്തുന്നു. തമിഴ്നാടിന്റേത് 28% നിൽക്കുകയാണ്, കർണാടകത്തിന്റേത് 27.5% നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു, മറ്റു നിരവധി സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു. നമ്മൾ മാത്രം 29 എന്നത് മറികടന്ന് കഴിഞ്ഞ 4 വർഷവും നമ്മൾ ആ ലെവലിൽ മറികടന്നു. കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും 37% ഈ വർഷം അത് 37.18% അതിന്റെ കൂടെ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടവും കൂടെ കൂട്ടിച്ചേർത്ത് കേന്ദ്രവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും അങ്ങനെ ചേർത്തപ്പോഴാണ് അത് 40% മുകളിൽ പോയത്. അങ്ങനെ ഇത് കിഫ്ബി വഴിയുള്ള കടവും കൂടി നമ്മുടെ 29% എന്ന ആ GSDP ഡെറ്റ് റേഷ്യോയിലേക്ക് കൂട്ടും ഇനി മുതൽ. അപ്പൊ പിന്നെ കിഫ്ബി കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കിഫ്ബിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് തോമസ് ഐസക് പറയുന്നത് കിഫ്ബി ഇനി നിലനിർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നിക്ഷേപം സ്വീകരിക്കും ഇല്ലെങ്കിൽ പണം ചെലവഴിക്കും എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായിരുന്നില്ല. ഇപ്പോഴത് വീണ്ടും തിരുത്തി പറയുകയും ചെയ്യുന്നു.
അതെ, ഇപ്പൊ അദ്ദേഹം തിരുത്തി പറയുന്ന അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. ഇപ്പൊ അത് തിരുത്തി പറയും. ഇനിയും തോമസ് ഐസക് ഈ കിഫ്ബിക്ക് വേണ്ടി നിലകൊണ്ടാൽ അദ്ദേഹം ഒറ്റപ്പെടും പാർട്ടിക്ക് അകത്ത് പോലും. കാരണം കേന്ദ്ര ഗവൺമെന്റ് അതിനെ കടുവെട്ട് വെട്ടിയിരിക്കുകയാണ്. അതിനെ നമ്മുടെ മറ്റു കടമെടുപ്പ് ബാധ്യതകളുടെ കൂടെ ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് അതിലൂടെ കടമെടുക്കുന്നത് അർത്ഥശൂന്യമാണ്. അത് എക്സ്ട്രാ ബേർഡൻ ആകും. അത് കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ സംവിധാനം അനുസരിച്ച് തെറ്റായ നടപടിയായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് മേൽ കടുത്ത നടപടികളായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഐസക് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ തുടരാമോ? ഇപ്പോൾ BJP പ്രതിനിധി MT രമേശ് കൂടി ചേരുന്നുണ്ട്. ശ്രീ MT രമേശ്, ഇവിടെ കിഫ്ബിയുടെ പരിധി കഴിഞ്ഞു എന്നാണ് തോമസ് ഐസക് പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, തോമസ് ഐസക്കിന്റേത് വൈകി വന്ന വിവേകമാണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. കിഫ്ബിയിലൂടെ തോന്നുന്ന മാതിരി ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവ് ബുദ്ധിമുട്ടാണെന്നും കേരളം വലിയ കടക്കണിയിലേക്ക് പോകുമെന്ന് അന്നേ തന്നെ പറഞ്ഞതാണ്. അന്നിവർ പറഞ്ഞത് കിഫ്ബിയിൽ വരുന്ന കടം അത് പ്രത്യേകമാണ് എന്നാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റാണ് ആ കടബാധ്യതയും തീർക്കേണ്ടത്, അല്ലാതെ വേറെ വഴികളില്ല. അങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലകളിലേക്കൊന്നല്ലല്ലോ കിഫ്ബിയിലൂടെ വരുന്ന പണം അവർ ചെലവഴിക്കുന്നത്. ഏതെങ്കിലും റിസൾട്ട് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കിഫ്ബിയിലൂടെ വരുന്ന പണം മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെലവഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് തിരിച്ചടവുള്ള പണമല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് നാട്ടിൽ വികസനത്തിന്റെ ഭാഗമായി മറ്റു മേഖലകളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഡയറക്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ആ കടബാധ്യത കൂടി സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരും, ജനങ്ങളുടെ തലയിലേക്ക് വരും. ഇതാണ് എല്ലാവരും നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. കണ്ടമാനം കടം മേടിക്കാൻ പാടില്ല. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതെല്ലാം അദ്ദേഹം ഖണ്ഡിക്കുകയും കിഫ്ബിയുടെ വക്താവായി മാറുകയും ചെയ്തത്. ഇപ്പൊ അദ്ദേഹം ധനകാര്യമന്ത്രി അല്ലാത്തത് കൊണ്ടും വെളിയിലിരുന്ന കാര്യങ്ങൾ കാണുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. മാത്രമൊന്നുമല്ല, UDF പലതവണ കടമെടുത്തിട്ടുണ്ട്, അതിന്റെ തിരിച്ചടവ് പോലും തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. BJP അത്തരത്തിലൊരു കിഫ്ബി പോലൊരു സംവിധാനം തുടങ്ങാൻ പോവുകയാണോ എന്നുള്ളതും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് കടമെടുക്കാൻ റിസർവ് ബാങ്ക് അനുവദിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിലെ ധനകാര്യ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതെന്ന് പറയുന്നത് തിരിച്ചടക്കാൻ സംസ്ഥാന സർക്കാരിന് ത്രാണിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കടമെടുക്കേണ്ടത്. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും പരിധിയുണ്ട്. നേരത്തെ ടീച്ചർ ഇവിടെ പറഞ്ഞത് ആ പരിധിയെ കുറിച്ചാണ്. ആ പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ അവര് പറയുന്നത് കിഫ്ബി ആണെന്നാണ്. പക്ഷെ കിഫ്ബി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലോകമല്ലേ? തിരിച്ചടക്കണ്ടേ? സംസ്ഥാന സർക്കാരല്ലേ തിരിച്ചടക്കേണ്ടത്? വേറെ ആരെങ്കിലും ഒന്ന് തിരിച്ചടക്കുമോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആ കിഫ്ബിയിൽ നിന്ന് എടുക്കുന്ന കടം കൂടി സംസ്ഥാന സർക്കാരിന്റെ കടമായിട്ട് മാറും. അത് അംഗീകരിക്കാൻ അന്ന് തോമസ് ഐസക് തയ്യാറായില്ല. ഇന്നിപ്പോ അദ്ദേഹം ധനകാര്യമന്ത്രി അല്ലല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പൊ ഇത് വൈകി വന്നാണ് കേരളത്തെ വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് നയിച്ചതിന്റെ പുറകിൽ ഒരു കാര്യം കിഫ്ബിയിൽ നിന്ന് കണ്ടമാനം കടമെടുത്തതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ശരി, നന്ദി. ശ്രീ MT രമേശ് പ്രതികരിച്ചതിന്. തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. കിഫ്ബി പദ്ധതി ഇനി പദ്ധതികൾ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ടത് ഇതൊക്കെ ചെയ്തു വെച്ചാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കോഴിക്കോട്ടും കരുതൽ തടങ്കൽ. 2 KSU പ്രവർത്തകരെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മീഞ്ചന്ത ആർട്സ് കോളേജിൽ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, 2 KSUക്കാരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് എന്നറിയുന്നു. എന്താണ് കോഴിക്കോട് സംഭവിക്കുന്നത്? ധന്യ, മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലുണ്ടായ സമയത്താണ് വെസ്റ്റ് ഹിൽ, അതായത് ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള വെസ്റ്റ് ഹിൽ തുങ്കത്ത് 2 KSU പ്രവർത്തകരെ സംശയ സാഹചര്യത്തിൽ, അതായത് ഇത് കരിങ്കൊടി കാണിക്കാനെത്തിയവരാണെന്നുള്ള സംശയത്തിൽ പോലീസ് കരുതൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണത്. മുഖ്യമന്ത്രി ഇതുവരെയും ഇപ്പോൾ ഈ ജൈവവൈവിധ്യ കോൺഗ്രസ് ഇവിടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നടക്കുന്നത്. 10 മണിക്കാണ് സമയം. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല.
ഇവിടെ ഈ ഹാളിനകത്തേക്ക് കടത്തിവിടുമ്പോൾ കർശന പരിശോധനകൾ കൊടുക്കുകയും എല്ലാവരുടെയും ID കാർഡ് കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. മാധ്യമപ്രവർത്തകരെ പോലും ID കാർഡ് ഉണ്ടായിട്ട് പോലും കുറെ സമയങ്ങളോളം തടഞ്ഞു വെച്ച ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ ബാഗ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ദേശീയ അഭിമാന്യ റിപ്പോർട്ടറുടെ ഉൾപ്പെടെ ബാഗുമായി അകത്ത് കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബാഗാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരിശോധനകൾ കർശനമായി കോഴിക്കോടാണ് മുഖ്യമന്ത്രിക്ക് പരിപാടി. കനത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രി എത്തുന്നതിൽ ഒരുക്കിയിരിക്കുന്നത്. 2 KC പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് കോളേജിലാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. KC പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നു. കുരുക്കുമുറുക്കി ഇടി. ലൈഫ് മിഷൻ കോഴക്കേസിൽ ED മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ മൊഴിയെടുത്തേക്കും. സ്വപ്ന സുരേഷുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങൾ തേടാനാണ് ED നീക്കം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, CM രവീന്ദ്രന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതകളാണോ കാണുന്നത്? ശിവശങ്കറിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ? വിവരങ്ങൾ. ധന്യ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹവും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമായ പല കാര്യങ്ങളും CM രവീന്ദ്രന് അറിയാം എന്ന ഒരു ധാരണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ CM രവീന്ദ്രന്റെ മൊഴി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CM രവീന്ദ്രനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകിയിരുന്നു ED. എന്നാൽ അദ്ദേഹത്തിന് കോവിഡ് ആയതിനാൽ ആ സാഹചര്യത്തിൽ CM രവീന്ദ്രന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം M ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ നിസ്സഹകരണ മനോഭാവം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CM രവീന്ദ്രന്റെ മൊഴിയെടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ED എത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസും അർജുൻ ആയങ്കി വിവാദവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ CPMന്റെ ജനകീയ പ്രതിരോധ യാത്ര നാളെ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് കുമ്പളയിലാണ് തുടങ്ങുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി മാർച്ച് 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനുമാണ് യാത്ര. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും കേന്ദ്ര അവഗണനയും തുറന്നുകാട്ടാനുമാണ് പ്രധാനമായും ജാഥ നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ചെർക്കള, കുണ്ടംകുഴി, കാഞ്ഞങ്ങാട്, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം. തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി പ്രവർത്തകരെ അണിനിരത്താനാണ് തീരുമാനം. കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുള്ള ഏക സംസ്ഥാനം. ഈ സംസ്ഥാനത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അവസാനിപ്പിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസ്, അർജുൻ ആയങ്കി വിവാദം, ബജറ്റിലെ ഇന്ധന സെസ് വർധന തുടങ്ങിയ കാര്യങ്ങളും യാത്രയിൽ വിശദീകരിക്കേണ്ടി വരും. ജാഥയുടെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. ശമ്പളം ഗഡുക്കളായി
നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളായി നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ
വാർത്തകളിലേക്ക്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി സർക്കാർ. സർവീസ് ചട്ട നിയമലംഘനം ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാനാണ് നീക്കം. സർക്കാർ അനുമതിയില്ലാതെ BCI ചുമതലയേറ്റതിനാലാണ് നടപടി. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യം തടയാൻ സർക്കാരിന് സാധിക്കും. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, എന്ത് നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് സിസയ്ക്കെതിരെ? ഈ സർക്കാരിന്റെ അനുമതിയില്ലാതെ സിസ തോമസ് ചുമതലയേറ്റതിനാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഒരു നടപടിക്ക് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഈ ഒരു ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അസാധാരണ സാഹചര്യത്തിൽ ഗവർണർ നിയമിച്ചതിനെ അത് റദ്ദാക്കിയില്ല ആ സമയത്ത് ഹൈക്കോടതി. പക്ഷേ ഇത്തരത്തിൽ സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് VCI ചുമതലയേറ്റത് എന്നൊരു കാര്യം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സിസ തോമസിനെതിരെ ഒരു ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യം തടയാൻ സർക്കാരിന് ഇതിലൂടെ സാധിക്കും. കാരണം സർവീസ് ചട്ട നിയമലംഘനമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ വിരമിക്കാൻ 1 മാസം മാത്രമാണ് ഡോക്ടർ സിസ തോമസിന് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായ സിസ കഴിഞ്ഞ നവംബറിലാണ് ഗവർണർ സർവകലാശാല VCയുടെ അധിക ചുമതല നൽകിയത്. മാർച്ച് 31 ഇവർ വിരമിക്കുന്നതോടെ അധിക ചുമതലയും വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശിച്ചതുപോലെ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ഒരാളെ ഗവർണർ തീരുമാനമെടുക്കണം. അതെന്തായാലും ഈ 23 ഗവർണർ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും അതിന് മുന്നേ തന്നെ കൃത്യമായ രീതിയിൽ ഒരു സിസ തോമസിന്റെ നടപടിക്ക് ഒരുങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ശരി, നന്ദി നന്ദൻ. ADMന്റെ യാത്രാ വിവാദത്തിൽ നടപടി. കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ നിർണായക വഴിത്തിരിവ്. ജിനു പുന്നൂസിനെതിരായ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയത് ജിനു പുന്നൂസ് തന്നെയെന്ന് വ്യക്തമാകുന്നു. പരാതിയിൽ അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് കോട്ടയം ജില്ലാ കളക്ടർ PK ജയശ്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ ജില്ലയിലെ നോഡൽ ഓഫീസർ ADM തന്നെയാണെന്നും ജില്ലാ കളക്ടർ. ADMനെതിരെ പരാതി വന്നാൽ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. തെറ്റുകളിൽ നിന്നും വലിയ തെറ്റുകളിലേക്ക് കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി ജിനു പുന്നൂസിന് ക്ലീൻ ചിറ്റ് നൽകിയെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കിയത്. ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് വെളിപ്പെടുത്തലുമായി കോട്ടയം ജില്ലാ കളക്ടർ PK ജയശ്രീ രംഗത്ത് വന്നത്. പരാതി അന്വേഷിക്കുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് കളക്ടർ ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് തന്നെ അറിയില്ല. നമ്മൾ ADMനെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അവരുടെ അനധികൃത യാത്രകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വാർത്ത കൊടുത്തത്. മേഡം അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണത്തിന് ചുമതല എന്ന് പറഞ്ഞു മറുപടി വരുന്നു. അപ്പം ജില്ലാ കളക്ടർ അല്ലേ അത് അന്വേഷിക്കുന്നത്? സ്റ്റേറ്റ് ഒട്ടാകെ CM പോർട്ടലിന്റെ നോഡൽ ഓഫീസർ ADMമാരാണ്. അപ്പൊ ഈ നമ്മൾ ADMനെതിരെ ഒരു പരാതി വന്നാൽ എന്താ ചെയ്യുക? അത് അവരല്ലല്ലോ മറുപടി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അന്വേഷിക്കേണ്ടതും മറുപടി ഫയൽ ചെയ്യേണ്ടതും, അല്ലേ? അങ്ങനെയാണ്. അതെ, അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് കളക്ടറെ അറിയിക്കണമല്ലോ. ഞാൻ അറിയുന്നില്ല. എല്ലാ ജില്ലകളിലും ADMമാരാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ നോഡൽ ഓഫീസർമാർ. എന്നാൽ ADMനെതിരെ പരാതി വന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കണം. കോട്ടയം ADM ജിനു പുന്നൂസ് ഇത് ചെയ്തിട്ടില്ല എന്നും കളക്ടറുടെ പ്രതികരണത്തിൽ വ്യക്തമാണ്. ഒരു പരാതി വന്നാൽ എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? സാധാരണ പരാതിക്കാരന് അവരെ വിളിക്കണോ, അതോ എങ്ങനെയാണ് അത്? ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അതെ. അപ്പം അതാത് ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. ആ ഓഫീസ് അതിന് മറുപടി തരും. ആ മറുപടി ആ തരുന്ന ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ആ മറുപടി ക്രോഡീകരിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നോഡൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. കളക്ടറുടെ പേരിലാണ് പോർട്ടൽ. അന്വേഷിക്കാൻ വേറെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു റിട്ടേൺ പരാതിയൊന്നും എന്റെ മുമ്പിൽ വന്നിട്ടില്ല. അതായത് ജില്ലാ കളക്ടറെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എല്ലാം പറ്റിച്ച് സ്വന്തമായി ക്ലീൻ ചിറ്റ് നൽകി ജിനു പുന്നൂസ് എന്ന കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്.
ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ഒക്കെ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പറ്റിച്ച ഒരു ഉദ്യോഗസ്ഥ അതേ പദവിയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാണ്. തെറ്റ് ചെയ്തവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. KSRTCയിൽ ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന ഉത്തരവിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. എല്ലാ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇടത് അനുകൂല സംഘടനയായ CITUവിന്റെ തീരുമാനം. ഇതിനായി 10,000 കത്തുകൾ നാളെ മുഖ്യമന്ത്രിക്ക് അയക്കും. ഉത്തരവിനെതിരെ TDF ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യവും ആലോചിക്കുകയാണ്. അതേസമയം ശമ്പളം ഗഡുക്കളായി നൽകുന്നതിന് മുന്നോടിയായി പ്രതിദിന വരുമാനം 8 കോടിയിലെത്തിക്കാൻ മാനേജ്മെന്റ് നടപടി തുടങ്ങി. ഡിപ്പോ അടിസ്ഥാനത്തിലും ഇനി വരുമാനം കണക്കാക്കും. ഓർഡിനറി മുതൽ AC സ്ലീപ്പർ വരെയുള്ള ബസ്സുകളിൽ നിന്നുള്ള വരുമാനവും ചെലവും പ്രത്യേകമായി കണക്കാക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളായി നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത സ്പോർട്സ്.
ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് 8 വിക്കറ്റുകൾ നഷ്ടമായി. രവീന്ദ്ര ജഡേജ 5 വിക്കറ്റും അശ്വിൻ 3 വിക്കറ്റും വീഴ്ത്തി. എൽദോ പോൾ പുതുശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൽദോ, ഇന്നിപ്പോൾ 3-ാം ദിവസം കളി ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് മാച്ച്? ധന്യ, ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം സ്പിന്നർമാർ കളം വാഴുകയാണ് ഡൽഹിയിൽ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നിരക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. 3-ാം ദിനമായിട്ടുള്ളൂ, ആദ്യ സെഷനാണ്. ഇതിനോടകം തന്നെ ഓസ്ട്രേലിയക്ക് 8 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് ഈ 1 മണിക്കൂറിനിടെയാണ് 7 വിക്കറ്റുകൾ നഷ്ടമായത്. ആ വിക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 LBW ഉണ്ട്, 3 ബൗൾഡ് ആണ്, 1 കീപ്പർ ക്യാച്ച്. സ്പിന്നർമാർ തകർത്തു വാരുകയാണ് ഇന്ത്യക്ക് വേണ്ടി എന്ന് വേണം പറയാൻ. 3-ാം ദിനത്തിൽ ഈ കളി അവസാനിച്ചാലും അതിൽ അത്ഭുതം കൂറേണ്ടതില്ല എന്ന് നമുക്ക് നിസ്സംശയം സൂചിപ്പിക്കാം. ഇനി ഇന്ത്യൻ ബോളർമാരുടെ മികവ്, ഒപ്പം പിച്ചിന്റെ പ്രത്യേകതയും വളരെ ശ്രദ്ധേയമാണ്. വളരെ ലോ ബൗൺസ് നിലനിർത്തുകയാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ഈ ട്രാക്ക്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് വളരെ ദുഷ്കരമായിട്ട് തോന്നുന്നു ബാറ്റിംഗ് സാഹചര്യങ്ങൾ. ലബുഷെയ്ൻ, സ്റ്റീവൻ സ്മിത്ത്, ഈ 2 താരങ്ങളിലായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ ഓസീസ് നിരയിൽ. ഡേവിഡ് വാർണർ ഇല്ല, അപ്പോൾ ലബുഷെയ്നും സ്റ്റീവൻ സ്മിത്തിനും മികവ് കാണിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇരുവർക്കും വലിയ തോതിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ലബുഷെയ്ൻ 35 റൺസിന് പുറത്തായി, സ്റ്റീവൻ സ്മിത്ത് 9 റൺസിന് പുറത്തായി. രവീന്ദ്ര ജഡേജ 5 വിക്കറ്റ് വീഴ്ത്തിയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 അനുസ്മരിപ്പിക്കും വിധം രവീന്ദ്ര ജഡേജ സ്പിൻ ചെയ്യുകയാണ് ഈ ട്രാക്കിൽ. അശ്വിൻ 3 വിക്കറ്റ് വീഴ്ത്തി അതിഗംഭീരമായിട്ടുള്ള പ്രകടനം. ഇന്ത്യ ഇന്ന് തന്നെ ബാറ്റിംഗിന് ഇറങ്ങണം 2-ാം ഇന്നിംഗ്സിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു 111-12 റൺസാണ് നിലവിലത്തെ ലീഡ്. 150 മുകളിൽ ലീഡ് ഉയർത്താൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒരുപക്ഷെ വിജയം പോലും ഇന്ന് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അടിമുടി പതറയില്ല എങ്കിൽ ടോഡ് മർഫിക്കും നാഥൻ ലിയോണിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കൃത്യതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഒരു ജയം അത് അരികെയാണ്. 2-0 ഈ മത്സരത്തിൽ, ഈ പരമ്പരയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം ഒരുങ്ങുകയാണ് ഇന്ത്യക്ക്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കണം. അവിടെയും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം ഈ പിച്ചിന്റെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ടേണും ബൗൺസും അത് ശ്രദ്ധേയമായി തന്നെ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വളരെ കരുതലോടെ വേണം ലിയോണിനെയും ടോഡ് മർഫിയെയും നേരിടാൻ, ഒപ്പം പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പേസ് ബോളറെയും. ധന്യവാദം. ശരി, നന്ദി എൽദോ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന്, അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ, ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി
ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU. നമസ്കാരം. കേറിവാട മക്കളെ എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് ഫുട്ബോൾ അറിയുന്നതും അറിയാത്തവരുമായ, ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമായ മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്ത സാക്ഷാൽ ഇവാൻ വോക്കമോനോവിച്ച് ആണ് നമ്മുടെ അതിഥി. വെൽക്കം ടു News 18 Kerala, coach. Thank you very much, my pleasure. So you obviously made out what I said in our own language, Malayalam, about you, the opening dialogue. Yeah, I suppose. Yeah. So I would love to start with that because this Kerivada Makale was addressed at the football fans. Yeah. It wasn't a PR exercise. It wasn't a scripted thing. This very clearly felt like something which came from inside, from your heart. And I've read that there is a background to this because you once have been a very passionate fan. This is one story which a lot of Malayalis do not know. Can you tell us about that adventure that you had at the age of 14, if what I read was correct? Yeah, exactly. Well, when you start shooting the ball around your house, of course you dream about being part of big events. My dream was to be a football player, to play in front of huge crowd in my country, in front of all those fans. My favorite club, named Red Star. So Red Star. Yeah, actually Red Star managed to have couple of really nice seasons between 1987, 88 till 1990s and inside the 1990s, and actually won Champions League competition in 1991. Right. Which is today a big deal, of course, and back then it was kind of the start of that great competition.
So back then, I was dreaming about playing for that club. I was playing for my local club in town where I've been born. So actually, the capital city of Belgrade is like 200 kilometers from my hometown, and I was thinking about going and watch the game of semi-finals of Champions League in Belgrade, where actually our team, Red Star, was supposed to play against the big Bayern Munich, German club. And especially like it was the second leg game, because the first game in Munich in Germany, Red Star won 2-1. So everybody was excited, everybody wanted to be there. I had no idea how to get there. I was like 13, 14 years old boy. And the only thing I knew that my aunt, actually the sister of my father, she used to live in Belgrade. I knew how to reach there. So how to get the train, how to hit those 200 kilometers, arrive to a huge central train station in Belgrade, which is capital like city today, like I think more than around 3 million people maybe, you know. And then from that central station to go to her house. And that's it. That's what I knew when I was a young boy, because knowing being there in the summer for a vacation or something like that. So then I decided and told my mother one day that I would like to do that. And she was actually against that, saying, how are you going to do that? We didn't have money. So I was collecting for days from my family, from my mother. Every day when you go to school, they give you some money, you know, small amounts to buy something to eat. So I was collecting that, not eating, even like collecting, because I wanted to buy that train ticket and go to capital city to watch that game, because for me it was something priceless. So then, that day early in the morning, waking up, taking my books, faking like I'm going to school. Even I remember telling my mother I'm going to go. She was like, no, you must not go, you cannot go. Like even threatening me, like, don't even think about it. So actually that day I was faking, taking my books, saying, okay, I go to school, running from my house to Central Station, 6:20 in the morning, getting the train, traveling to Belgrade capital for about 3 hours, 3.5 hours by train. Okay. Arriving there, arriving around 10 o'clock in the morning. The game was in the evening, 8:45. So then going to my aunt, she was not there, she was working. So I had to sit in front of the building till 3 o'clock in the afternoon waiting for her. That was back then, no cell phones. You know, there was like, you had a home phone or something. Then when she saw me, she was surprised, like what happens? So then we went in, she called my mother. She was furious, like threatening me, when you come back home, I'm gonna destroy you, all these things. So I said, I don't care, like I'm going I didn't even have the ticket. Okay. So then I went earlier before the game to stadium. I met one friend from my school. He was with his father and his uncle. So we went around together, we bought a ticket, you know, find a ticket, witness it, like one of the biggest games, you know, Red Star leading 1-0, then in 5 minutes going down 2-1, losing against Germans, you know, so many pressure, and then in a 92nd minute, one situation, one like goal for eruption of the stadium, and draw 2-2, leading actually my favorite club to a finals, which actually later they won. It goes by the first leg. Yeah, and actually they qualified for the finals, and I even remember arriving later on with my friend and his father and uncle by car back home. Of course, my mother. I got beaten. I got beaten hardly, you know. But actually, I was kind of. I don't care. We qualified for the finals, you know. And she actually, I think that was the moment where she actually understood. Okay, this boy, she's committed. She's dedicated to it. And I was training hard. I was practicing. My dream was to become a football player. One day playing for that club, which actually came true later enough. And yeah, these kind of things give you passion, give you something that you want to believe even more and go for it. And realizing you have to work hard for that. There is nothing being granted for, so nobody will come to your door and offer you things. You have to fight for that. You have to work for that really hard. So maybe that was the turning point, key point into my football life. Then you became a player. Yeah. I mean, when you look at it, like you were a striker, you were a midfielder, then you were a central defender. Yeah. I think that was a point in time, at least in this part of the country, like you are left winger, you are a left winger for life.
You're on the right wing, you're there. You're centre back, you're centre back. So you had that flexibility in the system, which was once Yugoslavia and now Serbia. Yeah. Or were you personally flexible and adapting to various roles like? I think so, because back then, when we speak about football players' education, the football coach was like he's the boss, so he decides. And then when you face, as a young player, you face a coach who has a name, who experienced certain level, and then when he says something, then you have to listen. So then, in the youth, I was playing as a striker. Then, by some of these famous coaches, moved back to a midfield. Later on, when I started as a professional on a top level, even by some coaches, even of a higher level, pushing me back, playing as a central defender. These kind of things gave me later on different perspective and different football sides, where actually I was understanding the game more and more. How a central defender think about the game and sees the game itself, how midfielder has to behave, how strikers behave. For example, take a good example of today's modern football on the top level. How many top football coaches you will find who used to play as strikers? Very few, small percentage, because their football perspective during the playing time was opposite, because most of the game they're staying on the pitch back to the opponent goal, which means our right side for him is a left side, our left side for him is a right side. So everything's opposite. And then they are playing in kind of opposite perspective, where actually later when they become coaches, there are different circumstances. Today, speaking about top coaches on top level in English clubs, maybe some national teams, most of those coaches, they used to play as a central midfielders, as a central defenders. Some of them were goalkeepers, because the goalkeeper position is one of the best. You see everything in front of you. Panoramic view. Yeah. As a central midfielder, you are in the center of something and you have to circle around, and it's different. As a defender, again, everything is in front of you. So many other different perspective, all the football players have at the end of career. Some of them strikers, so I will not put the stamp on. They made great careers as football coaches, but only few of them. Most of the coaches today, you will find these guys who were hard workers, team players mostly, working for a team. And these guys today, that's why maybe they're giving more and more to some players today, like in development program. Again, strikers, they were good stars, big stars, ego. And at the end of the season, when they realize it's hard work, coaching job is a hard work, they mostly say, why should I do that? Because I used to get my glory, I used to get my fame. So, but anyway, with all due respect to everybody, so it's quite a different perspective. So that kind of thing gave me maybe different points of view in my later on football career, where actually I was solving many problems during the game as a player with ease. This flexibility is now on display. I mean, you're not rigid in terms of tactics, techniques, putting players in certain positions. You have one style of support when Sahal Samad is playing. You have another kind of player and KP Rahul comes in. So you have tuned and trained the rest of the team to adapt to their style. If one is a touch and burn player, the other one is fast, direct and coming in. But every player is different, because all of us in this world, we are different in a way of mentality, character, approaching things, understanding football. So in the football world, when we speak about the players, and when you enter the dressing room, let's say 25 different mentalities, 25 different characters, it might happen that you have different nationalities, all of them coming from different parts of the world, different religions. You must understand all those things, you must accept all those things. And then many players, if you want to get, so the biggest, the most important point of a coaching job, like taking the maximum out of it, making results. So a long time ago, the football coaches, you have approach of a football coach, everybody must adapt to him. This is his way. So then all of us, when we try to adapt to his way,
Some of us will get maximum out of it, some of us will not, because his approach doesn't fit you. It fits him, but not you and me, maybe. Today, as a football coach, you must be also kind of psychologist, understanding all these differences in order to get maximum out of them, all of them. So then, with some players, you must have hard approach. With some players, you must have friendly approach. Some players, you must caress and talk nicely. With some players, you must be rude, you must be hard, in order to get maximum out of it. Not only here, but all around the world, because this is the way how football works. They're coming from different backgrounds. They're coming from different family education systems and everything. And you have to recognize that as soon as possible in order to get maximum, because they have to perform. That's it. Even what you got was a team which was rich in talent, definitely, but which was only showing streaks of brilliance. You suddenly surprise all your fans, you perform. Suddenly, you go down. So you came in, even at that point, if I'm right, nobody gave much of a chance in terms of advancing to the playoffs or even the final. We like that. We like that when they don't give us a chance. It was the case last season as well. Yeah. After so many disappointing years, nobody was expecting us to be there, first of all in playoffs, beating all these big teams last year in the bubble. Then reaching playoffs, nobody was giving us a chance to reach the finals. We reached the finals because in football anything is possible, especially in this beautiful league as ISL. Anybody can beat anybody, So you have to fight for it. And then when you find a way and when you input all the empathy, emotions, hard work, dedication in Kerala Blasters, which is in my eyes now after close to the end of the second season, Kerala Blasters is something that nobody has in India. With all due respect to all the clubs, I always show my respect to all those clubs and all those people working in it. But the emotion, the fans, and everything what happens around Kerala Blasters, it exists only in Kerala. So with all due respect, and that emotion which gives you something extra, which actually push you forward, that as a player you want to give something extra onto that pitch, that creates that kind of wow effect that as Kerala Blasters you can surprise and beat anybody you want. So this is something extra that we managed last year. Okay, in bubble without the fans. Now it's quite different with fans. Even better, I'd say. So we'll try to do that. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം വലിയ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകറിനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി
ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളായി നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. What exactly, I mean, is this or was this part of your entire plan to transform this team? Because it was a clear transformation. It's not as if you brought in so many players suddenly, or you did not import extra players or nothing. You transformed the team. That's the most important thing, because changing, and the most difficult thing, changing the mentality and character of your team, of your approach, of all these
things going around the club together with fans that actually you want to create a fortress of your stadium. You want to create that wow effect that, with all due respect again, we want our opponents, when they look at the fixture, saying, okay, next weekend we are going to Kerala. Holiday. It will be tough. It will be really tough. Once it was a holiday. Let's have an easy time. Once it was a holiday, players speaking and saying, okay, we go to Kerala to score a couple of goals, to get points. Now, we wanted to create something different now. And to create that, you need both sides to act simultaneously, together with fans. You want to create that it functions. How? First of all, from our side, we have to give everything. Coaching staff, everybody in the club, players on the pitch. We want to give something extra on the pitch, where actually the opponents, they must feel that it's our home ground. When fans, they see that, they will support you. They will push you forward. Then you will find more power in that to give something extra to win the games. This is how it goes all around the world. And I think that is the most difficult thing to change. The mentality, the character of your team and your club, saying, we want to be that club. We want to be that team. So actually, when we play at home, that everybody else going out for the warming up, they have to know, wow, today it will be tough. It will be tough today. And then when they feel the force, the way we want to play, to score goals, everything. So actually, these kind of things, from the very first moment when we started our cooperation, talking to our management, I was saying that I would like to create that. We would like to change that, because Kerala Blasters can become one of the teams in this league who is always in top, who always has something special. And I think that Kerala Blasters has that something special. And Kerivada Makale was part of that strategy, wherein the push, the passion which the fans have, you added fuel to that fire. I think that it came from the heart. At that moment, we were, I think we were qualified for the finals. Yeah. When actually it just came, and I said, kind of a moment where I actually created that. And the stadiums were opening up. Yeah, that was the first game after so long that they were allowing fans to come into the stadium, and it was like a call. Come on, let's do it together. So, and I was glad that they arrived in Goa to support us. And I haven't seen a lot many coaches addressing the fans. Forget even sparing a moment to. So, where did you pick this up, and what was the inspiration? You actually address the fans, Well, maybe knowing the fact that the football team is not only one unit that can create something special. You need fans, you need all the community supporting you, you need to give something back to your community. That's why I always say, my players before games, we go out and play this game, and later on when we get back here in the dressing room and look into each other's eyes, I want to see that we have no regrets. Because in professional football, whether you win, you lose, you draw, it happens. This is professional sport. Anything can happen. But at the end of the game, if you have that feeling that you did everything today, you gave everything, and you have no regret looking at yourself in the mirror at the evening, brushing your teeth or whatever, and saying, today I gave everything. I did everything for myself, for my teammates. So we lost. Yeah, okay, we shake hands with our opponent saying, okay, today you were better, next time I'll see you again, okay? But with that feeling, when you do that, you will never disappoint. The fans, they're not crazy. They recognize that. They recognize good vibrations, good feeling. And when you do everything, you give everything, despite the result, you will always have support. And then this kind of approach I felt long time ago when I was playing for my favorite club in my home country. Later on, during my player career, I recognized and I knew, also getting in touch with some different coaches, where actually they taught you these kind of things. If you want to reach something in your football life, that's the only way. Hard work, dedication, do everything you can on the pitch for yourself, for your teammate. If your teammate, he loses a ball, go fight for that ball. Why? Because later when you lose the ball, he will do the same. This is kind of bond of brothers, the team that you want to create. And this kind of thing that actually we want to transfer, that
again, Kerala Blasters becomes this kind of team where everybody can see that everybody fight for each other. I've read somewhere that you're an A to Z coach. Like you don't leave, physical fitness to the fitness chap, diet to the dietitian, whatever. Like you get involved in their diet and their practice and their technique in their, not just the football training, their physical training. Is that how you were also trained? Or Yeah, as a manager now, of course, you have a technical staff, medical staff. Everybody is responsible for something. Of course, as a manager, you control and you supervise all those things when we decide about certain approaches or moves. We're all together, we decide, and I like to listen the specialist. In this case, conditional coach, you want to listen his opinion, you want to listen your assistant opinion, you want to listen your doctor's opinion, and all those things at the end, we make decisions all together. Of course, as a manager, you have to take decisions. Even sometimes I say, as a football manager now, as a coach, head coach, you have to take decisions. Sometimes these decisions will not benefit me, will not benefit player himself, but I always look at these decisions, they benefit the team at the end result. And sometimes you have to put all those emotions aside, which is sometimes not easy, but this is part of the job. So then I like to give all of these people space and time to express themselves, not only players, making mistakes, doesn't matter, next time will be better. Just go for it, okay? Technical stuff, medical stuff, everybody takes responsibility. I'm not kind of leader who will say, okay, this is the situations, this is what we're going to do, let's do it. No, I like to hear different opinions and then all together taking this decision. Of course, at the end, we'll sit down and make those decisions. So this is how it goes. So that's why maybe it came from my background again, being part of different clubs, different environments, different countries, getting in touch with different approaches. So maybe today that gives something different. Does Blasters have a problem with its bench strength? Because one or two, injuries to some crucial players suddenly upsets the balance, or are you happy about it? There is one thing with the ISL that bothers, I think, everybody because it's on a short term. So in some other countries, you have between 34 and 38, 40 games per season. In ISL with 20 games, what happens? When you start a new season, there are new faces. You must create new dynamic. You must create new team spirit. You must create new automatism that everybody will fit in, actually. What happens then after a short period of, let's say, 10 or 12 games, something, you lose somebody, you can feel it. In a longer term competitions, then there is another players, they fit in, they get the time and everything. In ISL it's quite different. But whenever it happens with us, we don't cry about it. We don't, there are other guys, they are ready. That's why as a coaching staff, we always want to have all of them ready. So wherever something happens, that they can jump in and do the job. So of course, it's different when you change a player because not one player is same. Everybody says, hey, you lost one player, can you replace him? No, absolutely impossible because you cannot replace because not one player is the same. You can just fit in somebody else, he can try to do the job and that's it. But even now when we faced some of these changes, we were not crying about it. Okay, there are other players, jump in, do the job, and let's go for it. This is how we accept that. We never speak about it negatively. No, it's a part of football business. Let's go. Don't complain, don't whimper. No need, because complaining is kind of finding excuses, Everybody says excuses are there to use them. No, I'm not that type of coach. We want to continue with the power and players we have. There are also the unavoidable thing in football, younger players knocking on a door saying, I want to pick up your spot, I want to fight for my spot on the pitch, so you have to give them chance. They deserve it. So as a coach, you want to see those boys having that ambition to arrive there. So as a coach, you're pleased to see that. So you have to go with the flow. So is that also the inspiration for your, the Blaster school, from juniors, kids, Yes. under 19, under 17, under 15, you call any age group? I think that all the boys being part of those young groups, they have to realize that there is chance that they can become senior football players in Kerala Blasters.
which we are proving and showing now in the last period, that more and more boys from this educational process, they are knocking on a door and coming to the first squad. And this is also part of our objective, developing this Malayali part of football, Kerala football, that these boys later being recognized on a level of national teams, not only young national teams, but senior national team, football club, Kerala Blaster, or any other club in ISL. So this is part of football, and we want to participate and develop that thing, which can actually afford our club to become even stronger. This was one question which I had kept for last, but then since you've already taken on to the Malayali footballers and an extension of which is the Indian footballers, do you think there is a realistic chance? Because this is one joke that we football fans share, like, will we be able to see an Indian team play a World Cup match in our lifetime? So, one, is there a realistic chance, yes, realistically speaking? I think so, yes. Because, let's say, 20-something years ago, one process around the world started, where actually many countries realized that everything goes and starts from a youth development. If you want to create one strong senior national team, you have to create it from your youth roots. And it starts from a football education from the age of 15, 16, where actually throughout that process, these players, they become better. They get as a proper education. The same example, if you want to go and study in university, first you have to go to primary school. You have to learn how to write and read, okay? Because later you cannot go to study if you don't know to read and write. No chance. So that's why in today's world of football, where many countries, more than 100 countries, today we have more than 200 something countries participating in World Cup qualification. So more than 100 countries are already into that process of developing youth players who later become the top players on a senior level. How? Going through that process, they go to better clubs, they have better education, they become better, playing in better competition, playing on a more serious level, you know, even in ISL. And then what happens? Them becoming better in a youth system, they will be participating in new national teams, participating in big tournaments. Later, when this generation grows up, it becomes your senior generation, fitting in with good players, and then you create one good unit for next 10 years. And then you can hope that you can achieve through the Asian Cup something more serious, and it is possible. It is possible with the right process, right education, that you arrived to that level. Many countries, they proved it. And it started from some South American countries, European countries. I've been part of this Belgium education process, which started 2006. Today, you have so many top Belgian players in the top level. National team was for years first on a FIFA ranking, and Belgium is a small country. You know, small country of 11 million people. They created the process, they created the project, they said, let's go for it. So India has talent. It must work a little bit more on infrastructure to develop these training centers and all these things. One day, I think it's possible. KIIFB അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ KIIFBയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്.
ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന ടി.എൻ. തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. FRBM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് ചെല്ലപ്പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇതുവഴി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ 22,000 കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ 14,000 കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ മുകളിൽ ഏർപ്പെടുത്തി. കിഫ്ബി അക്ഷയഖനിയല്ല. 11 million in a small country. This is one benchmark or measuring glass that we use. Such a huge country, such a huge population. Look at that country, look at this country with 1/100th of our population, 1,000th of our
infrastructure, but they're winning gold in Olympics and going through in World Cups, this, that. So what is lacking? I mean, it's high time you looked at it frankly. What is lacking? Is it infrastructure? Is it the physique? Is it the diet? Is it the body? Or is it emotional? Starting from infrastructure, starting for correct education, sports education on a football level. And it starts also from federation part, where actually, I'll give you again example from Belgium, where actually they started that process in 2006, and in 2009-10, they realized they don't have coaches who can push further on for that project. And they said, okay, what we have to do? Let's educate new coaches. So then you have new educational coaching system coming on. I was part of that first generation. And so with all these together, then together with the fans, then you unite all the clubs saying, okay, we as a federation, we will work like that because we want our players to be developed on that way in order to get them on a higher level. So then all the clubs have to organize their youth system. I think that half of the clubs in ISL, they don't have youth systems, So every year, what they're doing? They go into transfer market, they go and buy players, okay? And so what? So you play one season, you arrive at the end of the season, okay, it's done, go back to zero, restart. So again, you go back to zero. So you don't have this continuity, this consistency of that process, where actually if you oblige and say all the clubs, you must have all of you youth system, senior team, B team, under 21, under 19, under 17, under 15, and these guys, they will go step by step, like in a school, all the clubs. Then you will plunge so many talents to your national teams. Your national teams will become better. Your national young teams will be recognizable more on an international level. These players, young, they become better, coming to senior level, and you have better national team. And you can go with your talent. India has a great talent, has a great dedication of survival spirit, and that's important in a football level. Fighting spirit, for that game, for that victory. And then you start winning here around in Asia. And then you become recognizable. One day, you will be there. Then later on deciding, or you in your coaching education, getting your domestic coach as a national team, international coach, doesn't matter. It goes like together because many teams, even the top national teams, they have international coaches. Doesn't matter. It's about the coexistence of that system which will provide all this. This is a project. And like I say, more than 20 years, more than 100 countries, they're doing that. Whoever is not doing that, they're left behind because that gives result. So you have to change those things together with infrastructure, approach, cooperation, clubs, federation, creating this new generation because the market of Indian football is small. You have 11 teams in ISL, 12 teams in the I-League. Okay, 23 teams, half of the players not available because they are under contracts. Half of the players you cannot get because they are not affordable from budget-wise. Then the market is so small that you can choose between players you have or similar players. So why do you change? The only thing, you have to create new players because these players, they will turn around for a couple of more years. If you then don't have new project, who's going to play in the next 3-4 years if you don't have that process? So we as a club, we started last year. We want to do that because it's our idea. And we think that it will bring new results, new young players going to national teams, and new young Malayali guys going onto the level of ISL. We want to see that. Given that, yes, we build infrastructure, we bring in coaches, we have a coaching system, everything in place. Is there a problem with the physique, with the diet? Because you look at those, European players, the African players, you look at the way their muscles stand out, the way they physically fit, the speed, the skill. Do you think we have it in us to match that? Yes, I think yes. Look, if we go back in, couple of years ago or something, Barcelona in the golden period, all the players, they were quite small, quick with the ball, quick in the passing, There were some tough players, but not all of them. And everybody was saying, how the hell these guys, they are so small, they can win the Champions League a couple of times. That's a process, that's a system. Of course, genetics is important, but what I've seen so far in India, there is talent, there is physics. Indian players are really quick, Then being capable of playing into these weather conditions puts you into advantage.
So many players, international coming in India, they suffer. They cannot play here because weather conditions, humidity, it's not easy. So many of those things you can use as a extra weapon. Then when you start those process with the youth, of course, there's education about feeding, there's education about all other things that you push through those systems. And when they arrive on a senior level, they're ready. Physically, they're ready. Mentally, well, you push them to be ready to playing in front of the crowd. This is part of your growing up process as a football player. So there is everything you need with, I think, even better infrastructure that you have to provide with training centers, every club. I would also advise and oblige as a head of ISL that every club must build up a new training center, okay? Training facilities, because there is a lack of training facilities. Many times we go around India playing these games far away. You have to go 2 days in advance. You go there, like you face in the city of 12 million people, you don't have a football ground to practice. This is not acceptable. So you cannot advance and you cannot improve if you don't have this kind of infrastructure. You know, with all due respect to any other sport, that India is really good in it. But if you want to advance in football, you have to do that. You have to, as a club, because it's also an asset. Tomorrow it brings you value. Many coaches, many players, international, when you say, you know, we as a club, we have a really nice training center. This is the first question one player asks in Europe, for example, when he got offer from one club. Do they have a training center? Let me see it. If they don't have these qualities, they don't consider going there. These things are really important. So if you want to attract later players of highest level, coaches of the highest level, more quality, the first thing, you have to provide facilities, you have to provide infrastructure that these people come and say, wow, I want to be here. I don't want to consider going anywhere else. I like being here. This infrastructure, this is marvelous. These people, they're marvelous. I want to stay here. This is very important. A long way to go before you look at the moment where you roar with that goal. Step by step, many countries, they didn't have that, and they started doing that 10, 15 years ago, and very quickly they reached the level. Many Asian countries, they did it, speaking about South Korea, Japan, all that thing. And we could see that in the... Exactly. You see that in World Cups, you see that in competitions, in the level of their players developing, the league becoming stronger, the league having more teams, more quality, more players, more teams. Everything's connected. Now 2 more games to go. Where do you see the team? Well, we see the 2 last games, like with the fighting spirit, that we can achieve a couple of more points to qualify for playoffs and then get ready to playoffs to be again one nice surprise in the playoffs, to reach the highest possible level. So this is our objective. Let's hope for that. So how much have you adapted to the food, the culture, the habits? Without any problem, I think. I like everything what we have here, especially the food, especially the way we, very often when we have this free time, we go around, we try these local specialities. So it's nice, I like it. I really like it. From all the way from the East Block to... Yeah. This is kind of life experience, a life-changing experience that stays for all your life in your heart. So I like being here. I like being part of this community. I like being in Kochi. I like every moment being part of this club. The moment when we play this home game and the moment we go out of that tunnel into that pitch and I hear the chants, I hear the fans, this is something priceless. So goosebumps, giving something in your heart. This is something that you don't want to change. I want to be here. Just one question. How did you become a coach? I was close to the end of my playing career. I was playing in Belgium. And one day, I was working with one coach for about 3 years. I was already for a long time into that club. And one day during one training session, my coach asked me, have I ever thought about writing me into the coaching education system program in Belgian Federation? I was surprised, saying no, and asking him why. And he was telling me that the way how he sees the way how the other players are looking at me in the dressing room. I was back then kind of captain, leader, and I was thinking, yeah, maybe right. And then after that season, I went playing in China. Coming back after the next season, he was asking me to come back to the club, play for the club.
I arrived back, starting pre-season. He was asking me, have I done that, like writing me into educational coaching system? I said no. So then he said, okay, I'll do that. You'll be in my group because I want you to go there. And actually it was August. I decided to stop during the pre-season. Even I had a contract. I decided to stop playing because I felt it was the time to stop. And in September, I started coaching education program. And then very quickly it started being serious. The way I look at it now, it changed my perspective for a big deal because playing period, coaching periods, two different worlds. So this playing period now gives me only facility, like easing my time, like, okay, I recognize why one player is feeling like that, or I recognize what he's doing because I was doing that the same a long time ago. Now as a coach, it's a different world. You have so many other things, but I'm really glad that I went through it. It was pleasure for about 4 years in that education. It was pleasure, really pleasure. And now I look at football with a different view. So it wasn't very well schemed, but it wasn't an accident either. No, it was maybe planned to be, but the coach was kind of, because as a player, closer you are to the end, you think about your future. You think about what will I do, because the unbearable truth moment of one football player throughout your whole career, every season you start a new season, you start the pre-season preparation, trainings, and you go with it. One day, it just stops. And then, let's say a student, you finish your university, you start one career, whatever it is, and you go through, like, your life is going on, till 65 something, pension, you go to retirement. As a football player, you start doing something when you are young enough, you grow up, you become serious guy, there is family, wife, kids, and then you're doing something for 15, 20 years if you're lucky, without injuries. One day, it stops. And one day you say to yourself, okay, what should I do now? And many players, they lost themselves. If you don't prepare this part of your life, whether is it later staying in football or a management part or whatever it is, any kind of business, if you don't get ready for that, you get lost. So, and for me, football was always like, I want to be part of that. I want to be, especially as a coach, I like that feeling of a dressing room, before the game, after the game, during the game. I like that. So I'm really doing it with pleasure. Such a pleasure, Coach Thank you very much. Ivan Vukomanovic, and I hope that you're not just part of Kerala Blasters, you'll be part of Kerala and be part of that Indian team which one day will play the World Cup. Let's hope. Let's hope. Thank you very much. Thank you so much for joining me. My pleasure. Kerala. Thank you. ഈ പരിപാടി കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
ധന്യ തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിൻ്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ VT ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് VT ബൽറാം ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം നമസ്കാരം. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈഫ് മിഷൻ കേസിൽ ഈ ചർച്ച നടക്കുന്ന വേളയിൽ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളതാണ്. മുൻപ് 2 തവണ CM രവീന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ED. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ രവീന്ദ്രനെ കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് രവീന്ദ്രനെതിരെ മൊഴി നൽകുകയും ചെയ്തു. ഇതുകൂടാതെ സ്വപ്നയും രവീന്ദ്രനും തമ്മിലുള്ള ചാറ്റിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നതും നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിലാണ് രവീന്ദ്രൻ വീണ്ടും EDക്ക് മുന്നിലേക്ക് എത്തേണ്ടി വരിക. അത് ഒരുപക്ഷേ ഈ വരുന്ന ആഴ്ച സംഭവിച്ചേക്കാം. കേസിൽ കഴിഞ്ഞ ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നയുടെ മൊഴിയെ തുടർന്നായിരുന്നു ഈ അറസ്റ്റ്. ചോദ്യം ചെയ്യലിനോട് അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഏതായാലും ED ഈ കേസിൽ കുരുക്ക് കൂടുതലായി മുറുക്കുകയാണ്. EDയുടെ ഈ 2ാം വരവ് ഒരുപക്ഷെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കുന്നുണ്ട്. നിരവധി തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുണ്ട്. നമുക്ക് പുറത്ത് നമുക്ക് ലഭിക്കുന്ന ചില വാട്സപ്പ് ചാറ്റുകളുണ്ട്. ഇതൊക്കെ എന്ത് സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഇനിയുള്ള EDയുടെ നീക്കം എന്താണ്? ED ക്ലിഫ് ഹൗസിലേക്കോ എന്നാണ് സൺഡേ ഡിബേറ്റ് ചോദിക്കുന്നത്. സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. വലത് നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, ശ്രീ പത്മനാഭൻ BJPയുടെ പ്രതിനിധിയായി, ശ്രീ AH ഹാഫിസ് കേരള കോൺഗ്രസ് നേതാവ് LDFന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ശ്രീ അനിൽ അക്കരെ
ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ലൈഫ് മിഷൻ കേസിൽ നിരവധി കാര്യങ്ങൾ ചെയ്ത നിയമപോരാട്ടം നടത്തിയ അനിലക്കരെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ പത്മനാഭൻ, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ളതാണ് ED. നേരത്തെ മുൻപ് 2 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിലൊക്കെ ഒരു ഇടവേളയുണ്ടായി. ഇപ്പോൾ ഈ പുതിയ നീക്കം, ഈ പുതിയ തരത്തിലുള്ള EDയുടെ നീക്കങ്ങൾ എങ്ങനെ കാണുന്നു? അത് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകുമോ? ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണോ ED? എന്ന് വേണം കരുതാൻ. കാരണം അവർക്ക് ചില തെളിവുകൾ അധികമായി ലഭിച്ചു കാണും. അവർക്ക് ഈ ഇടപാടിനെ സംബന്ധിച്ച്, ഇടപാടിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ചില എന്താ പറയുക കൃത്യമായ തെളിവുകൾ കൂടുതൽ ലഭിച്ചു കാണും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദേശ ഫണ്ടിങ്, അതായത് നമ്മുടെ നാട്ടിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ചാരിറ്റി എന്ന രീതിയിൽ വിദേശ ഫണ്ടിങ് നടത്തുമ്പോൾ അതിൽ ഒരു കാരണവശാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അതിന്റെ പങ്കാളികളാവാൻ പാടില്ല. അവർക്ക് അത്തരത്തിലുള്ള കരാറുകളൊന്നും ഒപ്പിടാൻ പാടില്ല. പിന്നെ നമ്മളുടെ ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്ന സംവിധാനം പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. അവർ അതിന്റെ ചുമതല യൂണിടെക്കിനെ ഏൽപ്പിക്കുന്നു. യൂണിടെക് റെഡ് ക്രസന്റുമായി കരാറിൽ ഒപ്പിടുന്നു. അത് ഒരു എന്താ പറയാ തെറ്റില്ലാത്ത സംഗതിയാണ് നിയമപ്രകാരം. കാരണം യൂണിടെക് ഒരു സ്വകാര്യ നിർമ്മാണ കമ്പനിയാണ്. അതിൽ സാങ്കേതികപരമായി തെറ്റില്ല. പക്ഷെ യൂണിടെക്കിന് റെഡ് ക്രസന്റിൽ നിന്നും, അതായത് ദുബായ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്, ആ റെഡ് ക്രസന്റിൽ നിന്നും യൂണിടെക്കിന് തന്നെ ഇത് കിട്ടുക എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. കാരണം അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് കമ്പനി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി അല്ല യൂണിടെക്. ഈ സന്തോഷ് ഈപ്പനെ പറ്റിയിട്ട് എന്നെക്കാൾ കൂടുതൽ ഈ കേസിലെ പരാതിക്കാരൻ അറിയാം. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളം ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന ആളായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നടത്തിപ്പുകാരനാവുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിക്ക് തന്നെ ഈ അന്താരാഷ്ട്ര നിലയിലുള്ള ഈ കരാറ് ലഭിക്കുന്നു. നമുക്ക് കേരളത്തിൽ ഒട്ടനവധി പ്രശസ്തരായ പ്രഗത്ഭരായ കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന CPMന്റെ സ്വാധീനത്തിലുള്ള ഒരു നിർമ്മാണ കമ്പനിയുണ്ട്. നിരവധി നിർമ്മാണ സഹകരണ മേഖലയിൽ അങ്ങനത്തെ കമ്പനികളുണ്ട്. പക്ഷെ അവർക്കൊന്നും ലഭിക്കാതെ, നാട്ടിൽ അറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊന്നും ലഭിക്കാതെ ഈ സന്തോഷ് ഈപ്പന്റെ യൂണിടെക്കിന് കിട്ടിയത്, അതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഈ യൂണിടെക് ഇത് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്ത വകയിൽ ശിവശങ്കരനും മറ്റു ഉദ്യോഗസ്ഥന്മാരും വലിയ സാമ്പത്തികമായ പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ്. അത് അഴിമതിയാണ്. പക്ഷെ ED അന്വേഷിക്കുക അഴിമതിയല്ല. അഴിമതിയിലൂടെ സമ്പാദിച്ച പണം, അത് മണി ലോണ്ടറിങ്, അത് വെളുപ്പിക്കാൻ നോക്കുക, അത് വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ED നോക്കുക. അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. CBI അന്വേഷണത്തെ തുരങ്കം വെക്കാൻ വേണ്ടി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസുകാർ എല്ലാ രേഖയും പിടിച്ചെടുത്തു. പക്ഷെ പിടിച്ചെടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന്. ആ കാര്യം അവർ മേലോട്ട് അറിയിച്ചപ്പോൾ അന്വേഷണം നിർത്താൻ പറഞ്ഞു. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തു. ഇപ്പൊ അത് ഏതാണ്ട് ഫ്രീസറിലാണ്. പക്ഷെ CBI അന്വേഷണം തുടർന്ന് നടക്കുന്നുണ്ട്. ED ഒരു പടി കൂടി മുന്നോട്ട് പോയി ഈ വെളുപ്പിച്ച പണവും മറ്റു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത പണവും അവർ പിടിച്ചെടുത്തു. ലോക്കറിൽ നിന്നും 1 കോടി പിടിച്ചെടുത്തു. ലോക്കർ തുടങ്ങിക്കൊടുത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇത് ശിവശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ലോക്കർ എടുത്തു കൊടുത്തതെന്ന് പറഞ്ഞു. സ്വപ്ന സുരേഷും പറഞ്ഞിരിക്കുന്നു ഇത് ആ തുകയാണ്, ഇതിന്റെ കിക്ക് ബാക്ക് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ശിവശങ്കറിന് കിട്ടിയിട്ടുണ്ട്, വേറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. CM രവീന്ദ്രന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള ചില വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ മോശം നിലവാരത്തിലുള്ള. ഈ ശ്രീ പത്മനാഭൻ, ഈ വാട്സപ്പ് ചാറ്റുകളുടെയൊക്കെ ആധികാരികത ഇത് പുറത്തു വന്ന സമയം മുതൽ LDF ചോദ്യം ചെയ്യുന്നുണ്ട് പ്രധാനമായും. അതൊന്നും ശരിയല്ല തരത്തിൽ, അത്തരം അത് വ്യാജമാണ് എന്ന് LDF CPM സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായി ഈ കേസ് അന്വേഷണ നിഴലിലാണ്. കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായ ഒരു സംശയം, ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, 2-3 വർഷമായില്ലേ, ഈ 2ാം വരവിലും ആദ്യ വരവ് പോലെ തന്നെ കാര്യങ്ങൾ ഒന്ന് ഒതുങ്ങുമോ ഈ ഒരു ആദ്യത്തെ ഒരു ബഹളത്തിന് ശേഷം എന്നൊരു സംശയം ഉയർന്നാൽ അത് സ്വാഭാവികമായും അത് വകവെച്ചു കൊടുക്കാവുന്ന ഒന്നാണല്ലോ. കാരണം ആദ്യത്തെ അന്വേഷണമൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് വഴിക്ക് പോയി എന്നുള്ളത്. അല്ല, ഈ EDയുടെ അന്വേഷണത്തെ സംബന്ധിച്ച്
ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ചർച്ചയിലും ഞങ്ങളൊക്കെ പറയാറുണ്ട്, അവർ വളരെ പതുക്കെ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് അവരുടെ അന്വേഷണം. പിന്നെ അവർ ആ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അത് കോടതിയാണ് പറയേണ്ടത്. പിന്നെ ഈ കേസിൽ ഒരു ടൈം ഫ്രെയിം ഒന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്ന് കോടതിയൊന്നും അന്വേഷണ ഏജൻസിയോടോ സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് സൗകര്യപൂർവ്വം അവരെ സമയമെടുത്ത് അവർക്ക് അന്വേഷിക്കാം. അതിന്റെ പിന്നിലെ കാരണങ്ങളെ പറ്റിയിട്ട് മറുപടി പറയാൻ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ ED റിപ്പോർട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും ആ രീതിയിൽ ഒരു എന്താ പറയുക, കൂടുതൽ ആളുകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് സൂചന. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് കാണുക എന്നുള്ളതേ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കും. ശ്രീ ഹാഫിസ്, അതാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക്. നമുക്കറിയാം CM രവീന്ദ്രനെ 2 തവണ ചോദ്യം ചെയ്തു, വിട്ടയച്ചു. ആദ്യം ശിവശങ്കറിനെ ചോദ്യം ചെയ്തു, വിട്ടയച്ചു. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് ശിവശങ്കറുമായി ബന്ധപ്പെട്ട് നടന്നു. അതിനുശേഷം ഇപ്പോൾ CM രവീന്ദ്രനിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ LDFന്റെ ചങ്കിടിപ്പ് കൂടുന്നുണ്ടോ, CPMന്റെ പ്രത്യേകിച്ച്? എനിക്ക് ആദ്യം അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ച് വളരെ ഒരു ഷോർട്ട് നോട്ടീസിൻ്റെ പേരില്ല, ചെറിയൊരു ഇടവേളയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെയോ LDFൻ്റെയോ അനുമതിയോടുകൂടിയല്ല വന്നിരിക്കുന്നത്. ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ കാണണം. എൻ്റെ പേരിൻ്റെ താഴെ LDF എന്ന് എഴുതി വെച്ചിരിക്കുന്ന മാറ്റി ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. LDF എന്നുള്ളത് മാറ്റി ഇടത് സഹയാത്രികൻ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള നിർദ്ദേശം കൊടുക്കണം. തെറ്റല്ല, ശരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ട് മാറ്റാം. അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വളരെ അങ്ങ് വിളിച്ചപ്പോൾ അങ്ങയുടെ ആ ക്ഷണം സ്വീകരിച്ച് ഓടി വന്നപ്പം എനിക്ക് ബന്ധപ്പെട്ടവരോട് ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ചർച്ചയിൽ സഹകരിക്കുന്നതിന് എനിക്ക് വിലക്കുകളൊന്നുമില്ല. പക്ഷേ LDF എന്ന് പറയണമെങ്കിൽ എനിക്ക് LDFൻ്റെ അനുമതി വേണം. കേരള കോൺഗ്രസ് എന്ന് പറയണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ അനുമതി വേണം. ഇത് രണ്ടുമില്ലാത്ത സാഹചര്യത്തിൽ ഇടത് സഹയാത്രികനാക്കണം. അത് എൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയത്തിലേക്ക് വരും. ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യത്തിൽ ശ്രീ പത്മനാഭനല്ലേ സംസാരിച്ചത്, അതെ, അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ പുറത്തു വന്നിരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അവകാശം അത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്കും അത് പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിക്കുമാണ്. ബഹുമാനപ്പെട്ട കോടതിയോ അന്വേഷണ ഏജൻസിയോ ഇത്തരമൊരു വാട്സാപ്പ് ചാറ്റുകളെ സംബന്ധിച്ച് യാതൊരു വിധമായ പ്രതികരണവും നടത്താത്ത സാഹചര്യത്തിൽ ഇത്തരം ചാറ്റുകൾ ക്രിയേറ്റഡ് ആയി മാത്രമേ പൊതുസമൂഹം കാണുന്നുള്ളൂ, വിലയിരുത്തുന്നുള്ളൂ. ഇത്തരം ചാറ്റുകൾ പ്രചരിപ്പിക്കുന്നവർ അപകാശിരായാണ് ചെയ്തത്. ആ പ്രചരിപ്പിക്കുന്ന ചാറ്റിൽ പോലും ശ്രീ CM രവീന്ദ്രൻ്റെ മാനുഷിക മുഖം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടുത്തെ പ്രളയത്തെക്കുറിച്ച് പറയുന്നു. ഇവിടുത്തെ പ്രളയം കേരളത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. അതിന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന EU കോൺസുലേറ്റിൻ്റെ സഹായമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, അപ്പോൾ ചാറ്റുകൾ ശരിയാണെന്നുള്ളതാണോ? അല്ല, നിങ്ങൾ പുറത്തുവിട്ട ചാറ്റുകളിൽ പോലും കാണിക്കുന്നത്. അപ്പോൾ ആ മാനുഷിക മുഖത്തെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്ന് പറയുന്നതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തെ 2 പ്രാവശ്യം ചോദ്യം ചെയ്യലായിരുന്നില്ല, സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്തി. ചില മറ്റു ചില മുഖങ്ങൾ കൂടി ഉണ്ട് അതിനകത്ത്. ശരിയാണെന്ന് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്കും കടന്നു വന്നില്ലല്ലോ. നിങ്ങൾ ആ ഭാഗം എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിപ്പിക്കരുതെന്ന് വളരെ വിനയപുരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ശ്രീ പത്മനാഭൻ സാർ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. അന്വേഷണ ഏജൻസിയോ ബഹുമാനപ്പെട്ട കോടതിയോ പറയാതെ അതിന് യാതൊരു ആധികാരികതയും നൽകാൻ ഒരു ചാനൽ ഫ്ലോറിലും ഒരു അവതാരകരും ശ്രമിക്കരുത്, ഒരു വാർത്താ റിപ്പോർട്ടർമാർ ശ്രമിക്കരുത് എന്ന് വളരെ വിനയത്തോടെ. അല്ല, ചാറ്റിനെ കുറിച്ച് വിടൂ, ഞാൻ ചാറ്റല്ല ചർച്ചയാക്കുന്നത്. അങ്ങ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറയേണ്ടതായിട്ട് വന്നത്. അല്ല, ഇത് ഈ പ്രശ്നം എന്താ പറയുക, ഈ അന്വേഷണം ഈ CM രവീന്ദ്രനിലേക്ക് ചോദ്യം ചെയ്യാനായി വീണ്ടും ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ LDFന് അല്ലെങ്കിൽ CPM ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് വളരെ വ്യക്തമായിട്ട് ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ, വിവാദങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന്. അതിപ്പോഴും ആ വാക്കുകൾ പ്രസക്തമായി നിൽക്കുകയാണ്. നിങ്ങൾ ഏത് അന്വേഷണ പ്രവർത്തനങ്ങളോ ഏത് ചർച്ചകളും നടത്തി മുന്നോട്ട് പോയാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി നേതാക്കന്മാർ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ ഗവൺമെൻറ്റിനെ ഭയക്കേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ നെഞ്ചിടിപ്പ് കൂടേണ്ടതില്ല. നെഞ്ചിടിപ്പ് കൂടേണ്ട ആൾക്കാരുണ്ടായിരിക്കും, അവർ നെഞ്ചിടിപ്പ് കൂടിക്കോട്ടെ. പിന്നെ യൂണിറ്റാക്കിന് ഈ വർക്ക് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു. ആ വർക്ക് കൊടുത്തത് റെഡ് ക്രസൻ്റാണ്. റെഡ് ക്രസൻ്റ് UA ആസ്ഥാനമായുള്ള ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമാണ്. ആ UA ആസ്ഥാനമായ ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനം യൂണിറ്റാക്ക് പോലൊരു കൺസ്ട്രക്ഷൻ കമ്പനി കൊടുക്കുമ്പോൾ അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു, ഇവിടെ പ്രമുഖരായ കമ്പനികളില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പുലർത്തി വന്ന ചില മാടമ്പി സ്വഭാവം കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറയാനില്ല. ഇങ്ങനെയൊക്കെയേ പാടുള്ളൂ.
പാവപ്പെട്ടവന് ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ പാടില്ല, അധ്വാനിച്ച് പണമുണ്ടാക്കാൻ പാടില്ല എന്നല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ പ്രയത്നം കൊണ്ടാണ് അദ്ദേഹം ഉയർന്നു വന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കരുത്. അതല്ല, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രീതിയിലാണ് ഇയാൾ പണമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വർക്ക് കൊടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കാം. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, CPM-ന് നിയന്ത്രണമുണ്ട്, ഊരാളുങ്കൽ അടക്കമുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് വർക്ക് കൊടുത്തില്ല എന്ന്. ഊരാളുങ്കിലൊക്കെ ഏറ്റവും ലീസ്റ്റായിട്ട് കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് പോലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാണ് മാധ്യമങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധരും എന്നുള്ളത് നിങ്ങൾ മറന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ഞാൻ നൽകുന്നു. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പഴയ ആ പ്രസ്താവനയ്ക്ക് ഇന്നും ഈ കാര്യത്തിൽ പ്രസക്തി. ഒരുപാട് പോയെന്നേ ഈ CBI അന്വേഷണത്തിനെതിരെയൊക്കെ സുപ്രീം കോടതി സമീപിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. തെറ്റ് പ്രചരിപ്പിക്കില്ല. അങ്ങയുടെ പ്രേക്ഷകരെ, ഞാൻ അങ്ങയുടെ അതിഥിയാണ്, അങ്ങേ അവതാരകനാണ്, അങ്ങയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇതാ ഇപ്പോഴത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം തെറ്റ് പ്രചരിപ്പിക്കുന്നത് CBI-യും NIA-യും കസ്റ്റംസും ED-യും അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കത്തയച്ച് വരുത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് പിന്നെ അതിനെതിരെ സുപ്രീം കോടതി പോയെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയെന്ന് പറഞ്ഞ് എവിടെയാണ് എന്നാണെന്നും കൂടി പറയണം. അതിനുശേഷം ആര് പോയി? അന്വേഷണ ഏജൻസികൾ വന്നു. അന്വേഷണ ഏജൻസികൾക്കെതിരെ സമരം നടത്തി കേരളത്തിൽ. ഞങ്ങളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് ഇതൊക്കെ എല്ലാം അങ്ങ് നിഷേധിക്കാതെ അങ്ങനെ അതിനെതിരെയുള്ള സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തിന്റെ ഒരു വിഷയം എടുത്ത് നിങ്ങളെ കാണിക്കും. ഇപ്പൊ വളരെ പെട്ടെന്നൊക്കെ വിഷയം എടുക്കാൻ പറഞ്ഞു. നമ്മുടെ LDF നേതാക്കന്മാർ നിരന്തരമായി അന്വേഷണ ഏജൻസികൾ പീഡിപ്പിക്കുന്നു, അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ കറങ്ങിടക്കുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ എന്തിനാണ് ഹാഫിസ് ഈ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളും താങ്കൾ പറയുന്നത്? അസ്വസ്ഥനാകാതെ. അസ്വസ്ഥനൊന്നുമല്ല, ഞാൻ വളരെ ചോദ്യം ചോദിച്ച അങ്ങനെ അസ്വസ്ഥനാണ്. ഇവിടെ ഞാൻ കേന്ദ്ര ഏജൻസിക്കെതിരെ വിളിച്ചു വരുത്തിയ കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു ഇടതുപക്ഷക്കാരും സമരത്തിന് പോയിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യമേ വൈപ്പ് ഔട്ട് ചെയ്യുക. രണ്ടാമത്, ഇവിടെ കൃത്യമായ അന്വേഷണം ആവശ്യമുള്ളത് കൊണ്ടാണ് തൻ്റെ കീഴിലുള്ള പോലീസ് സംവിധാനം ഉണ്ടായിട്ട് പോലും അത് അന്വേഷിക്കേണ്ട. ഇത് അന്താരാഷ്ട്രമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിലേക്ക് കേന്ദ്ര ഏജൻസി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കത്തയച്ചു. അല്ല ശരി. അപ്പോൾ ഇപ്പോൾ MP ഗോവിന്ദ മാസ്റ്റർ പറയുന്നു ശിവശങ്കർ ജയിലിൽ കിടക്കട്ടെ, കുഴപ്പമില്ല. ഒപ്പം LDF-ന്റെ ഭാഗമല്ല എന്ന്, ശിവശങ്കർ LDF-ന്റെ ഭാഗമല്ല എന്ന് മാധ്യമങ്ങളോട് കാനം രാജേന്ദ്രൻ പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തെ LDF സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അതെ, എന്താ സംശയിക്കുന്നത്? നിങ്ങൾക്കാണ് ഭയം. നിങ്ങൾ ആശങ്കപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് താങ്കളടക്കം ഒരു മാധ്യമ പ്രവർത്തകരോ പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആശങ്കപ്പെടേണ്ട എന്ന് വളരെ വ്യക്തമായ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി അങ്ങേ ഓർമ്മിപ്പിക്കാറുണ്ട്. ആരാണ് ശിവശങ്കർ? ശിവശങ്കർ കൺഫേർഡ് IAS ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആരാണ് ശിവശങ്കർ? അദ്ദേഹം കൺഫേർഡ് IAS. അതിനപ്പുറം ആരായിരുന്നു സംസ്ഥാന ശിവശങ്കർ? ഞാനൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരായിരുന്നു ശിവശങ്കർ? നിഴല് പോലെ മുഖ്യമന്ത്രിക്കൊപ്പം നടന്നിരുന്ന ആളാണോ അയാൾ? ഇത്ര അധികം LDF നേതാക്കൾക്ക് ശിവശങ്കറിനെ തള്ളിക്കളയണം എന്ന് തോന്നുമ്പോൾ അത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണമല്ലോ. മുഖ്യമന്ത്രി കൂടെ നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല ആരാ ശിവശങ്കർ എന്ന്. എന്താ അതിന്റെ പ്രശ്നം? എന്താ? ചോദ്യം കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇനി ഉത്തരം പറയുമ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിവ് കൊണ്ടും അർഹത കൊണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ IAS കൺഫേർഡ് ചെയ്ത് കിട്ടിയ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് IT മേഖലയിലെ വൈദഗ്ധ്യം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി IT മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ IT സെക്രട്ടറിയായി നിയമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ IT സെക്രട്ടറിയായി നിയമിക്കുന്ന കാലഘട്ടത്തിലെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ IT സെക്രട്ടറിയായി തുടരാൻ സമ്മതിച്ചത്. ആ സമയത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉപദേശ സമിതി ഉണ്ടായിരുന്നു. ആ നേതൃത്വം കൊടുത്ത മുൻ DGP ആണ്, റിട്ടയർഡ് DGP ആണ്. രണ്ടാമത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ രാജ്യസഭാംഗമായ ശ്രീ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹമായിരുന്നു മാധ്യമ ഉപദേഷ്ടാവ്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം. പക്ഷേ അദ്ദേഹം ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. മറ്റേ സൗജന്യമായി തന്നെയാണ് സേവനം നൽകിയത്. പക്ഷേ തൻ്റെ കീഴിൽ വരുന്ന ഒരു IAS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉപദേശകനായി വെക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് IT സെക്രട്ടറിയായും ഒപ്പം ഈ കാര്യത്തിലുള്ള ഒരു ഉപദേശക കാര്യങ്ങൾ സ്വീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വളരെ പച്ചയായ പരമാർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ പിണറായി വിജയനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ CPI സെക്രട്ടറിയായ സഖാവ് കാനം രാജേന്ദ്രനോ
സഖാവ് ഗോവിന്ദൻ മാഷ് ആരും രംഗത്ത് വന്നിട്ടില്ല. അപ്പൊ ഈ ഇപ്പോൾ നടക്കുന്ന ED അന്വേഷണം ശരിയായ വഴിക്കാണ്, അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് നമുക്ക് ഭയമൊന്നുമില്ല. അല്ല, നിങ്ങളാണ് തുടർച്ചയായി ചർച്ചകൾ നടത്തി ആശങ്കപ്പെടുത്തി ജനങ്ങളെ ആശങ്കപ്പെടുത്താൻ നോക്കുന്നത്. കാര്യങ്ങൾ പോവുകയാണ്. ജനത്തിന് ഇപ്പൊ ക്ലിയർ ആയി. ജനത്തിന് കാര്യം അറിയണ്ടേ? ജനത്തിന് കാര്യം അറിയാനും അതിന് വ്യക്തത ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് മുന്നിൽ എത്താനും വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഈ അന്വേഷണം സുതാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. ശിവശങ്കറിന്റെ പൂർണ്ണ വിശ്വാസമാണ്. ശിവശങ്കറിന്റെ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CM രവീന്ദ്രനെ വിളിപ്പിച്ചതിലും പ്രശ്നമില്ല. ഈ കാര്യത്തിൽ അറസ്റ്റ് ശരിയോ തെറ്റോ എന്നുള്ളത് പറയേണ്ടത് ബഹുമാനപ്പെട്ട വിചാരണ കോടതി. സബ് ജുഡീഷ്യസ് ആയൊന്നും ഞാൻ പറയുന്നില്ല. ശരി, അല്ല, ആ ശബ്ദം പ്രശ്നമുണ്ടേ, ഒന്ന് ഓഡിയോ ഒന്ന് റെഡിയാക്കണേ. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൊന്നും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില സമയത്ത് അവർ നല്ല ആൾക്കാരും ചില സമയത്ത് അവർ മോശം ആൾക്കാരും ആക്കി പറയണ്ട. EDയുടെ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി പോയത് ആരാ പോയത്? CBIയുടെ അന്വേഷണം വരുന്നത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടി ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതാരാ? ആ വിജിലൻസ് അന്വേഷണം ഇപ്പൊ എവിടെ എത്തി? അതൊന്ന് പറയട്ടെ. അപ്പോൾ ചുരുട്ടി മടങ്ങി അവിടെ അല്ല, തെളിവൊക്കെ ഇപ്പൊ ഇവിടുന്ന് ചോദിച്ചാല് ഞാൻ ആ വിഷയം ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ നിങ്ങളെ പറയുന്നത് എടുക്കാൻ പ്രയാസം ആ വിഷയം എന്താണ് കാണിക്കട്ടെ. നിങ്ങളുടെ നേതാവ് KM മാണിയെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്ന ഞാൻ പറഞ്ഞു. പിന്നെന്താ വെറുതെ വർത്താനം പറയണ്ട. അല്ല, ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു, അങ്ങ് കാണിക്കൂ. കോഴമാണി എന്ന് വിളിച്ചതാരാ? കോഴ 5 കോടി റുപ്യ കോൺഗ്രസ്സുകാരാണ്, BJP-ക്കാരും കോൺഗ്രസ്സുകാരും. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് വിളിപ്പിച്ചത് രമേശ് ചെന്നിത്തല അതല്ല. എന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലപ്പെടുത്താൻ മാണിയുടെ ബഡ്ജറ്റ് തടസ്സപ്പെടുത്താൻ വന്നതാരാ? അതാ പറഞ്ഞത്, എനിക്ക് അതല്ലല്ലോ വിഷയം. അതിനാണെങ്കിൽ അന്ന് വേറെ ആളെ വിളിച്ച് ചർച്ച നടത്തുക. അല്ലല്ല, വിഷ്വല് കാണിച്ചു തരാം. സ്പീക്കറുടെ ഈ വിഷയം ഞാൻ വെല്ലുവിളിക്കുന്നു. ന്യൂസ് 18 പോലുള്ള ഒരു രാജ്യവ്യാപകമായ ശൃംഖലയുള്ള നെറ്റ്വർക്ക് ശൃംഖലയുള്ള ഒരു സംവിധാനത്തിൽ അത് കാണിക്കാൻ പറ്റുന്നത് കാണിക്കൂ. അങ്ങനെ ഒരു ഇടതുപക്ഷ നേതാക്കന്മാരെ പോയിട്ടൊന്നുമില്ല. വെറുതെ തെറ്റി പ്രചരിപ്പിക്കരുത്. നിങ്ങളെ സകല വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ വിവരക്കേട് ഞാൻ മറുപടി പറയാം. നമുക്ക് ആ വിഷയത്തിൽ അവസരം കിട്ടുമ്പോ പറയും. പറഞ്ഞോളൂ, വിവരക്കേട് ഞാൻ പങ്കെടുത്ത നിരവധി ചർച്ചകളിൽ EDയെ അതിരൂക്ഷമായ ഭാഷയിൽ CPM പ്രതിനിധികൾ വിമർശിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായ ഒന്ന് മിണ്ടാതിരിക്കും. പറഞ്ഞോളൂ. എന്നോട് നിങ്ങൾ സംസാരിക്കില്ല. ഞാൻ ബഹളം ഉണ്ടാക്കി 1 മണിക്കൂർ ഞാൻ ബഹളം ഉണ്ടാക്കും. നോക്കൂ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതാണ്. ഞങ്ങളുടെ ചർച്ചയിൽ പ്രധാനമായും വന്ന പ്രതിനിധി CPM-ന്റെ പ്രതിനിധിയായി വന്നത് ഷിജു ഖാനാണ്. ഷിജു ഖാൻ വളരെ കൃത്യമായി തന്നെ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വെച്ചു. മറ്റു ചാനലുകളിലൊക്കെ ഇന്നലെ പല ചാനലുകളുടെയും ചർച്ച, നിങ്ങളുടെ CPM-ന്റെ അനിൽകുമാർ അടക്കം പങ്കെടുത്ത ചർച്ചകൾ ഈ പറഞ്ഞു വെക്കുന്ന ഇതാണ് BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് പറയുന്നത്. താങ്കൾ ഈ പൊതുമധ്യത്തിൽ പെട്ടെന്നൊരു വിഷയം എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ഒരു പൊതുമധ്യത്തിലുള്ള കാര്യം വളരെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും സർവാത്മന, എനിക്ക് തോന്നുന്നു ചർച്ചയിൽ പങ്കെടുത്ത് ഈ അന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്ത ഒരു ഇടത് സഹയാത്രികൻ താങ്കൾ മാത്രമാണ്. ആദ്യമായിട്ട് വളരെ കൃത്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റാണ്, കൃത്യമായി പറയാണ്. കഴിഞ്ഞ ദിവസം ഷിജു ഖാന്റെ നമുക്ക് വളരെ പെട്ടെന്ന് മറുപടി പറയാമോ? പറഞ്ഞോ ശ്രീ പത്മനാഭൻ. അപ്പോൾ ഇവർ കേരള ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലൈഫ് മിഷനിൽ ചില സാങ്കേതിക വിഷയങ്ങൾ പറഞ്ഞിട്ട് EDയുടെ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. CBIയുടെ അന്വേഷണം കൂടി ഇവർ ചോദ്യം ചെയ്തിരുന്നു. അതിലും ഉത്തരവുണ്ട്. അതിൽ ഹൈക്കോടതി രണ്ടിനെ വേർതിരിച്ചു പറഞ്ഞു. അതായത് ഇതാണ് അതിന്റെ സംഭവം. ഫോറിൻ എയ്ഡ് ഷുഡ് നോട്ട് ബി മെയ്ഡ്
ത്രൂ ഗവൺമെന്റ് ഓഫീസേഴ്സ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഗവൺമെന്റ് ഫോറിൻ എയ്ഡ് വരാൻ പാടില്ല. പക്ഷെ ഫോറിൻ എയ്ഡ് മറ്റൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മുഖാന്തരം വരാം. അത് ഇവിടത്തെ ചാരിറ്റി ഓർഗനൈസേഷന് കൊടുക്കാം. അതിൽ അഴിമതിന്റെ കാര്യം CBIക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്കോ അന്വേഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഇവിടത്തെ ഒരു സ്വകാര്യ ഏജൻസി അവിടുത്തെ സ്വകാര്യ ഏജൻസിയും തമ്മിലാകുമ്പോൾ അതിൽ അഴിമതിയില്ല. പിന്നെ അതിൽ കള്ളപ്പണം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അതിന്റെ പേരിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും എന്താ പറയാ സൗകര്യങ്ങളോ ആനുകൂല്യങ്ങളോ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയാണ്. കേരള ഹൈക്കോടതി പറഞ്ഞതാണ്. ഫോറിൻ ഫണ്ട് ചാരിറ്റി കൂടെ വരുന്ന ആ ചാരിറ്റി എന്ന പേരിൽ വരുന്നതിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഇവിടുത്തെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കോ സ്വകാര്യ ഏജൻസിക്കോ കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിൽ എന്ത് നടന്നാലും കേന്ദ്ര ഏജൻസിക്കോ അഴിമതിക്കോ സ്കോപ്പില്ല. പക്ഷേ അതിന്റെ പേരിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അഴിമതിയായി അവിടെ EDക്ക് ജൂറിസ്ഡിക്ഷൻ വരുന്നു, CBIക്ക് ജൂറിസ്ഡിക്ഷൻ വരുന്നു. അത് അന്വേഷിക്കാമെന്നാ പറഞ്ഞത്. കേരള ഹൈക്കോടതിയുടെ റൂളിംഗ് ആണ്. ഇനി അതിപ്പോ എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. 10 മിനിറ്റ് സമയം തന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ആ കേരള ഹൈക്കോടതിയുടെ റൂളിംഗ് അവിടെയുണ്ട്. ഈ ലൈഫ് മിഷൻ കേസിൽ കേരള ഹൈക്കോടതി പോയിട്ട് കേരള ഗവൺമെന്റ് പോയതിൽ അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇൻവോൾവ് ആണ്. അവർക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ അഴിമതി വരും. അവിടെ CBIക്ക് ജൂറിസ്ഡിക്ഷൻ വന്നു, അവിടെ EDക്ക് ജൂറിസ്ഡിക്ഷൻ വന്നു എന്ന് കൃത്യമായി കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതിയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്തിന്? അങ്ങനെ കൊളാക്കാൻ വേണ്ടി. എന്നിട്ട് ഫയലും കൊണ്ട് പോയി. ഇതിപ്പോ എന്തായി? അപ്പൊ ഞാൻ എന്താ പറയുന്നറിയോ? ഇന്നാള് കുറ്റം ചെയ്തു എന്ന് ഇപ്പൊ നമ്മൾ പറയണ്ട. ED അന്വേഷിക്കട്ടെ. ഒരു ഉറപ്പാണല്ലോ. UV ജോസിന്റെ ഒരു മൊഴിയുണ്ടല്ലോ. അതായത് ഒരു ദിവസം രാവിലെ ശിവശങ്കർ എന്നെ വിളിക്കുന്നു, അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരണം, ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ പോയി. അവിടെ പോയപ്പോൾ CMന്റെ ഓഫീസിൽ UAEയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി UAE ഗവൺമെന്റ് ഇത്ര ലക്ഷം രൂപ ഇന്ത്യയിൽ പാവങ്ങൾക്ക് വീട് വെക്കാൻ, പ്രളയ ദുരിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വീട് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അത് പോയി ചർച്ച ചെയ്തു. CMന്റെ ഓഫീസിലെ ചർച്ച UV ജോസിന്റെ മൊഴിയുണ്ട്. അത് പൊതുജന മധ്യത്തിലും പൊതുസമക്ഷത്തിലുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ സംഘടന, അതായത് റെഡ് ക്രസന്റ് വരികയും അവര് ഇവിടെ ഒരു കൂട്ടർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉന്നത തലത്തിൽ ചർച്ച നടത്തിയതിനു ശേഷം നടന്ന ഒരു ഇടപാടാണ്. ആ ഇടപാടിൽ സ്വകാര്യ ഏജൻസികൾ തമ്മിലായിരിക്കാം. പക്ഷെ അതിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, അത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഈസ് ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അതായത് റെഡ് ഹാൻഡഡ്. കാരണം ആ 1 കോടി രൂപ ലോക്കറിന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച ആള് പറഞ്ഞു അത് ഇന്നത് കിട്ടിയതാണ്. കൂട്ടുപ്രതി സമ്മതിച്ചു കഴിഞ്ഞു. അല്ല, താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. താങ്കൾ പറഞ്ഞ ഒരു സ്ലോനെസ് ഈ അന്വേഷണത്തിൽ EDയുടെ ഒരു പതിവ് രീതിയാണെന്നൊക്കെ താങ്കൾ പറയുമ്പോഴും ഈ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടെങ്കിൽ ഇതിന് മുൻപേ എന്തൊക്കെ ആക്ഷൻ എടുക്കാമായിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത്. ചില വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ചില ഡൽഹി യാത്രകൾ ഉണ്ടാകുന്നു, ചില കാര്യങ്ങൾ മാറി മറിയുന്നു, പല ഏജൻസികളും കേരളത്തിലെ ഈ അന്വേഷണമടക്കം ഒന്ന് മന്ദീഭവിപ്പിക്കുന്നു. അങ്ങനെ പലവിധ ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ശ്രീ N. ശ്രീകുമാർ, അങ്ങനെ ഈ അന്വേഷണം ഇപ്പോൾ ഈ 2ാം ഘട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ED കൂടുതൽ ശക്തമായി, അവർക്ക് കുറച്ചുകൂടി ഈ സ്വപ്ന സുരേഷിനൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നേർവഴിക്കാണ് പോകുന്നത് എന്ന തരത്തിലൊക്കെ. അത്തരത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി നീങ്ങത്തക്ക വിധത്തിൽ അന്വേഷണ സംഘത്തിന് വേണ്ട തെളിവുകൾ ലഭിച്ചു, അല്ലെങ്കിൽ ആ തെളിവുകൾ വളരെ കൃത്യമായി തന്നെ അവർ പ്രയോഗിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, തെളിവുകള് ഇത്തവണ എനിക്ക് തോന്നുന്നു ED കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം നേരത്തെ രഞ്ജിത്ത് ചോദിച്ച പോലെ ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. കാരണം BJPക്ക് കേരളത്തില് കോൺഗ്രസ് UDF അധികാരത്തിൽ വരുന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതവർ നിറവേറ്റി കഴിഞ്ഞു. ഇനി അവർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം കേരളത്തിൽ LDF ആണ് ഭരിക്കുന്നത്. ഇനിയിപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം LDF ഒരു പ്രശ്നമല്ല. ഇനി LDFന്റെ CPMന്റെ നേതാക്കളെ കൊടുക്കാൻ ശ്രമിച്ചിട്ട് കുടുക്കിയാലൊന്നും BJPക്ക് ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവിടുന്ന് കോൺഗ്രസ് ജയിച്ചാലും CPM ജയിച്ചാലും ഡൽഹി പോയാലേ BJPക്ക് എതിരാവും. അപ്പൊ അവരുടെ രാഷ്ട്രീയമായി അവർക്കൊരു ഇനിയൊരു നേട്ടം അവർക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്നാലും ചിലവരുടെ നേതാക്കൾ തമ്മിലുള്ള അഡ്ജസ്റ്റൻ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനും കഴിയില്ല. പൊതു രാഷ്ട്രീയത്തിൽ BJPക്ക് ഇനി പ്രത്യേകിച്ച് താല്പര്യങ്ങൾ തൽക്കാലം ഇല്ല. അതുകൊണ്ട് EDക്ക് ഒരു സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ഇടതുപക്ഷ പ്രതിനിധി, ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പാണ് ആരാ സംസാരിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ.
അദ്ദേഹം വളരെ ന്യായീകരിക്കുന്നത് കണ്ടു. ഈ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ വളരെ വളരെ ന്യായീകരിക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ന്യായീകരിക്കുന്നതെങ്കിൽ എങ്ങനെ ഈ കേസൊക്കെ എങ്ങനെ പുറത്തു വന്നത്? വെറുതെ ഒരു കേസ് പൊട്ടിപ്പൊളിച്ചു വരില്ലല്ലോ. ഞാൻ പറയട്ടെ, 70കളുടെ എം.എൻ. ഗോവിന്ദൻ നായർ CPIയുടെ നേതാവാണ്. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ നേതാവാണ് എം.എൻ. ഗോവിന്ദൻ നായർ. എം.എൻ. ഗോവിന്ദൻ നായർ 1,00,000 വീട് പദ്ധതി ആരംഭിച്ചു. 1,00,000 വീട് പണിതു. 1,00,000 വീട് പണിതു. ഒരു അഴിമതിയും കേട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, UDFന്റെ ഗവൺമെന്റ് കാലത്തെ ഭവന പദ്ധതി കൊണ്ടുവന്നു. ഒരു അഴിമതിയും കേട്ടില്ലല്ലോ. ഇപ്പൊ എന്തുമാത്രമാണ്? 29 നഗരസഭയിൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചു. അതിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ 20 കോടിയുടെ അനുമതി വന്നു. 14 കോടി ഒരാൾക്ക് കിട്ടി. 6 കോടി അവിടെ ആ ബന്ധപ്പെട്ട കമ്പനിയുടെ കയ്യിൽ ഇരിക്കുന്നു. 14 കോടി ഒരാൾക്ക് ലോട്ടറി അടിച്ച പോലെ കിട്ടി. അദ്ദേഹം അത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ചെലവാക്കി. അത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കേൾക്കുന്ന പേരുകളൊക്കെ പുറത്തുള്ള പേരുകളല്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ, അദ്ദേഹം നേരത്തെ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത് കേട്ടു, UDF ഗവൺമെന്റ് കാലത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് UDF ഗവൺമെന്റ് കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ UDF അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്തി. മുഖ്യമന്ത്രിമാരും വരുമ്പോ IAS ഉദ്യോഗസ്ഥന്മാർ മാറില്ലല്ലോ, ഭരണം മാറുന്ന പോലെ. അപ്പൊ ഉമ്മൻചാണ്ടി കാലത്തും ശ്രീ ശിവശങ്കർ നല്ല സേവനം ചെയ്ത് കാണും. പക്ഷെ ഏത് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ ഭരണാധികാരികൾക്ക് കഴിയണം. അത് പിണറായി ഗവൺമെന്റ് വന്നപ്പോ എന്ത് പറ്റി? ഞാൻ ചോദിക്കട്ടെ, പിണറായി ഗവൺമെന്റിനെതിരെ സ്പ്രിംഗ്ലർ ആക്ഷേപം വന്നപ്പോഴേ അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രന്റെ പോയി പഠിപ്പിച്ചതാരാ? LDF കൺവീനർ ആയിരുന്നോ, മുഖ്യമന്ത്രിയായിരുന്നോ, CPM സെക്രട്ടറി ആയിരുന്നോ, അതോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ആയിരുന്നു? ശിവശങ്കർ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ എല്ലാ കാര്യത്തിലും അദ്ദേഹം അല്ല ഇടപെട്ടത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം കാനത്തിന്റെ അടുത്തേക്ക് ശിവശങ്കറിനെ വിട്ടത്. അപ്പൊ ബന്ധമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. പിന്നെ പറയാം, ഇടതുപക്ഷത്തിന് അങ്ങനെ പറയാം, കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിലിപ്പോ കേസ് ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഈ ദിവസവും റെഡ് ക്രസന്റ് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ യൂണിടാക്ക്, സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ്, ശിവശങ്കർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പേരുകൾ വിളിച്ചു പറഞ്ഞിട്ട് CPM നേതാക്കളൊക്കെ അപ്പുറത്ത് മാറി നിൽക്കുക, അവർക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെ തെളിയിക്കാൻ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നതൊക്കെ ഇപ്പൊ പൊളിയാൻ പോവാ. എങ്ങനെയാണ് ഒരു പ്രശ്നം ശ്രീകുമാർ, ഈ സമരത്തിലേക്ക് ഈ പുതിയ വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, ഈ കൂടുതൽ തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത്. പക്ഷേ സമരത്തിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അനുഭവമൊക്കെ മുന്നിലുള്ളതുകൊണ്ടാണോ ഈ സമരം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്നൊരു ബോധ്യമുണ്ടായതുകൊണ്ടാണോ? അല്ല, അതല്ല. അതായത് ഇത് നിരന്തര സമരം ചെയ്തതിന് ശേഷമുള്ള ഒരു തുടർക്കഥയാണിത്. ഇതിന്റെ സമരം നമ്മൾ UDF ചെയ്ത് തുടങ്ങിയിട്ട് ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷനിൽ അന്നറിയാമല്ലോ, ജയിക്കാനുള്ള ഒരു കോവിഡ് സാഹചര്യം അറിയാമല്ലോ. അതിനുശേഷം വീണ്ടും ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ ജനകീയ വിഷയങ്ങളുണ്ട്. ജനകീയ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ജനത്തെ നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയം. അതിപ്പോ ഈ LDF ഗവൺമെന്റിന് ഇത് തൽക്കാലം കത്തി നിൽക്കുന്നത് അവരുടെ ആവശ്യമാണ്. കാരണം ഈ നമ്മുടെ ഈ ലൈഫ് മിഷൻ അഴിമതി. കാരണം എന്താ വെച്ചാല് മറ്റേ ഇപ്പൊ 2 രൂപ കൂട്ടിയതിൽ പെട്രോളിന് വില കൂട്ടിയതൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വിഷയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ജനത്തിന്റെ വിഷയം അതാണ്. UDFന് അതേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് UDF നിരന്തര സമരത്തിലാണല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറന്നിട്ട് പോയിട്ട് പോലും കരികുടി കാണിക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തറങ്കൽ അറസ്റ്റ് ചെയ്യുന്നു. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം മടിയിൽ കനവുള്ളതുകൊണ്ടല്ലേ. പേടിക്കണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകുന്ന ആള് എന്തിനാ ഹെലികോപ്റ്ററിൽ പോകുന്നത്? ഇനി അതൊക്കെ വേണ്ട, വിമാനത്തിൽ പോയാലും രക്ഷയില്ല, ഹെലികോപ്റ്ററിൽ പോയാലും രക്ഷയില്ല. ഇനിയിപ്പോ കപ്പൽ മാർഗം ഉണ്ടെങ്കിൽ അതിൽ പോകേണ്ടി വരും, ബോട്ട് മാർഗം. ചിലപ്പോ അവിടെ യൂത്ത് കോൺഗ്രസ് ചെയ്യാൻ തന്നിരിക്കും. കാരണം സമരത്തിന്റെ പല മുഖങ്ങളുണ്ടല്ലോ. അപ്പൊ സമരം നടക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നിരന്തരം ഒരു തുടർച്ചയാണിത്. ഇത് അന്വേഷണം നടക്കുകയാണ്. ഇപ്പൊ നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ പോലെ ഒരു കാര്യം, നമ്മുടെ ഈ CBIയുടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ അനിൽ അക്കര, അതാണ് ഞാൻ പുതിയ മാനം എന്ന് പറഞ്ഞത്. അനിൽ അക്കര ഇതിന്റെ പരാതിക്കാരൻ, അദ്ദേഹം ഇപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CBI അന്വേഷണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി കൊടുത്ത് പിൻവലിക്കണം. രണ്ടാമത്തെ കാര്യം, വിജിലൻസ് അന്വേഷണം ഒപ്പം നടക്കണം. കാരണം എന്താ വെച്ചാൽ വിജിലൻസിന്റെ കയ്യിലാണ് രേഖകൾ ഇരിക്കുന്നത്, CBIക്ക് രേഖകൾ കിട്ടുന്നില്ല. എന്നിട്ട് CPM നേതാക്കൾ പറയുന്നത് എന്താ? അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കണമെങ്കിൽ EDക്ക് രേഖ കിട്ടണം. അപ്പൊ രേഖ കിട്ടാത്തതുകൊണ്ട് CBIക്കും പറ്റുന്നില്ല. അപ്പൊ അനിൽ അക്കര ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് 4 ദിവസം മുമ്പ്. ആ കത്തിന് മറുപടി നാളെ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുക്കും. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും സുപ്രീം കോടതിയിൽ പോകും. അപ്പൊ സുപ്രീം കോടതി പോകുമ്പോൾ ഇതെല്ലാം പതുക്കെ പുറത്തു വരും. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ഹാഫിസ്, ഇവിടെ ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചു,
സമാന്തരമായ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കുന്ന കാര്യം ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം പല ഫയലുകളും വിജിലൻസിൻ്റെ പക്കലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. അത് കോടതിയിലൊക്കെ പോയി അത് വാങ്ങേണ്ടി വരും, കാലതാമസം ഉണ്ടായേക്കാം. പക്ഷേ എന്നാലും ആ വിജിലൻസ് അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയും ശിവശങ്കർ തന്നെയാണ് പ്രധാന പ്രതിയായി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നോട്ട് പോക്കും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ വന്നപ്പോൾ മറുപടി പറഞ്ഞിട്ടതിലേക്ക് വരാം. അതിൽ CPI നേതാവായിരുന്ന MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചു, ഒരു അഴിമതി പോലും ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ലക്ഷം വീട് പണിതിട്ട് പോലും ഒരു അഴിമതി ആരോപണം ഉയർന്നിട്ടില്ല. അതേസമയം കോൺഗ്രസ് 1000 വീട് പണിയാൻ പോയിട്ട് 50 വീട് തികച്ച് പണിയാതെ ഈ നാട് മൊത്തം പണം പിരിച്ചു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ പോലും അന്വേഷണം നടത്തിയിട്ട് എങ്ങും എത്തിയിട്ടില്ല. ആദ്യം അവരവരുടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നാൽ മതി എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഭരണാധികാരികളെ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭരണാധികാരികളെ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണമായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ പരസ്യമായി ഉമ്മൻചാണ്ടിയെ മീറ്റിങ്ങിൽ വെച്ച് ശാസിച്ചു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടത് ഇരകളുടെ വായിൽ നിന്ന് തന്നെയാണ്. എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ കടകംപള്ളി ഭൂമി ഇടപാട് സംബന്ധിച്ച് പ്രതിയായ സാഹചര്യത്തിൽ അതിൽ ഇരകൾ അന്ന് 3 വയസ്സായിരുന്ന വ്യക്തിക്ക് പ്രതിയാക്കി കേസെടുത്തു. ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടി അടുത്ത് പരാതിയുമായി ചെന്ന സമയത്ത് എന്താണ് മനസ്സിലായില്ല. അതായത് ഇവിടെ ശ്രീകുമാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ കഴിയാത്ത ഭരണാധികാരികളാണ് ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു വെച്ചു. ആ കാര്യം അദ്ദേഹം തിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. കാരണം കടകംപള്ളി ഭൂമി ഇടപാടിൽ അന്ന് 3 വയസ്സുണ്ടായിരുന്ന കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം അയാളെ പ്രതിയെ കേസെടുത്തു. ഇതിനെതിരെ ഇവർ പരാതിയുമായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്നു. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഗൺമാനായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയെ വിരട്ടുകയാണ്. ആ കാര്യം നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഗതികേടൊന്നും ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഒരു ഇത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലാത്ത സ്വാധീനമുള്ള ഒരു നിങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കെതിരെ പൊതുമധ്യത്തിലുള്ള നിങ്ങൾ ഇപ്പൊ തള്ളിക്കളയുന്നു. കളയുന്നു, MP കളയുന്നു. ഈ മനുഷ്യനായിരുന്നു അറിയാലോ. നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടാണ് മറുപടി പറയാൻ അയാൾ പറഞ്ഞു തന്നെ ഭരണാധികാരി. അതൊരു ഉദാഹരണമാണ്. ഉമ്മൻചാണ്ടിയെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ കാലമല്ല എന്നുള്ള കാര്യം ശ്രീകുമാർ ഓർക്കുക. പിന്നെ 2021 ഇലക്ഷന് BJP LDF സഹായിച്ചെന്ന് പറഞ്ഞു. BJPക്ക് വോട്ട് കൂടുകയും BJP LDFന് പിന്നെ 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അവിടെ വോട്ട് നഷ്ടപ്പെട്ടത് പലയിടത്തും കോൺഗ്രസിനാണ്, അല്ലാതെ BJPയുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ട് തന്നെയാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ജനപിന്തുണ കൊണ്ട് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു 2 രൂപ പെട്രോളിന് വില കൂട്ടിയത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ കാര്യം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. 50 രൂപ പെട്രോളിന് BJP കൂട്ടിയപ്പോഴത്തേക്ക് സമരം ചെയ്യുന്നവർ ഈ ഇവിടുത്തെ നാട്ടുകാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിനെതിരെ ആണോ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനശ്രദ്ധ തിരിക്കേണ്ടത്? അങ്ങനെയൊന്നും പറഞ്ഞത്. പിന്നെ കരിങ്കൊടി പ്രകടനത്തിൽ ഹെലികോപ്റ്റർ പെടുന്നത്. കരിങ്കൊടി പ്രകടനം നടത്തുന്ന പേട്ടയിൽ ഒരു യുവാവിൻ്റെ ജനനേന്ദ്രം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പേട്ട SI ഉടച്ചു കളഞ്ഞത്. ആ കാര്യം വിഷ്വലുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ, അതായത് 10 മിനിറ്റും 1 മിനിറ്റും ചർച്ച നിർത്തി പോകുന്ന ആവശ്യമില്ല. നമ്മുടെ നെറ്റിൽ ഞെക്കിക്കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. പിന്നെ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണോ? അല്ലല്ലോ. ഉമ്മൻചാണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ച പോലെ കേരളത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. ആംബുലൻസ് വരെ തടഞ്ഞു നിർത്തിക്കൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴിയൊരുക്കിക്കൊണ്ടിരുന്നത്. വിമാനത്തിൽ പോയാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ കരിങ്കൊടി കാണിക്കുന്നു. അങ്ങനെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അതിന് അനുഭവത്തിന് ശേഷം ഇതാ LDF കൺവീനർ തള്ളിയിട്ട് ഞങ്ങളെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കരിങ്കൊടിയും കൊണ്ട് തെരുവിലിറങ്ങിക്കോ, തെരുവിൽ ഞങ്ങളും കാണാം. അങ്ങനെയൊന്നും ആരും പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ തീരുമാനിച്ച ഒരു കോൺഗ്രസ് നേതാവും ഒരു UDF നേതാവും തെരുവിലിറങ്ങില്ല. ശ്രീകുമാറെ അത് പോയി കരുതൽ തടങ്കലാണോ ഉദ്ദേശിച്ചത്? കരുതൽ തടങ്കല. ഞങ്ങൾ വിചാരിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ ഒരു സാധാരണ പ്രവർത്തനം വിചാരിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാരും ഇതുപോലെ കേരള സർക്കാരിന്റെ അല്ലാത്ത കാറിൽ ഈ കേരളത്തിൽ കൂടെ നടക്കുന്നില്ല, വിമാനത്തിൽ നടക്കില്ല. അല്ലാതെ എങ്ങനെയാണ് ഈ എല്ലാ കോൺഗ്രസ്സുകാരും പിടി ജയിലിലിടുന്നതാണ്? എല്ലാ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരെ തടയാൻ ഇവരുടെ നേതാക്കന്മാരെ തടയാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ ഇന്നലെ 1.5 കിലോമീറ്ററിനകത്ത് 2 കിലോമീറ്റർ കിട്ടി. അല്ല, അത് ഞങ്ങളോട് കർശന നിർദ്ദേശം നൽകിയതിന്റെ പേരിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തകരെ വിമാനത്തിൽ അതല്ല. ഇല്ലില്ല, അങ്ങ് അസ്വസ്ഥനാകണ്ട.
ഹെലികോപ്റ്ററിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് നോക്കിയാൽ അത് ഉമ്മൻചാണ്ടിയാണ്. വിമാനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാ. ആ വിമാനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ അരയിലൊക്കെ ഇരിക്കുക ഒരു കരിങ്കുടിയൊക്കെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ രീതിയിലേക്ക് പോകരുത് എന്ന് നിർദ്ദേശമുള്ളതിന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ മര്യാദയും മാന്യതയുടെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി നടക്കുന്നത്. ശ്രീകുമാർ പോയി നിങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞേക്കണം, KPCC ഓഫീസിൽ പറഞ്ഞേക്കണം, കന്റോൺമെന്റ് ഹൗസിൽ പറഞ്ഞേക്കണം. അല്ലാതെ ഞങ്ങളെ വരട്ടാണെന്ന് പറയണ്ട. ഞങ്ങളുടെ നേതാക്കന്മാരെ തടയാമെന്ന് വിചാരിക്കണം. കാരണം കേരളത്തിലെ അല്ലല്ല, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതർ, കേരളത്തിലെ ജലസേന ഉപമന്ത്രി റോഷി അഗസ്റ്റൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ഗ്ലാസിൽ കൂടം കൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ മാരാമണ്ണിനടുത്ത് കോഴഞ്ചേരിയിൽ അടിച്ചത്. ഞങ്ങൾ തിരിച്ചൊരു കൂടമെടുത്ത ഉയരത്തില്ലേ? അത് ചെയ്യരുത്, എടാ നീ അത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യരുത് എന്ന നിർദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തതെന്ന് ശ്രീമാർ അറിഞ്ഞോ? അത് നിങ്ങളുടെ മിടുക്കൊന്നുമല്ല കാണിക്കുന്ന ഗുണ്ടായിസം. ശ്രീകുമാർ, ഇനി കൂടുതൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഇനിയും കരിക്കടിയെ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നേതാക്കളൊന്നും അങ്ങനെ തെരുവിൽ ഇറങ്ങി നടക്കില്ല എന്നാണ്. അതിനുള്ള കപ്പാസിറ്റി ഉള്ള മുന്നണിയാണ് LDF. സംശയമുണ്ടോ? അല്ല, രഞ്ജിത്ത്, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ വെച്ചാല് ഭരിക്കുന്നത് CPM ആണ്. അപ്പം ഈ നമ്മൾ മുൻകൂട്ടി ഒരു മുഖ്യമന്ത്രി സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ നേരം വെളുത്ത് തന്നെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയാൽ അത് അവരുടെ ഒരു മിടുക്കായിട്ട് ഒരു കരുതുന്നെങ്കിൽ ആ മിടുക്ക് അവർ കൊണ്ടു നടക്കട്ടെ. ഞാൻ ഈ സുഹൃത്തിനോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. കരുതൽ തടങ്കലിന് CPM അനുകൂലമാണോ പ്രതികൂലമാണോ? കരുതൽ തടങ്കലിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് ആദ്യം പറ. അക്രമികളെ തടഞ്ഞു വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. അക്രമികളെ തടഞ്ഞു വെക്കപ്പെടേണ്ട CPMന്റെ അഭിപ്രായം CPMനോട് ചോദിക്കണം. ശ്രീകുമാർ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്റെ അഭിപ്രായം അക്രമം നടത്തുമെന്ന് തോന്നിയാൽ, കരിങ്കൊടി കാണിക്കണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ തെരുവിൽ അക്രമം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അക്രമത്തിനിരയായവരെ തടഞ്ഞു വെക്കാൻ CRPC വകുപ്പുണ്ട്. അവരെ കരുതൽ തടങ്കൽ ജയിലിലേക്കല്ല, ആ ഏതാനും മണിക്കൂറുകൾ നേരം പോലീസ് ഞങ്ങളെയൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കരുതൽ തടങ്കലിൽ കൊണ്ട് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞ കേസ് ഹാഫിസിന് അറിയാമോ? ആ കരുതൽ തടങ്കലാണ് ഇത്. ഈ പ്രിവന്റീവ് ഡിറ്റൻഷനെതിരെ ആദ്യം കോടതിയെ സമീപിച്ചു അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അറിയാം. ആ കാര്യം അദ്ദേഹം വിശദമാക്കും. പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ നിയമപോരാട്ടം നടത്തിയ പാർട്ടി CPM ആണ്. LDFന്റെ മുന്നണിയുടെ ഭാഗമാണ്. പ്രധാനപ്പെട്ട ഇങ്ങനെ ഇന്നും ഇന്നലെ 6 പേർ, ഇന്ന് 2 പേരെ കൂടി പിടിച്ചു. ഞങ്ങളെയൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കരുതൽ തടങ്കലിൽ വെക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ അയ്യോ, അതെനിക്ക് അതറിയത്തില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ചില അജ്ഞതകളുള്ള ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. അല്ല, ഞാൻ എന്റെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ സമയമാണ്. അതിന്റെ ഇടയ്ക്ക് കയറി രഞ്ജിത്ത് ശ്രീകുമാറിനോട് ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് വരാൻ പോകുന്ന പറഞ്ഞാൽ ദിവസങ്ങളോളോ ആഴ്ചകളോളോ ഒക്കെ അടിയന്തരാവസ്ഥക്കാലത്ത് വെച്ച കരുതൽ തടങ്കൽ പോലെയല്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് മദ്രാസ് കോടതിയെ ബഹുമാനപ്പെട്ട സഖാവ് AKG സമീപിച്ച പോലെയല്ല. ഇവർ കരിങ്കൊടിയുമായി അക്രമത്തിൽ കഴിഞ്ഞിട്ട് ഉറക്കെ ഒന്ന് ഹോൺ അടിച്ചാൽ പാഞ്ഞോടി തിരിഞ്ഞോടുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുമ്പിൽ. അതായത് കരിങ്കൊടി കാണിക്കാൻ വന്നവർ സുധാകരൻ മന്ത്രിയുടെ അകമ്പടി വാഹനം ഹോൺ അടിച്ചപ്പോൾ പേടിച്ചോടിയവരാ കോൺഗ്രസ്സുകാർ. അതുപോലെ ഒന്ന് ഉറക്കെ ഹോൺ അടിച്ചാൽ മതി. അല്ല കരുതൽ തടങ്കലൊക്കെ വേണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ശരി ശരി കേട്ടോ ശ്രീകുമാർ, വളരെ പെട്ടെന്ന്. അതായത് ഞാൻ പറയട്ടെ, അതായത് ഒരു കറുത്ത കൊട പിടിക്കാൻ പാടില്ല, ഒരു കറുത്ത മാസ്ക് ഇടാൻ പാടില്ല. ശരി, കോൺഗ്രസ് ഹോൺ അടിച്ചാൽ പേടിച്ചു. ശരി, കറുത്ത മാസ്കിന്റെ ആരാ പേടിച്ച്? കാക്ക പറക്കാൻ പാടില്ല, കാരണം കാക്ക കറുത്തതാ. ഇതൊക്കെ ആരാ പേടിച്ചത്? അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞു MM ഗോവിന്ദനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇദ്ദേഹം എന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ്. അതെ, അക്കാലത്ത് CPIക്കാരെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് മുന്നണിയിലാണ്. അതിന്റെ ഗുണമുണ്ട്, അത് മറന്നുപോയോ? അക്കാലത്ത് കോൺഗ്രസിന്റെ മുന്നണിയിലാണ് MM ഗോവിന്ദൻ നായർ. അങ്ങനെയാണ് MM ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റുകാരന്റെ MM ഗോവിന്ദൻ നായർ കോൺഗ്രസ് മുന്നണിയിരിക്കുമ്പോൾ CPIക്കാരും അഴിമതിക്കാരല്ല, ആരും അഴിമതിക്കാരല്ല. ആ MM ഗോവിന്ദൻ നായരുടെ കൂടെ ഇരുന്ന് കൂടുമെങ്കിലും 1000 വീടിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കാതിരുന്ന് കഷ്ടമായി പോയി. അത് പറയട്ടെ, ഞാൻ പറയട്ടെ. അത് നിങ്ങളെ അഭിപ്രായം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ സംസാരിച്ചു. അല്ല, KPCCയുടെ വീട് നിർമ്മാണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വീട് നിർമ്മാണം, അതിൽ അഴിമതിയാകാമല്ലേ? ഞാൻ പറയട്ടെ. അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയുടെ വീട് നിർമ്മാണം അതിൽ അഴിമതിയാകാം എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ വെറുതെ അഴിമതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരി, 1000 വീടിന് നിങ്ങൾ പിടിച്ച ഫണ്ട് എവിടെ പോയി? ഞാൻ പറയട്ടെ, നിങ്ങൾ വെറുതെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കില്ല. നിങ്ങൾ ഈ തടി രാഷ്ട്രീയക്കാരനെ ഒരു കവല പ്രസംഗം പോലെ നടത്തല്ലേ? താങ്കളുടെ കവല പ്രസംഗം ഒരു പ്രശ്നമുണ്ട്.
അതന്നെ സൂമിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ താങ്കൾ നേരിട്ടായതുകൊണ്ട് അത് കുറച്ചുകൂടെ ഷാർപ്പാണ് താങ്കൾ. അദ്ദേഹം പറയുന്നത് കുറച്ചും കൂടെ വ്യക്തമാകേണ്ടത്. അതിന് സമയം കൊടുക്കണം അദ്ദേഹത്തിന്. പറഞ്ഞോളൂ. അതായത് ഞാൻ എനിക്ക് സൂമിലായതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇതിലിപ്പോ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് അല്ല വിട് അത് പറയട്ടെ. ശരി പറയൂ. ഞാനൊക്കെ എത്രയോ ചർച്ചയെ പങ്കെടുത്തു. ഇങ്ങനെ ഒരു അസഹിഷ്ണുതയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ഉത്തരം പറയും? നമ്മളെ നല്ല രാഷ്ട്രീയം സംസാരിക്കൂ. നിങ്ങൾ ചുമ്മാ വെറുതെ ഈ വളവളവള പറയല്ലേ. ആദ്യം നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചിട്ട് വന്ന് സംസാരിക്കൂ. ഒന്ന് നിർത്തൂ ശ്രീ ഹാഫിസ്. താങ്കൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഉണ്ടാവും ഉറപ്പായിട്ടും. ദയവായി ക്ഷമിക്കാം. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ചർച്ച ജനാധിപത്യപരമായിട്ട് പോട്ടെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് കരുതൽ തടങ്കലിന്റെ CPM-ത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല. ശരി, ഇദ്ദേഹം അനുകൂലിക്കുന്നുണ്ടോ പറഞ്ഞ അക്രമികളുടെ കാര്യമല്ല ചോദിച്ചത്. രാഷ്ട്രീയത്തിൽ കരുതൽ തടങ്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കളെ മുൻകൂർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെക്കും. അത് പോലീസുകാർ ഇഷ്ടമനുസരിച്ചിട്ടാണ് വെക്കണേ. അതിനെ CPM അനുകൂലിക്കുന്നുണ്ടോന്ന് ഇന്ന് അവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അവർ ചർച്ചകൾ വരുമ്പോഴും അവർ തെന്നി പോവാണ്. ഇദ്ദേഹം അതിനെ അനുകൂലിച്ചിട്ടുള്ള ആളാണെന്ന് ഇപ്പൊ ഇദ്ദേഹം പറയുന്നു. ആയിക്കോട്ടെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവണം എന്താണ്, ഇദ്ദേഹത്തിന് കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടില് ഇന്നിപ്പോൾ ഇതുവരെ എല്ലാ കാര്യത്തിലും അഴിമതി വരുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ ഗവൺമെന്റില് PhD ഡോക്ടറേറ്റിന്റെ കാര്യത്തിൽ അഴിമതി വരുന്നു, മറ്റേ ഇന്ധനവിലയുടെ അഴിമതി വരുന്നു, തൊട്ടതിലൊക്കെ അഴിമതി വരുന്നു. കേരയിൽ പദ്ധതി എവിടെ പോയി? അതിൽ അഴിമതി വരുന്നു. എവിടെയാ അഴിമതി ഇല്ലാത്തത്? ഇനി അതൊക്കെ പോട്ടെ. G. സുധാകരൻ എന്താ പറഞ്ഞത്? അത് മറന്നുപോയോ? G. സുധാകരൻ CPM നേതാവ്. ഇനി അതൊക്കെ പോട്ടെ. ആലപ്പുഴയിൽ എന്തിനാ CPM-മാർ തമ്മിലടിക്കുന്നത്? കണ്ണൂരിൽ എന്തിനാ CPM-മാർ തമ്മിലടിക്കുന്നത്? കണ്ണൂരിൽ എന്തിനാ നാളെ വിശദീകരണ പൊതുയോഗം വെച്ചത്? ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എന്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നത്. ഇതൊക്കെ നാളെ പുറത്തു വരുന്നുള്ള ഭയം കൊണ്ടാണ്. മടിയിൽ കനമുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം ചെയ്യാൻ വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ വീട്ടിൽ പോയിട്ട് തടഞ്ഞു വെക്കുന്നത്. അതിന്റെ കരുതൽ തടങ്കൽ എന്ന് പറയും. അത് ഒരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കാറില്ല, വിവരമുള്ള ആളുകളും അനുകൂലിക്കാറില്ല. ശരി, ശ്രീപത്മനാഭൻ, ഇവിടെ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് വന്നാലേ, ദുബായ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ റെഡ് കോർണർ നോട്ടീസ് അയച്ച് ഇവിടെ എത്തി ചോദ്യം ചെയ്യണമെന്നൊക്കെയുള്ള ആവശ്യം LDF കാലാകാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. അല്ലാതെ ആ വിഷയത്തിൽ അഴിമതി 20 കോടിയൊക്കെ റെഡ് ക്രസന്റിനെ ഏൽപ്പിച്ചത് ദുബായ് കോൺസുലേറ്റ് ദുരുപയോഗം ചെയ്താൽ എങ്ങനെയാണ് അത്തരത്തിൽ ഞങ്ങളിലേക്ക് അന്വേഷണം വരിക എന്ന ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ED-യുടെ ഇടപെടൽ അത് കാര്യക്ഷമമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഈ പറഞ്ഞതുപോലെ ഗൗരവമായി തന്നെ ആണെങ്കിൽ അത്തരം നിരവധി അന്വേഷണങ്ങളുടെ സാഹചര്യമൊക്കെ ഒരുങ്ങി വരേണ്ടതുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ED വളരെ അധികം ആഴത്തിൽ പോയി ഓരോ തെളിവും ശേഖരിച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. കാരണം ഒരു സർക്കാർ സംവിധാനത്തിനെതിരായിട്ടുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ശിവശങ്കരനെതിരെയുള്ള അന്വേഷണം. അതൊന്നും അല്ല. ശിവശങ്കരനൊന്നും അല്ല. ശിവശങ്കരനും കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ അവതാരങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞത്. അപ്പൊ ഈ അവതാരങ്ങളും ചേർന്ന് നടത്തിയ ഒരു വലിയ അഴിമതിയാണ്. അത് എല്ലാ മേഖലയിലും നടത്തിയിട്ടുണ്ട്. അവര് ഈ വീടുണ്ടാക്കി കൊടുക്കുന്ന വിദേശ സഹായത്തിന് നടത്തിയിട്ടുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തും ഇതേ ആളുകൾ ചേർന്നാണ് നടത്തിയത്. അപ്പൊ ഇതൊക്കെ എത്ര കണ്ട് ഈ ഭരണത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പങ്കുണ്ട്, അവരുടെ സഹായം എത്രയാണ്, അവർക്ക് ഇതിൽ കിട്ടിയ ലാഭം എത്രയാണ്, അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെയധികം ആഴത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഒരു 1.5 കൊല്ലമായി പറയുന്നത് ഒക്കെ കഴിഞ്ഞു, ഒക്കെ തീർന്നില്ല എന്നാണ്. ഇപ്പൊ തീർന്നിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഇത് തീരാനൊന്നും പോകുന്നില്ല. സമയമെടുക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ ഇത് തീരാനൊന്നും പോകുന്നില്ല. ഇതിൽ പണം വാങ്ങിയ ആൾക്കാർ, ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ആൾക്കാർ, ഇതിൽ ഗൂഢാലോചന നടത്തിയ ആൾക്കാർ, അവരൊക്കെ നിയമത്തിന് മുമ്പിൽ വരേണ്ടി വരും. അതൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഇപ്പൊ നടക്കണം, നാളെ നടക്കണം, ഒരാഴ്ച കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അവരെ പാട്ടിന് വിടുക. അത് അവരുടേതായ സൗകര്യത്തിൽ അവരുടേതായ രീതിയിൽ ചെയ്യും. അതിനെ മേൽനോട്ടം വഹിക്കാൻ കോടതിയുണ്ട്.
അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ CBI അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി ഇപ്പൊ CBIക്ക് അന്വേഷിക്കാവുന്നത് എവിടെയാണ്, അന്വേഷിക്കാൻ പാടില്ലാത്തത് എവിടെയാണെന്ന് കൃത്യമായി ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഇപ്പം സുപ്രീം കോടതി പോയത്. അത് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പോയത് ചിലപ്പോൾ അബദ്ധമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും CBIക്ക് ഫയൽ വിജിലൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ CBI അത് കോടതിയിൽ പോയിട്ട് വാങ്ങിക്കും, അതിലൊന്നും ഒരു തർക്കവും വേണ്ട. വിജിലൻസിന്റെ കയ്യിലുള്ള അവസാനത്തെ ഫയലും CBI അത് കോടതിയിൽ പോയി ഉത്തരവ് എടുത്ത് കൈവശപ്പെടുത്തും. അതിൽ ആർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ടോ, അതിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ MLA മാർ മന്ത്രിമാർ ഉൾപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെയാണല്ലോ ഈ പബ്ലിക് അഴിമതി നിരോധന പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ കീഴിൽ വരിക. അപ്പൊ കൊടുത്തവനും വാങ്ങിയവനും ഒക്കെ നിയമത്തിന് മുമ്പിൽ വരും. പക്ഷെ ഇതിന് അതിൻ്റെതായ സമയമെടുക്കും. കാരണം അതിബുദ്ധിമാന്മാരായ ആൾക്കാർ നടത്തിയ കുറ്റകൃത്യമാണ്. വിവരം കെട്ട ആൾക്കാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ നടത്തിയ കുറ്റകൃത്യമല്ല. IAS-ഉം ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള, ഉന്നത നിലവാരമുള്ള ആൾക്കാർ നടത്തിയ കുറ്റകൃത്യമാണ്. വൈറ്റ് കോളർ ഒഫൻസ് ആണ്, സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഇപ്പൊ തെളിവുകളൊക്കെ കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, കുറെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കണ്ടെത്താൻ സമയം വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ആരും ഒന്നും ഇതിനെപ്പറ്റി മുൻവിധിയോടുകൂടി സംസാരിക്കേണ്ട. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്, കാത്തിരുന്ന് കാണുക, അത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ചത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് എവിടെ എത്തി എന്നുള്ളതായിരുന്നു. ഈ മടിയിൽ കനവില്ലെങ്കിൽ, അന്വേഷണത്തെ ഭയമില്ലെങ്കിൽ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണെങ്കിൽ ഇതെന്തിനാണെന്ന് അന്വേഷണം ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്? പിന്നെ അനക്കൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാണ്? സ്പെസിഫിക് ആയിട്ട് അതിലേക്കൊന്നും വന്നു. അന്വേഷണം ഫ്രീസറിലേക്ക് വെച്ചിരിക്കുന്നിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ബഹുമാനപ്പെട്ട കോടതിയോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം എവിടം വരെ എത്തുന്നെന്ന് ഈ സാധാരണ പ്രജയായി എനിക്കോ ഒരു മാധ്യമ പ്രവർത്തനായ മഹാനായി അങ്ങേക്കോ ഒന്നും ചോദിക്കാൻ പോലും അവകാശമില്ല. അത് ഡിസ്ക്രിപ്ഷൻ പവർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തിൻ്റെ പേരിലായാലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയുടെ ഭാഗത്ത് തന്നെ വരുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി അത് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓർക്കേണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ അത് ഇടതുപക്ഷത്തെ മന്ത്രിമാരെ ബാധിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ ബാധിക്കുന്ന കാര്യമോ ഒന്നുമല്ല. പിന്നെ കറുത്ത മാസ്ക്, കറുത്ത കുട എന്നൊക്കെ പറഞ്ഞ് പിണറായി സർക്കാരിനെ ആക്ഷേപിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രതിനിധി ശ്രമിക്കുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ ഇപ്പോൾ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇതിൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഞാനിപ്പോൾ അത് നോക്കുകയായിരുന്നു. കറുത്ത പർദ്ദയിട്ടവരുടെ ചിത്രങ്ങൾ, കറുത്ത ഷർട്ടിട്ടവർ, ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കൽ കറുത്ത മാസ്ക് മാറ്റി വേറെ മാസ്ക് ധരിക്കാൻ പറഞ്ഞതിന് തെറ്റാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കറുപ്പ് കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന ആളൊന്നുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മന്ത്രിമാരും. ആ കാര്യം അവിടെ ഇരിക്കുന്നു. പിന്നെ അന്വേഷണത്തിൻ്റെ കാര്യം, വിജിലൻസ് അന്വേഷണം ഇതുമായി കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കേണ്ട. കാരണം ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ, കാരണം നമ്മൾ ഈ കത്തയച്ച സമയത്ത് കേന്ദ്ര ഏജൻസി ക്ഷണിച്ചു വരുത്തിയ സമയത്ത് ഉണ്ടാകാതിരുന്നൊരു ആരോപണമായിരുന്നു ഉദ്യോഗസ്ഥന്മാർ പണം കൈപ്പറ്റി എന്നുള്ള ആരോപണം. ആ കാര്യത്തിൽ അന്വേഷണം നടന്നില്ല, വിജിലൻസ് അന്വേഷണം ആരംഭിച്ചില്ല, അല്ലെങ്കിൽ വിജിലൻസിനെ സംബന്ധിച്ചൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ആരോപണങ്ങൾ വന്നിട്ടും വിജിലൻസ് ഉറങ്ങുകയാണോ എന്നുള്ള ചർച്ചയായിരിക്കും താങ്കൾ നയിക്കേണ്ടിയിരുന്നത്. അത് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ചോദ്യമാണ്. അതിനകത്തൊരു ചോദ്യം വരുന്നുണ്ട്, വിജിലൻസ് എന്ത് ചെയ്യുന്നുള്ളത്. വിജിലൻസ് ഞാൻ പറയട്ടെ, ED എന്ത് ചെയ്യുന്നു ഈ കാര്യത്തിൽ? ED എന്ത് ചെയ്യുന്നു? അത് തന്നെയൊക്കെയാണ് വിജിലൻസ് ചെയ്യുന്നത്. ED ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോർത്തിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങളുടേതായ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ കഥ കിടക്കുന്നു. പ്രമുഖനെ ഒരാളെ അറസ്റ്റ് ചെയ്തേ, അയാളിപ്പോ ചോദ്യം ചെയ്യലാണ്. അതെ, 8ാം പ്രതിയാണ്. അത് ആയിക്കൊള്ളട്ടെ. അയാളെ 8ാം പ്രതി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ED തെറ്റായാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാക്കൾ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നു കൊണ്ട് നമ്മൾ 4 പേര് ഇവിടെയുണ്ട്. 4 പേരും ഒരു പൊതു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾക്ക് 4 പേർക്ക് 4 ചിന്താഗതിയും 4 മനസ്സുമാണ്. അതിലൊരാൾ ഒരു കാര്യം ഈ ചർച്ചയ്ക്കിടയ്ക്ക് അത് കയറി എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ 4 പ്രതിയാകത്തില്ല. തെറ്റ് ചെയ്ത് ഞാനാണെങ്കിൽ ഹഫീസാണ് തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ബാക്കി 3 പേർ തള്ളി പറയണം. അതല്ല, എന്നെ തെറ്റായ രീതിയിലാണ് എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ 3 പേരും കൂടെ മനസ്സുണ്ടെങ്കിൽ ചാറ്റ് കണ്ടായിരുന്നല്ലോ അല്ലേ ശിവശങ്കർ? ആ ചാറ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾ പറയണം. ഈ കോടതിയിൽ കൊടുത്താണ് ED.
ED കോടതിയിൽ കൊടുത്ത ED പറഞ്ഞിട്ടില്ല, മറ്റ് മാധ്യമങ്ങളൊന്നുമില്ല. ആണെന്നേ, ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും തെളിവുകളോടെ എല്ലാ കാര്യങ്ങളും താങ്കളുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. താങ്കൾ എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഉപോത്ബലമായ തെളിവ് എനിക്ക് ഇരിക്കട്ടെ. ഈ ദുബായ് ഞാൻ പറയാം, UAE കോൺസുലേറ്റ് ജനറൽ സ്വപ്ന സുരേഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ LDF തള്ളിക്കളഞ്ഞ ശിവശങ്കർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും തള്ളിക്കളഞ്ഞ ജയിലിൽ കിടക്കേണ്ട ശിവശങ്കർ, ഇവർ 3 പേരിൽ അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ളതാണോ ആവശ്യം? ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തിന്നവൻ ആരാണെങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പൊതുസമൂഹത്തിനുള്ളത്. ആ ഒരു ചിന്താഗതി തന്നെയാണ് എനിക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യം. പറഞ്ഞോളൂ. ചോദ്യം എന്നോടല്ലല്ലോ. അല്ലല്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണ് ഓർപ്പിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു നേതാവും ഒരു മന്ത്രിസഭാംഗമോ ഭരണാധികാരിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട് നടത്തിയിരിക്കുന്ന രാഷ്ട്രീയപരമായ നിയമനങ്ങളോ ഒക്കെ വെച്ച് ആരെങ്കിലും ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാധ്യസ്ഥമാണ്. ഈ സാഹചര്യത്തിൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തെ മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്ന ശിവശങ്കർ കാണിച്ച തെറ്റിന് ശിവശങ്കർ മാത്രമാണ് മറുപടി പറയേണ്ടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ ബാധിക്കുന്ന കാര്യം വന്നാൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുണ്ടായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിൽ യാതൊന്നുമില്ല. സമയമെടുത്ത് വിശദമായി തന്നെ ED അന്വേഷിക്കട്ടെ. ഞങ്ങളാരും ഭയക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ, ഈ മുന്നണിയെ പൂർണ്ണമായ വിശ്വാസമാണ്. ആ വിശ്വാസം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഇനി വിജിലൻസിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ അപേക്ഷ കൊടുക്കുക. അവിടെ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി നൽകും. ശ്രീകുമാർ, ഈ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു 1.5 വർഷം മുൻപൊക്കെ വലിയ തരത്തിൽ ഒരു വർഷമായി വലിയ ചർച്ചയാക്കിയതാണ്. നമ്മൾക്ക് ഒരുപാട് ചർച്ചകളില്ല ആ സമയത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്. ആ സ്വർണ്ണക്കടത്ത് എവിടെ പോയി നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ വിഷയം, അനിലക്കര അടക്കം വലിയ പോരാട്ടം നടത്തുന്നു, കോടതിയിൽ നടത്തുന്നു. അനിലക്കര പോലും അവിടെ വോട്ടുകൾക്ക്, നിസ്സാരമായ വോട്ടുകൾക്കാണെങ്കിൽ തോറ്റുപോയത് നമുക്കറിയാം, ആ പ്രധാനപ്പെട്ട ഈ അഴിമതി നടന്ന പ്രദേശത്ത്. അങ്ങനെ കോൺഗ്രസിന് മുന്നിൽ അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് ഈ പോരാട്ടത്തിൻ്റെ പേരിൽ. ഒട്ടും സുഖകരമല്ല. പിന്നെ അന്വേഷണം വീണ്ടും രണ്ടാമത് ഒരു 1.5 വർഷത്തിന് ശേഷം വീണ്ടും പുനരുജ്ജീവിച്ച് വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ജനത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിനപ്പുറം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഒരു പ്രയാസമാകുന്നുണ്ടോ? ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിലുള്ള തെളിവുകളൊന്നും പുറത്തു വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ പൊതുവെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ? അല്ലെന്താ, അത് പരമ്പരാഗത സമര രാഷ്ട്രീയം മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. കാരണം ജനത്തിൽ ഈ വിഷയത്തെ ജനം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്താ പഠിച്ചു കഴിഞ്ഞ്? വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കോടികളുടെ അഴിമതി നടന്നു. അവിടെ ഇപ്പോൾ ആ കെട്ടിട നിർമ്മാണം സ്തംഭിച്ചിരിക്കുന്നു. കെട്ടിട നിർമ്മാണം സ്തംഭിക്കാൻ കാരണം അഴിമതിയാണ്. അഴിമതിക്ക് കാരണം ഇവിടെ പഠിച്ച പിണറായി ഗവൺമെന്റ് ആണ്, അതിലത്തെ ഉദ്യോഗസ്ഥരാണ്. ആ അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. അത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുമോ എന്നുള്ള ഭയം കൊണ്ട് CPM അവരുടേതായ രീതിയിൽ ചില മാർഗഭ്രംശത്തിലേക്കൊക്കെ പോകുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പൊ അതൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസും UDF-ഉം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് സമരത്തെ ഇറങ്ങാത്ത എന്ന് ചോദിച്ചാൽ, ഇതൊരു അന്വേഷണം നടക്കുന്ന തുടർ കേസാണ്. പെട്ടെന്ന് പൊട്ടി വീണതല്ല. പെട്ടെന്ന് പൊട്ടി വീണത് എന്താണ്? 2 രൂപ കൂട്ടിയതാണ് പെട്ടെന്ന് പൊട്ടി വീണത്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ, കാരണം ജനങ്ങളുടെ വിഷയം അതാണ്. ഇപ്പൊ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്താലും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീണ്ടാലും ജനത്തിന് കഞ്ഞി കുടിക്കേണ്ട കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ലല്ലോ. അപ്പൊ ജനത്തിന് ഇപ്പൊ കഞ്ഞി കുടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? വിലക്കയറ്റമാണ്. അപ്പൊ വിലക്കയറ്റത്തിൽ ജനത്തിനൊപ്പം നിൽക്കുക. അല്ലാണ്ട് വിലക്കയറ്റം നടക്കുമ്പോൾ ED-യുടെ കാര്യത്തിലേക്ക് UDF-ഓ കോൺഗ്രസിനോ പോകാൻ പറ്റുമോ? കാരണം ജനത്തിന്റെ മുഖം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. എന്താണ് ജനത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ? പൊതുജനം എന്ന് മൊത്തത്തിലെടുത്താൽ ജനത്തിന്റെ മുഖമില്ലല്ലോ. അപ്പൊ ആ ജനത്തിന്റെ മുഖം എന്താണ്? ഒന്ന് ഭരണപക്ഷവും ഒന്ന് പ്രതിപക്ഷവും. അപ്പൊ പ്രതിപക്ഷമാണ് ഇപ്പൊ ജനത്തിന്റെ സമരമുഖം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. അപ്പൊ ആ പ്രതിപക്ഷം എന്താണ്? അവർക്ക് ജനകീയ വിഷയങ്ങളാണ് കൂടുതൽ ഇടപെടുന്നത്. മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതല്ല, കാരണം നേതാക്കൾ അവരുടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അത് നിയമപരമായിട്ടാണ് കൂടുതൽ പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനിലക്കര ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്ത്, ആ കത്തിന് നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ പോലെ വിജിലൻസിന്റെ കയ്യിലിരിക്കുന്ന രേഖ CBIക്ക് കിട്ടണം. അത് കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ അത് കിട്ടാനുള്ള മെറ്റീരിയലാണ് അനിലക്കരയ്ക്ക് ഇതുവഴി കിട്ടുന്നത്. എന്ത് മെറ്റീരിയല്? അനിലക്കര ഒരു കത്തയക്കുന്നു ആഭ്യന്തര സെക്രട്ടറിക്ക്. അദ്ദേഹം വിവരാവകാശ പ്രകാരം അതിന് മറുപടി കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും കൊടുത്തേ പറ്റൂ മറുപടി. ആ മറുപടി വെച്ചുകൊണ്ട് അനിലക്കര സുപ്രീം കോടതി സമീപിക്കും. അപ്പൊ സുപ്രീം കോടതി ചോദിക്കും എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം സ്തംഭിച്ചത്. അപ്പൊ ഉത്തരം എന്താണ്? നമ്മൾ മറന്നുപോയൊരു കാര്യം ഞാൻ പറയാം. എന്താണ് ആ മറന്നുപോയത്?
മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോ എന്ത് പറഞ്ഞു? അന്വേഷണമൊന്നും മുഖ്യമന്ത്രിയിലേക്കൊന്നും വരുന്നത് വേണ്ട കേട്ടോ, പേടിക്കണ്ട അല്ലേ പറഞ്ഞേ. അപ്പൊ വിജിലൻസിനൊന്നല്ല, കൊച്ചുകുട്ടിക്ക് കാര്യം മനസ്സിലായില്ലേ? വിജിലൻസ് അവിടെ അന്വേഷണം നിർത്തി. വിജിലൻസ് വീണ്ടും നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ കുടുങ്ങുന്നത് ആരായിരിക്കും? പിന്നെ വേറൊരു കാര്യം അല്ല, അതിപ്പോ കാലാകാലങ്ങളായി ഏത് ഭരണത്തിൽ സംഭവിച്ചാലും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാലും ഭരണത്തിൽ പെടുന്നവരെ അങ്ങനെ കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ. അതിപ്പോൾ ഈ വിജിലൻസ് ആണെങ്കിൽ ഒരു പക്ഷേ കൂട്ടിലടച്ച തത്ത എന്ന് കുറച്ചുകൂടി വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അല്ല അല്ല അത് കറക്റ്റാ, രഞ്ജിത്ത് പറഞ്ഞ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ അതല്ല, ഇവിടെ ഈ വിഷയത്തിൽ അഴിമതി ഇല്ലെന്നാണല്ലോ അവർ പറയുന്നത്. എങ്കിൽ പിന്നെ വിജിലൻസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് എന്തിനാണെന്നാ ചോദ്യമുള്ളൂ. അഴിമതി ഇല്ല എന്ന് രാഷ്ട്രീയ നേതൃത്വം പറയുന്നു. അല്ല, അതിനാണ് ശ്രീ ഓഫീസർ പറഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ട്, വിവരാവകാശ പ്രകാരം 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് വിവരം ലഭിക്കും. അല്ല, നിങ്ങൾ ഈ പുറത്തിരുന്ന് ഇക്കാര്യം പറയുന്നതിനാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നടക്കുന്നുണ്ടാവും ഒരു പക്ഷെ, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഈ ഇഡിയുടെ കാര്യം പറഞ്ഞ പോലെ വളരെ സ്ലോ പേസിലായിരിക്കാം. അല്ല രഞ്ജിത്ത്, 2 ദിവസം ക്ഷമിക്കുക. അനിൽ അക്കരയുടെ കത്തിന് മറുപടി കിട്ടിയ അവർക്ക് കാര്യം മനസ്സിലാവും. 2 ദിവസം ക്ഷമിച്ചാൽ മതി. അനിൽ അക്കരയ്ക്ക് മറുപടി കൊടുത്തേ പറ്റൂ. വിവരാവകാശ പ്രകാരം അനിൽ അക്കര അപേക്ഷിച്ചാൽ മറുപടി കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ആ മറുപടി എന്തായാലും കിട്ടും. അപ്പൊ അതിലൊരു തീരുമാനമാകും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാലേ, ഇതിലിപ്പോ ഇതിലെ അഴിമതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് ആരെയാ ബാധിക്കുന്നത്? ഇത് രാഷ്ട്രീയമായിട്ട് ബാധിക്കുന്നത് ആരെയാ? CPM-നെ അല്ലേ? ബാധിക്കുന്നതല്ല, ബാധിച്ചു. ഗോവിന്ദ മാഷ് ഇപ്പൊ ജനസമ്പർക്ക പരിപാടി നടത്തിയ CPM പ്രവർത്തകർ 2 ആഴ്ച മുമ്പല്ലേ. ഇപ്പോഴാണെങ്കിൽ അവർക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? ഏതെങ്കിലും CPM നേതാവിന്റെ വീട്ടിൽ കയറാൻ പറ്റുമോ അവർക്കിപ്പോ? അവർ ജനം ചോദിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് CPM വല്ലാതെ ബാധിച്ചു. കാരണം എന്താ വെച്ചാൽ അഴിമതി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാർക്സിസ്റ്റുകാരുടെ മുഖമാണ് എന്ന് ജനം ഓരോ ദിവസവും തിരിച്ചറിയാണ്. അപ്പൊ അങ്ങനെ അഴിമതി വരുന്നതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഭയക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ച് വീട്ടിൽ വെക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതത്തറങ്കലിൽ വെക്കുന്നതിന് യൂത്ത് കോൺഗ്രസ്സുകാർ അതുകൊണ്ടൊന്നും ഇല്ലാതാകുന്നില്ല. കാരണം കരുതത്തറങ്കലിൽ വെച്ചിട്ടാണ് മിനിയാന്ത ഹെലികോപ്റ്ററിൽ പോയത്. അവിടെയും 2 യൂത്ത് കോൺഗ്രസ്സുകാരെത്തി സമരം ചെയ്തു, കരിങ്കൊടി കാണിച്ചു. അവിടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വെടുക്ക്. അത് ഈ സമരത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയാണ് എല്ലാത്തിലും പ്രതി. അപ്പൊ ഒരു വ്യക്തിയെ എല്ലാത്തിലും പ്രതിയാകുമ്പം എല്ലാ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം അത് തന്നെയാണ്. അതിപ്പോ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ആരാണ്? സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ മന്ത്രിസഭയുടെ തലവനാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്നോ അദ്ദേഹം വ്യക്തിപരമെന്ന് പ്രശ്നം. പിണറായി വിജയനെതിരെ അല്ല ഈ സമരം, ഇത് മുഖ്യമന്ത്രിക്കെതിരായ സമരമാണ്. അത് പിണറായി വിജയനിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേസിന്റെ നാൾ വഴി അതിന്റെ ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് അത് അദ്ദേഹത്തിലേക്ക് വരുള്ളൂ. ശരി, ശ്രീപത്മനാഭൻ, ഇവിടെ ഈ ED സ്വപ്ന സുരേഷ് തെളിച്ച വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം LDF കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം CM രവീന്ദ്രൻ നിങ്ങൾ ചോദ്യം ചെയ്യൂ, CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്ന് സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ടു. അതിനുശേഷം ഉടൻ CM രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. അങ്ങനെ വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. ഈ EDയെ പൂർണ്ണ വിശ്വാസമാണെന്ന് പറയുന്നു. ഇത് ഈ നേരത്തെ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സ്വപ്ന സുരേഷ് പറയുന്ന വഴിയിലൂടെയാണോ അന്വേഷണ ഏജൻസിയുടെ സഞ്ചാരം? ഓഡിയോ ഒന്ന് ശരിയാക്കണം, മ്യൂട്ടാണ്. രണ്ട് കാര്യമാണ് അതിൽ. സ്വപ്ന സുരേഷ് പറയുന്ന വഴിയിലൂടെയാണോ അന്വേഷണം എന്ന് ചോദിച്ചാൽ, സ്വപ്ന സുരേഷ് പറയുന്ന രീതിയിലല്ല അന്വേഷണം. അത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ സ്വപ്ന സുരേഷ് പറയുന്നതിന് ഈ കേസിൽ പ്രസക്തിയുണ്ട്. കാരണം കൂട്ടുപ്രതിയാണല്ലോ. ഈ ലോക്കർ ആരുടെ ലോക്കറാണ്? ഈ ലോക്കർ ജോയിന്റ് ലോക്കർ ആയിരുന്നല്ലോ ഈ 1 കോടി റുപ്യ കിട്ടിയ. അപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്ന രീതിയിലല്ല അന്വേഷണം. പക്ഷേ സ്വപ്ന സുരേഷ് എന്ന കൂട്ടുപ്രതി പറയുന്നതിന് പ്രസക്തിയുണ്ട്. കാരണം അവർ കൂട്ടുപ്രതിയാണ്, അവരുടെയും കൂടി പേരിലുള്ള ലോക്കർ എന്നാണ് 1 കോടി റുപ്യ കിട്ടിയത്. അത് ഈ ലൈഫ് മിഷന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട പണമാണ്. അപ്പോൾ പറഞ്ഞത് അതാണ് അതിന്റെ സത്യം. അവര് പറയും ഞാനും നിങ്ങളും കൂടി ഒരു കുറ്റകൃത്യം നടത്തിയാൽ ഞാൻ പറയുന്ന പോലെ പോലീസ് അന്വേഷിക്കണം എന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതിന് പ്രസക്തിയുണ്ട്, കാരണം ഞാൻ കൂട്ടുപ്രതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്വപ്ന സുരേഷിനെ പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റില്ല, എന്നാൽ പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാനും പറ്റില്ല. അപ്പൊ അതിന് ഉപോത്ബലകമായ തെളിവുകൾ കിട്ടണം. അപ്പോൾ അതിന്റെ തെരച്ചിലാണ് ED. അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ED രവീന്ദ്രനെ വിളിച്ചു എന്ന് ഞാൻ പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ കണ്ടതായിട്ട് അറിയില്ല. ഇന്ന് രാവിലെയാണ് ആ വാർത്ത വന്നത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കുന്നത് ED ഔദ്യോഗികമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലേ, അതോ നോട്ടീസ് അയച്ചു? മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അപ്പൊ നോട്ടീസ് അയക്കട്ടെ, നോക്കട്ടെ, വിളിക്കുമെന്ന് നോക്കുക, കാത്തിരിക്കുക.
രവീന്ദ്രന് പങ്കുണ്ടെങ്കിൽ രവീന്ദ്രനെ വിളിക്കും. രവീന്ദ്രനെ ചോദ്യം ചെയ്തിട്ട് തെളിവുകൾ കിട്ടിയാൽ രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇ ഡി അതും ചെയ്യും. പക്ഷെ അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിഷയത്തിൽ ആദ്യം മുതലേ പറഞ്ഞത് കാത്തിരിക്കുന്നു കാണും. നമുക്ക് ഈ അന്വേഷണത്തിൽ അതിന്റെ ഒരു കാര്യം ഉറപ്പ് തരാം, ഒരു കുറ്റവാളി രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു നിരപരാധിയെ കൊടുക്കാനും പോകുന്നില്ല. ആ പണി ഏതായാലും കേന്ദ്ര ഏജൻസി എടുക്കില്ല. നിരപരാധിയെ കൊടുക്കുകയും ചെയ്യില്ല, ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുകയില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ശ്രീ ഹാഫിസ്, ഏതായാലും ഈ അന്വേഷണം അത് പല തലങ്ങളിൽ ഇനി ഉണ്ടാകും കേരളത്തിൽ. അതിനോട് നേരത്തെ പറഞ്ഞതുപോലെ LDF നേതാക്കളടക്കം പല ചർച്ചകളിലും അസഹിഷ്ണുത കാണിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി താങ്കൾ അതിനെ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇനിയും ഈ CM രവീന്ദ്രനെ അടക്കം ചോദ്യം ചെയ്താൽ ഞങ്ങളുടെ ആദ്യത്തെ ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു ചോദ്യം അതായിരുന്നു, ക്ലിഫ് ഹൗസിലേക്കാണോ ED എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ടോ? ഒരു കാര്യം, BJP പ്രതിനിധി ശ്രീ പത്മനാഭ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിരാശരാകേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞു ഒരു നിരപരാധിയെയും കേന്ദ്ര ഏജൻസി കൊടുക്കില്ല എങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇടിക്ക് ക്ലിഫ് ഹൗസിൻ്റെ പോയിട്ട് ക്ലിഫ് ഹൗസിൻ്റെ നന്തൻകോട് ജംഗ്ഷനിലേക്ക് പോലും പോകേണ്ടതായിട്ട് വരില്ല. അത് നല്ല ഉറപ്പാണ്. നിങ്ങൾ CM രവീന്ദ്രൻ്റെ രക്തത്തിന് വേണ്ടി കഴിഞ്ഞ 2-3 ദിവസങ്ങളെ ദാഹിക്കുന്നത് കാണുന്നു. നിങ്ങളൊന്നും മാത്രമല്ല, ചില മാധ്യമങ്ങൾ, ചില കോൺഗ്രസ്സുകാർ, BJPക്കാർ ഞാൻ പറയുന്നില്ല, അവരങ്ങനെ ഇപ്പം പോലും അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ അന്തസ്സുണ്ടായിരുന്നു, മാന്യത ഉണ്ടായിരുന്നു. CM രവീന്ദ്രനെ വിളിച്ചതായിട്ട് യാതൊരു മാധ്യമ വാർത്തകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഈ നേരത്തെ ചില ആക്ഷേപങ്ങൾ കേന്ദ്ര ഏജൻസിയൊക്കെ BJPയുടെ ഭരണത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നായിരുന്നു, അതൊക്കെ പിൻവലിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞ, അങ്ങനെ കേന്ദ്ര ഏജൻസിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഞങ്ങളെക്കാൾ അവർക്ക് രാഷ്ട്രീയ ശത്രുതയുള്ളത് കോൺഗ്രസിനോടാണ്. ഉമ്മൻചാണ്ടിയെ വെള്ളപൂശി റിപ്പോർട്ട് വരുത്തില്ലായിരുന്നല്ലോ മറ്റേ സോളാർ കേസിൻ്റെ, സോളാർ ലൈംഗിക കേസിൻ്റെ. അപ്പം അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് CBI അങ്ങനെ വഴങ്ങുന്നവരാണെന്ന് അഭിപ്രായം കോൺഗ്രസ് പ്രതിനിധിക്കുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ വഴങ്ങിയതാണെന്ന് വരാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു നിരപരാധിയും കൊടുക്കാൻ കേന്ദ്ര ഏജൻസി ശ്രമിക്കില്ല എന്നുള്ള ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിന് ജനങ്ങളും കേന്ദ്ര ഏജൻസി നൽകുന്ന അംഗീകാരമായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ CM രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാനുഷിക മുഖമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, മാനുഷിക മുഖമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഇത്രയും വർഷക്കാലം അദ്ദേഹം ആദ്യമായിട്ട് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോകുന്ന ഒരു ഇടതുപക്ഷക്കാരനല്ല. അദ്ദേഹം 10-17 വർഷത്തിൽ കൂടുതലായി തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ, പല കേന്ദ്രങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന സാധാരണക്കാർക്ക് കാരുണ്യത്തോടുകൂടി ജനങ്ങളോട് ഇടപെടുന്ന ജനകീയ മുഖത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു സർക്കാർ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ആരോടും പൊട്ടിത്തെറിക്കുന്നയാളല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അപേക്ഷയുമായി ചെന്നാൽ അത് എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി കേട്ട് അതിനനുകൂലമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇത് സംബന്ധിച്ച് വ്യക്തിപരമായി പല UDF നേതാക്കന്മാർ പോലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നും ഇങ്ങനൊരു കാര്യത്തിൽ ചെന്ന് ചാടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ അതോടെ CM രവീന്ദ്രനെ ഓർത്ത്, എനിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. അല്ല, അതാ ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഈ സ്വപ്ന സുരേഷ്, ഗൗരിയായി കോൺസുൽ ജനറൽ ശിവശങ്കർ, ഇവരൊക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ അവിടെ അവസാനിക്കട്ടെ, കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഇല്ല, അങ്ങനെയല്ല. ഒരു പ്രതിയെ നിശ്ചയിക്കാനുള്ള അവകാശം അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുക്കുക. ഞാനോ നിങ്ങളോ ഇരുന്നു കൊണ്ട് ഇന്നയാൾ നിരപരാധി, ഇന്നയാൾ പ്രതി എന്ന് പറയുന്നത് തന്നെ അന്വേഷണത്തിന് നമ്മളുടെയൊക്കെ കടന്നുകയറ്റമാണ്. അവിടെ ED സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ, അവതാരകൻ എന്ന നിലയിൽ താങ്കൾ ഈ ചർച്ച നയിക്കുമ്പോൾ ED സത്യമായ മാർഗത്തിലാണ് പോകുന്നതെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? എന്നോട് ചോദിച്ചോടെ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല, EDയുടെ അന്വേഷണ വഴികളെ കുറിച്ച് എനിക്ക് എത്ര ബോധ്യമില്ല. താങ്കൾക്ക് ബോധ്യമില്ല എങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് സമയമെടുക്കാം. ED കൊണ്ടുപോയി അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഒരു വിചാരണ കോടതി ഉണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെയാണല്ലോ, അവിടെ വെക്കുമ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റായി മാറും. എനിക്കും നിങ്ങൾക്കും അതെടുത്ത് പരിശോധിക്കാം. ആക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഉന്നയിക്കാം. ഇല്ലാത്ത കാര്യത്തിൽ നെൽയുദ്ധം നടത്തി ക്ലിഫ് ഹൗസിലേക്കാണോ നന്തൻകോട്ടേക്കാണോ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലേക്കാണോ പോകുന്നൊന്നും ഇതിന് കാര്യമില്ല. ഇത് ഈ പിണറായി വിജയനെ തേടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തിൻ്റെ പടിവാതിക്ക് ചെല്ലില്ല. അതുപോലെ CM രവീന്ദ്രൻ
ഞാൻ വീണ്ടും പറയുന്നു, കാരുണ്യത്തിൻ്റെ മുഖമുള്ള ജനകീയ മുഖമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് വളരെ വിനിയോഗത്തിന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഈ അന്വേഷണം അതിൻ്റെ നിരവധി വഴികളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇതിനകം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായി തന്നെ ഈ ഇടപെടൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ റെഡ് ക്രസൻറ്റിൻ്റെ വിഷയം, അത് ദുബായ് കോൺസുലേറ്റിനെ ദുരുപയോഗം, കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അന്വേഷണ വഴികൾ, അങ്ങനെ അന്വേഷണത്തിൻ്റെ ഈ LDF ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി വഴികളിലൂടെ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പാളിച്ചയായി കണ്ടുകൂടെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇതിലിപ്പോ കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന CPMനും ഒരു പൊതുവായ രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസ് വിരോധമാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു, LDFന് ഭരണം കൊടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം LDFനെതിരെ ഒരു ആക്ഷേപവും അഴിമതിയൊക്കെ ഉന്നയിക്കുമെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പരമമായ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അക്കാലത്ത് ഇങ്ങനത്തെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ നിലച്ചുപോയി. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നമുക്ക് എവിടെയാണ് ഇപ്പൊ അന്വേഷിച്ച ഒരു പിടുത്തവും ഇല്ല. നേരെ മറിച്ച് ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് വീണ്ടും ED ഇതിലേക്ക് ഉദ്യോഗസ്ഥനിലേക്ക് ലൈഫ് മിഷൻ കേസിലേക്ക് വരുമ്പോൾ ലൈഫ് മിഷൻ കേസിലെ ഒരു 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 പേക്കോലം പോലെ വടക്കാഞ്ചേരിയിലെ കെട്ടിടം നിപ്പുണ്ട്. എന്തുകൊണ്ടാണ് കെട്ടിടം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരം പറയണ്ടേ, CPM ഉത്തരം പറയണ്ടേ? ഇനി അത് മാത്രമല്ല, ഈ കണ്ടെടുത്ത തുകയുടെ ഒക്കെ കണക്ക് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ, രാഷ്ട്രീയ പ്രതികളുടെ പങ്കുണ്ടോ എന്ന് ED അന്വേഷിക്കുമ്പോൾ അതിലേക്ക് ഉത്തരം കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനിലക്കര എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, മുഖ്യമന്ത്രിക്കല്ല അയച്ചത്, ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കത്തയച്ചത്. അതിന്റെ മറുപടി കിട്ടുമ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഇന്ന് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നത്. 756 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ ലൈഫ് മിഷന് വേണ്ടി ചെലവഴിക്കാനായി സർക്കാർ മാറ്റിവെച്ചത്. അതിൽ 36 കോടി, അതായത് 5% മാത്രമാണ് ചെലവഴിക്കാനായത്. അത് ഈ അന്വേഷണ നിഴലിലൊക്കെ ഈ സംവിധാനം നിൽക്കുന്നതുകൊണ്ടാകാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ പത്മനാഭൻ, അവസാനമായി താങ്കളോടാണ് ഈ കോൺഗ്രസ് BJP CPM ബന്ധം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ശ്രീ എൻ ശ്രീകുമാർ പല വിഷയങ്ങളിലും. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കണം, ശബ്ദം പ്രശ്നമുണ്ട്. വീണ്ടും കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നതേ ഈ CPMന്റെ 3 ലോക്സഭാ അംഗങ്ങളുടെ പിന്തുണ കൂടിയാണല്ലോ അല്ലേ? എന്ത് പറയാനാ, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ രാഷ്ട്രീയപരമായി ഉള്ള ലക്ഷ്യങ്ങളും വ്യത്യാസമുണ്ട്, നിയമപരമായ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദി സർക്കാർക്ക് രാഷ്ട്രീയം വേറെ, നിയമപരമായ കാര്യം വേറെ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കരുതുന്നത് പോലെ തന്നെ അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അലോട്ട്മെന്റിലും മറ്റെല്ലാ കാര്യത്തിലും ഇപ്പൊ നാഷണൽ ഹൈവേക്ക് അനുവദിച്ചത് 61,000 കോടി രൂപയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വന്നു, 5 ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു, 100% കേന്ദ്ര ഫണ്ടാണ്. അപ്പോ ഒരു വ്യത്യാസവുമില്ല, എല്ലാ സംസ്ഥാന സർക്കാരുകളെ ഒരേപോലെയാ കാണുന്നത്. രാഷ്ട്രീയത്തിലും എല്ലാവരെയും ഒരേപോലെയാ കാണുന്നത്. ഞങ്ങൾക്ക് CPM എന്ന് പറയുന്നത് അവരെ ത്രിപുരയിൽ ഇല്ലാതാക്കിയ ഞങ്ങളല്ലേ, അവരെ ബംഗാളിൽ ഇല്ലാതാക്കിയ ഞങ്ങളല്ലേ. CPMന്റെ രാഷ്ട്രീയമുള്ള നിലപാട് വേറെ, ഭരണപരമായ നിലപാട് വേറെ. അത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്ന പരിപാടി ഇല്ല. നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്യില്ല. അന്വേഷിക്കട്ടെ, ഞാൻ ഏതാനും മാസം കൊണ്ട് കാത്തുന്ന ഇതൊക്കെ പുറത്തു വരും. നമ്മളിപ്പോ 2-3 കൊല്ലമായില്ലേ, 2020 ജൂണിൽ തുടങ്ങിയതല്ലേ, ഇപ്പൊ 2023 ഫെബ്രുവരിയായി. ഒരു 3-4 മാസം കൂടി കാത്തിരുന്നാൽ ഇത് ക്ലിയർ ആവും. ഏതായാലും നമ്മൾ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചർച്ച ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി ശ്രീ H. ഹാസിഫ്, ശ്രീ പത്മനാഭൻ, ഒപ്പം ശ്രീ എൻ ശ്രീകുമാർ, നിങ്ങളുടെ വിലപ്പെട്ട ഈ സമയം. എനിക്ക് BJP പ്രതിനിധി ഒരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ സ്വർണം കള്ളക്കടത്ത് ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത്. മലബാർ മേഖലയിൽ വെച്ചാൽ മിക്കവാറും മുസ്ലിം ലീഗിൻ്റെ പല പ്രവർത്തകരും മലദ്വാരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ച് കടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടന്നു. ഇത് 2 വിഭാഗത്തിൽപ്പെട്ട 2 ജുവലറികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഈ സ്വർണം 27 തവണ കടത്തിയെന്ന് പറയുന്നു. ഈ സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ആര് കടത്തി എന്നുള്ള കാര്യം അന്വേഷണ വിഷയമായി കൊണ്ടുവരികയും അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്കും അതുവഴി പൊതുജനത്തിനും ആ സംശയം ദൂരീകരിക്കാൻ ഇടവരുത്താൻ എന്ന ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് അങ്ങൊന്ന് വ്യക്തമാക്കിയാൽ അത് കൊള്ളാമല്ലോ. ഇടപെടേണ്ടത് ഏജൻസിയാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ പണി അതല്ല. അല്ല, താങ്കളുടെ പണി അതല്ല എങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും അങ്ങനെ ഇങ്ങനെ അന്വേഷണം നടക്കുമെന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഏജൻസികളുടെ ദൈനംദിന അത് പുറത്തു വരില്ല. കാരണം ഞാൻ പറയുന്നു, സംഘപരിവാർ ബന്ധമുള്ള ഒരു ജുവലറിക്ക് വേണ്ടിയാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുറത്തു വരില്ല.
ഈ ബംഗാള് ത്രിപുരയിലൊക്കെ 8 നില പൊട്ടി പാർട്ടി കേരളത്തിൽ മാത്രമായി ഇതിപ്പോ മനസ്സിലായില്ല എന്താ കേരളത്തിൽ നിങ്ങൾ 8 നില പൊട്ടിയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ കേരളത്തിൽ മാത്രമുള്ള സംവിധാനമാണ്. എന്റെ പ്രസ്ഥാനം കേരളത്തിൽ മാത്രം. ആ കേരളത്തിൽ 8 നില പൊട്ടി കയ്യിലിരുന്ന സീറ്റുകളെ കളഞ്ഞിട്ടാണോ ബംഗാളിലെ ത്രിപുരയിലെ കണക്ക് പറയുന്നത്? നിങ്ങളുടെ വക ഒരു ചോദ്യം. നെഹ്റുവിന് ശേഷം EMS. നിങ്ങൾ ചീത്ത പറയുന്ന കോൺഗ്രസ്സുകാരെ സഖ്യല്ലേ ത്രിപുരയിലും ബംഗാളിലും? കേരളം വാളയാർ അതിർത്തി കടന്നാൽ അത് CPM-നോട് ചോദിക്കുക. അത് CPM പ്രതിനിധിയോട് ചോദിക്കുക. നിങ്ങളുടെ ചുവന്ന കൊടി ആ കോൺഗ്രസ് ഓഫീസിൽ പണയം വെച്ചിട്ടുണ്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ. അതൊന്ന് പറയണ്ട വെറുതെ. നിങ്ങളുടെ കേരളത്തിലെ കൊടി കേരളത്തിലെ കോൺഗ്രസ് ഓഫീസിലും പണയത്തിലുണ്ട്. ഈ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് കിണറ്റിലെ തവളയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അവരോട് എന്ത് സംസാരിക്കാൻ? പിന്നെ ആ തവളയുടെ കൂടെ നിങ്ങളുടെ തവള കേരളത്തിലെ കിണറ്റിലില്ല. നിങ്ങളുടെ നേതാവ് മാണിയെ നിങ്ങളുടെ വാലുമാക്കര് പോലും കേരളത്തിലെ കിണറ്റുകളിലില്ല. ഉണ്ടായിരുന്ന വാലുമാക്കര് ചാടിപ്പോവുകയും ചെയ്തു. തവളയുടെ ഭ്രൂണം വളരുന്നതാണ് വാലുമാക്കര് കേട്ടോ. തലതൊട്ടപ്പനാണ് KM മാണി. അദ്ദേഹത്തെ ഞങ്ങൾ മാണി സാറിനാ വിളിക്കുക. ഇവര് കോഴ മാണി എന്നാ വിളിച്ചത്. അത് കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിവരം പറയാൻ എന്നെ പാർട്ടി ചുമതലപ്രദമായ മറുപടി മാണി സാറിനാ വിളിക്കുക. ഈ മാർക്സിസ്റ്റുകാർ കോഴ മാണി എന്നാ വിളിച്ചത്. അവരെ കൂടെ നടക്കുക. നിങ്ങളോട് എന്ത് പറയാൻ? അതിനുള്ള മറുപടി പറയാൻ എനിക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് അങ്ങ് വിജയമായി കരുതിക്കോ. വേറൊന്നും പറയുന്നില്ല. കാരണം എനിക്കത് പറയാൻ വിലക്കുണ്ട്. അത്രയേ ഉള്ളൂ. ഏതായാലും ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ED തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CM രവീന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, സമാനമായി തന്നെ ഒരു വിജിലൻസ് അന്വേഷണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം തെളിവുകൾ കൂടുതലായി കിട്ടിയിട്ടുണ്ട്. ചില വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നു. നമ്മൾ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ EDയുടെ നീക്കം ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അതിഥികൾ ദയവായി തുടരേണ്ടതുണ്ട്. നമ്മുടെ ചർച്ച മറ്റൊരു വിഷയത്തിലേക്ക് കൂടി കടക്കുകയാണ്. ദയവായി അതിഥികൾ തുടരുമെന്ന് വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു കോഴിക്കോട് അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ കറുപ്പിനോടുള്ള പൊതുവെയുള്ള ഒരു വെറുപ്പ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് കോഴിക്കോട്ട് ഇന്ന് മാസ്കുകളൊക്കെ CM പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മാസ്കുകളൊക്കെ മാറ്റുന്നു, കറുത്ത മാസ്കുകൾ ഒഴിവാക്കുന്നു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇടവേളയുണ്ടോ? ചോറിനിട്ട് വന്നാൽ മതി. ശ്രീകുമാർ, നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് കടക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു തുടങ്ങി വെച്ചതാണ്. അതായത് ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നൊരു പശ്ചാത്തലം നമ്മൾ കണ്ടു. അവിടെ ആ 1.5 കിലോമീറ്ററിനിടയിൽ രണ്ട് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ കരികൊടി കാണിക്കുന്നു. ഇന്ന് പക്ഷേ അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. സാധാരണ റോഡ് മാർഗം തന്നെ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പക്ഷേ അവിടെ ഈ ഒരു പ്രധാന വിഷയമായി ഉള്ളത് ഈ കറുത്ത മാസ്ക് അടക്കം കറുത്ത തുണിയൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പൊതുവേ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ജാഗ്രത കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. എന്റെ രഞ്ജിത്ത്, ഇതൊന്നും സുരക്ഷാ ക്രമീകരണമല്ല. കറുപ്പ് എന്ന് പറയുന്നത് ഒരു നിറമല്ലേ? കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പിന് 7 അഴക് എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ കറുപ്പ് എന്നൊക്കെ പറഞ്ഞാല് വളരെ ശബരിമലയിൽ പോകുന്നൊരു കറുത്ത വസ്ത്രം ഉടുത്തിട്ടല്ലേ പോകുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു നിറമാണ്. ആ നിറത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഭയക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുക? ഈ നാട്ടിലെ സാധാരണത്തിന് എന്തിനാ പ്രതിഷേധം? എന്താണ്? ഗവൺമെന്റിന് ജനത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്യുമ്പോൾ ആ ഗവൺമെന്റിന്റെ തലവനെ പ്രതിഷേധിക്കാനായിട്ട് കരിങ്കൊടി കാണിക്കും. അത് ജനാധിപത്യത്തിലെ ഒരു മാർഗമാണ്, സ്വീകരിക്കപ്പെട്ട മാർഗമാണ്. ഇപ്പൊ ഇവിടെ ധനമന്ത്രി ആരാ? ബാലഗോപാലല്ലേ? ബാലഗോപാലിന് ആരെങ്കിലും കരിങ്കൊടി കാണിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ബാലഗോപാൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ബജറ്റ് അവതരിപ്പിച്ചിട്ട് ജനങ്ങൾ ഈ ബജറ്റ് പിന്തുണച്ചു, 2 രൂപ കൂട്ടത് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് നുണ പറഞ്ഞത് ആരാ? മുഖ്യമന്ത്രിയാണ്. അപ്പൊ അത് വേദനിച്ചു ജനത്തിന്. ഞങ്ങളുടെ തലയിലെല്ലാം ഇട്ടിട്ട് വെള്ളക്കരം കൂട്ടി, ഇലക്ട്രിസിറ്റി കൂട്ടി, പെട്രോൾ കൂട്ടി, എല്ലാം കൂട്ടിയിട്ട് ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നിട്ട് എന്താണ്? ഇതൊക്കെ പോട്ടെ, കേരളത്തിൽ പണമില്ല, പാപ്പരായി എന്നാൽ ആ നിലയ്ക്ക് പെരുമാറിക്കൂടെ? അതുമില്ല. എന്താണ്? അമ്പേ ധൂർത്ത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ഈ ED പ്രശ്നത്തിൽ എവിടെയാ സമരം ചോദിച്ചില്ലേ? ഇത് ജനകീയ വിഷയമായതുകൊണ്ട് നിരന്തര സമരം ആവശ്യമാണ്. അതാണ് KPCCയും UDFും പറഞ്ഞത്. അപ്പൊ അവര് കരിങ്കൊടി കാണിക്കും. അപ്പൊ കരിങ്കൊടി കറുത്തത് മാസ്ക്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ മാസ്ക് വന്നത്? ജനം രോഗബാധ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ വൈറൽ പനി കൂടുതലാണ് ഇക്കാലത്ത്.
അപ്പൊ വൈറൽ പനി കൂടുമ്പോഴും ജനം ഈ മാസ്കിനോട് പരിചയപ്പെട്ടതുകൊണ്ട് അവർ കറുത്ത മാസ്ക് ഇടുന്നു, ചിലർ ചുമന്നതിടുന്നു. അതിലേക്ക് എന്താ തെറ്റുള്ളത്? അപ്പൊ മുഖ്യമന്ത്രി റോഡിൽ കൂടെ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുമ്പോൾ അത് ഞാൻ കാണാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ ഭരണാധികാരിയാണ് എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കാർട്ടൂണുകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു, MR ബാലേന്ദ്രന്റെ. ഒരു കാക്ക ആ കുട്ടികളോട് പറയാണ്, കുറെ വാഹനങ്ങൾ പോകുന്നുണ്ട് മക്കളെ, ആ വാഹനങ്ങൾ പോട്ടെ, എന്നിട്ട് ഞാൻ ഭക്ഷണം തരാം, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന്. ഇങ്ങനെ കാർട്ടൂൺ അടക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ജനങ്ങൾ അത്രയും വെറുക്കുന്നു ഈ ഗവൺമെന്റിന്. എന്തുകൊണ്ടാണ്? പ്രതിഷേധത്തെ പോലും ഭയക്കുന്ന ഒരു ഭരണാധികാരി. ഉമ്മൻചാണ്ടി പോകുമ്പോൾ മാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം കറുത്ത കുട ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഏതെങ്കിലും കുട വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കരിങ്കൊടി അദ്ദേഹം എത്രയോ കണ്ടിരിക്കുന്നു. കെ കരുണാകരനെ എത്ര കൈകൂടി കണ്ടു, AK-നെ എത്ര കൈകൂടി കണ്ടു. ഇനി അതൊക്കെ വേണ്ട, പോട്ടെ. PK കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ കൊണ്ട് കരിങ്കൊടി ഇട്ടിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെയാ വന്നത്? അത് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സമരത്തിലാണ്. ഒരു ഗവൺമെന്റ് വിരുദ്ധ ചിന്താഗതിയുള്ള മാധ്യമപ്രവർത്തകരാണെന്ന് നമ്മളുടെ കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ കൊണ്ട് കരിങ്കൊടി ഇട്ടത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് വരും എന്ന് വെച്ചാൽ ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ ആരെങ്കിലും കരിങ്കൊടി ഇടുവോ? ഇല്ല. കാരണം എന്താണ്? അവർ പ്രതിപക്ഷത്താണ്. അപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ തലവൻ ആരാണോ അദ്ദേഹത്തെ കരികൊടി കാണിച്ച് പ്രതിഷേധിക്കും. ഗവർണറെ കരികൊടി കാണിക്കാത്ത എന്തുകൊണ്ടാണ്? ഭരണ തലവൻ ഗവർണറാണല്ലോ. പക്ഷെ എന്താണ്, അദ്ദേഹം ഒരു നോമിനൽ ഹെഡാണ്. റിയൽ ഹെഡ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഭരണഘടന പ്രകാരം. ശരി, ദയവായി തുടരുക. ഈ വിഷയത്തിൽ തന്നെ നമ്മുടെ ചർച്ച തുടരുകയാണ്. കൃഷ്ണരാജ് തുടരും. കൃഷ്ണരാജിലേക്ക്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വീണ്ടും കറുപ്പിന് വിലക്ക്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാർ ഒപ്പം ചേരുന്നുണ്ട്. വിനേഷ്, എന്ത് നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്? കൃഷ്ണരാജ്, 10 മണിക്കായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന ജൈവവൈവിധ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. 10:30 മുഖ്യമന്ത്രി എത്തിയത്. അതിനു മുമ്പ് തന്നെ ഈ മുഖ്യമന്ത്രി കടന്നുപോകുന്ന, അതായത് ഗസ്റ്റ് ഹൌസിൽ നിന്ന് കടന്നുപോകുന്ന വഴികളിലെല്ലാം തന്നെ കർശനമായ പരിശോധനകളും സംശയം തോന്നുന്നവരെല്ലാം കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടിയിലേക്കായിരുന്നു പോലീസ് പോയിരുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് 2 പേരെ, 2 KSU പ്രവർത്തകർ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് KT സൂരജ് ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ കരിങ്കൊടി വീശാനെത്തിയവരായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ മീഞ്ചന്തയിലുള്ള ആർട്സ് കോളേജിൽ ജൈവവൈദ്യ കോൺഗ്രസിനെത്തിയത്. ഈ കോൺഗ്രസിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൃത്യമായ പരിശോധനകൾ, കർശന പരിശോധനകൾ തന്നെയായിരുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ID കാർഡ് ഉണ്ടായിട്ടും പ്രസ് ക്ലബിന്റെ ID കാർഡ് ഉണ്ടായിട്ട് പോലും അവരെ കയറ്റിവിട്ടില്ല. ഒടുവിൽ ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. മാധ്യമപ്രവർത്തകരുടെ ബാഗുകൾ, ദേശാഭിമാനി റിപ്പോർട്ടറുടെ ഉൾപ്പെടെയുള്ള ബാഗുകൾ പരിശോധിക്കുകയും വനിതാ റിപ്പോർട്ടർമാരുടെ ബാഗുകൾ പരിശോധിക്കുകയും ഈ ബാഗുകൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസുമാണ് ഈ ഒരു നടപടിയിലേക്ക് തിരിഞ്ഞത്. കറുത്ത വസ്ത്രം ധരിച്ച് ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ആർട്സ് കോളേജിൽ നിന്ന് നിർദ്ദേശമുണ്ടായതായി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. കറുത്ത വസ്ത്രമോ അതുപോലെ തന്നെ കറുത്ത മാസ്കോ ധരിച്ച് അവിടെ എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് കുട്ടികൾ എത്തിയത്. പക്ഷേ ആളുകൾ കറുത്ത ഷർട്ടും അതുപോലെ തന്നെ പർദ്ദയും എല്ലാം തന്നെ ധരിച്ച് അവിടെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെയൊന്നും തന്നെ കാര്യമായ പരിശോധനകൾ അല്ലെങ്കിൽ അവരെ കടത്തിവിടാത്തൊരു പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ നമുക്കതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പരിപാടിക്ക് മുഹമ്മദ് റിയാസ്, അതായത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയത് കറുത്ത ഷർട്ട് ധരിച്ചുകൊണ്ടായിരുന്നു. ഇത് ആളുകളിൽ വലിയ കൗതുകം പടർത്തി. കാരണം ഇത്രത്തോളം പരിശോധനകളും കറുപ്പിന് കടുത്ത കർശനമായ നിബന്ധനകളും വെച്ചതിന് ശേഷം ആളുകളെ കടത്തിവിടുമ്പോഴാണ് ഒരു മന്ത്രി തന്നെ ഇങ്ങനെ എത്തി എന്നുള്ള ഒരു കൗതുകം ജനങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികളാരും തന്നെ അവിടെ ജൈവവൈവിധ്യ കോൺഗ്രസ് എത്തുന്ന കുട്ടികളാരും തന്നെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് കറുത്ത വാഹനത്തിലാണ്. ആ വാഹനം ചീറിപ്പായുമ്പോൾ മുന്നിലും പിന്നിലും പായുന്നത് കറുത്ത വാഹനങ്ങളാണ്. അതിനുള്ളിലിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ധരിച്ചിരിക്കുന്ന വേഷവും കറുപ്പാണ്. പക്ഷെ കറുത്ത മാസ്കിനോടും കറുത്ത വസ്ത്രത്തോടും കരിങ്കൊടിയോടും മാത്രം ഇത്ര കലിപ്പെന്ത്? കൃഷ്ണരാജ്, ഇക്കാര്യം നമ്മൾ അന്വേഷിച്ചിരുന്നു. അതായത് ഈ കോളേജിൽ നിന്നുള്ള കാര്യം അധികൃതർക്കാർക്കും അറിയില്ല. കോളേജ് അധികൃതരുടെ മാത്രം ഒരു തീരുമാനം എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും മറ്റുള്ള ഇതിന്റെ സംഘാടകരും എല്ലാം തന്നെ പറയുന്നത്. കോളേജ് സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല യഥാർത്ഥത്തിൽ ഇത്. പക്ഷേ ഇത് കോളേജിലായതുകൊണ്ട് തന്നെ ഈ സംഘാടകരിൽ കോളേജ് അധികൃതരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഈ കോളേജ് അധികൃതർ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് കറുത്ത വസ്ത്രം ധരിച്ചെത്തരുതെന്ന് കുട്ടികൾക്ക് മാത്രമാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം മറ്റുള്ള ആരും തന്നെ കറുത്ത വസ്ത്രം ധരിക്കുന്നതിനോ മറ്റേതെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള വിലക്കോ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. പക്ഷേ വഴിനീളെ ആളുകൾ പോലീസായിരുന്നു. കാരണം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. വലിയ അകമ്പടി മുഖ്യമന്ത്രിക്കുണ്ട്. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയും നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആദ്യം മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിലെത്തുന്നു. ഗസ്റ്റ് ഹൌസിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഈ മീൻചന്തയിലുള്ള ആർട്സ് കോളേജിലേക്ക് വരുന്നതിന് മുമ്പാണ് ഈ 2 KSU പ്രവർത്തകരെ സംശയ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മറ്റാരെയും തന്നെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എവിടെയും തന്നെ മുഖ്യമന്ത്രി ഇതുവരെയും പങ്കെടുത്ത പരിപാടികളിൽ എവിടെയും തന്നെയും കരിങ്കൊടി വീശുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വേദിയിലേക്ക് പോയത് ഉൾപ്പെടെ വലിയ ഒരു സുരക്ഷാ സംവിധാനത്തിൽ അകത്ത് നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നടുവിലായിരുന്നു മുഖ്യമന്ത്രി നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി കടന്നു. ഇടതു സഹയാത്രികൻ AH ഹാഫിസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹാഫിസ്, വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു, ഇത്രയേറെ സുരക്ഷയുടെ ആവശ്യമുണ്ടോ? ഇതിനകത്തെ നിങ്ങൾ ഓർക്കണം, ഒരു പ്രശ്നവുമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ വാഹനത്തിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്, കരിങ്കൊടിയുമായി ചാടി വീഴുകയാണ്. ഈ ചാടി വീഴുന്നത് അവരെ ഏതെങ്കിലും ഒരു അകമ്പടി വാഹനം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനമാണ് തട്ടി പരിക്കേൽക്കുന്നെങ്കിൽ കാര്യങ്ങൾ അവിടെ ചെന്ന് നിൽക്കും. ഇവിടെ കോൺഗ്രസ്സുകാർ കരിങ്കൊടിയും കൊണ്ട് ഇറങ്ങാതിരുന്നാൽ ഈ സുരക്ഷയുടെ ഒന്നും ആവശ്യമില്ല. പ്രതിഷേധം സ്വാഭാവികമാണല്ലോ. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല. പണ്ട് ഇതുപോലെ തന്നെ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി പ്രകടനം ഉണ്ടായിട്ട് മന്ത്രിമാരെ തടയുന്ന സംഭവം ഉണ്ടായിട്ട്. പക്ഷേ ഓർക്കണം, 1ഉം 2ഉം അല്ല, 5 DYFI പ്രവർത്തകരെയാണ് 1994 നവംബർ മാസം 25-ാം തീയതി ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. എനിക്ക് സമയം തന്ന് സംസാരിക്കാൻ പറയുമ്പോൾ എന്നെ സംസാരിക്കാൻ വിടുക. അതായത് 2000 നിങ്ങൾ ഇടയ്ക്ക് തടസ്സം പറയുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഞാൻ കാര്യത്തിലേക്ക് വരിക. 1994 നവംബർ 25-ാം തീയതി കൂത്തുപറമ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ കാലത്ത് സഹകരണ മന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച P. രാമകൃഷ്ണനും M. V. രാഘവനും പ്രതിഷേധം സംഘടിപ്പിച്ച DYFI പ്രവർത്തകർ 5 പേരെയാണ് വെടിവെച്ച് കൊന്നത്. ഒരാൾ ഇപ്പോഴും ജീവച്ഛമായി ഇരിക്കുന്നു, സഖാവ് പുഷ്പൻ. ഇപ്പോഴും പോലീസിൻ്റെ ഇടികൊണ്ട്, ബയനറ്റ് കൊണ്ടുള്ള കുത്തുകൊണ്ട്, തോക്കുകൊണ്ട്, പാത്തിക്കുള്ള അടികൊണ്ട് 10-20 പേര് ഒന്ന് വീട്ടിൽ ഒരു 5 കിലോ സർക്കാർ കൊടുക്കുന്ന സൗജന്യ കിറ്റ് പോലും തൂക്കിയെടുക്കാൻ മേലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ആ അവസ്ഥയിലെങ്ങും കേരളം പോയിട്ടില്ല. ഇവിടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ഒരു പരാതി നേരത്തെയും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്നത് കിട്ടും. കേരളത്തിൽ ഏറ്റവും അധികം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഈ കരിങ്കൊടിയെ പേടിച്ച് തന്നെയാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയിട്ടുള്ളത്. ആംബുലൻസുകൾ, രോഗികളെയും കൊണ്ടുവന്ന ആംബുലൻസുകളെ ഇതേ കോഴിക്കോട് തടഞ്ഞു നിർത്തി യാത്ര ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇതൊന്നും നമ്മൾ മറക്കരുത്. ഒരു നിമിഷം ശ്രീ N. ശ്രീകുമാർ ഒപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീ N. ശ്രീകുമാർ, ഉമ്മൻചാണ്ടി ഇതിനപ്പുറമായിരുന്നു. അല്ല, ഞാനത് പൂർത്തീകരിച്ചോട്ടെ. നിങ്ങൾ സംശയത്തിനെ നിലനിർത്തി മുന്നോട്ട് പോകാതെ 2022 ജൂൺ മാസം 12-ാം തീയതി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങൾ ആരെങ്കിലും വേണ്ടി സ്ക്രോൾ ചെയ്ത് നോക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കറുത്ത മാസ്കിനോ കറുത്ത വസ്ത്രത്തിനോ ഞങ്ങൾ യാതൊരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് അതിനുള്ള നടപടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. കോളേജ് അധികൃതർ നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണെന്ന്. അവിടെ കറുത്ത പർദ്ദയിട്ടവരും കറുത്ത ഷർട്ടിട്ടവരും പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി കറുത്ത ഷർട്ടിട്ടുണ്ട് പങ്കെടുക്കുന്ന വിഷ്വൽ നമ്മൾ കണ്ടു. അതുവരെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നത് കറുത്ത കാറിലാണ്. അപ്പോൾ ഇവിടെ കറുപ്പിനോട് വിലക്കില്ല. അങ്ങനെ ഇല്ലാത്ത ഇമാജിനൽ ഡിബേറ്റുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി അന്നത്തെ ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിക്കണം. കാരണം പ്രതിപക്ഷത്തിന്റെ സമരത്തിൽ കരിങ്കൊടി കാണിക്കില്ലേ? പക്ഷെ അന്ന് ഏതെങ്കിലും കുട നിരോധിച്ചോ? ഏതെങ്കിലും പർദ്ദ നിരോധിച്ചോ? മരുന്ന് വാങ്ങുന്നവനെ തടഞ്ഞോ? അല്ല, ഒരു പറയട്ടെ ഇന്ന് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് അന്ന് കല്ല് എറിഞ്ഞു. ആ കല്ലെറിഞ്ഞ DYFI നേതാവ് പിന്നീട് വന്ന് മാപ്പപേക്ഷിച്ചു. അത് അത്രേ കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു M. V. രാഘവന്റെ കാര്യം. ശരിയാണ്, അന്ന് അദ്ദേഹം M. V. രാഘവനെ വിലക്ക് ലംഘിച്ചു പോയി വെടിവെപ്പുണ്ടായി. എന്നിട്ട് ആ M. V. രാഘവന്റെ മകളെയും മകനെയും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് ആരാ? P. ജയരാജനല്ലേ?
അഴീക്കോട് മത്സരിപ്പിച്ച് എം പി രാഘവന്റെ മകൻ നികേഷിനെ മത്സരിപ്പിച്ചില്ലേ അരിവാൾ നക്ഷത്രത്തില്? അതൊക്കെ അപ്പൊ ഇവരുടെ രാഷ്ട്രീയം എന്താ? അല്ല, അവരുടെ മക്കളാണ് ഇത് ചെയ്തത്. അച്ഛൻ ചെയ്തതിന് മക്കളെ ശിക്ഷിക്കണം. അവിടെ നിക്കട്ടെ. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ചരിത്രമാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കറുത്ത ഇന്നത്തെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇന്നിപ്പോ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഈ ന്യൂസിലൊക്കെ ഞാൻ നേരത്തെ കേട്ടിരുന്നില്ല, മന്ത്രി റിയാസ് അവിടെ കറുത്ത ഷർട്ട് ഇട്ട് വന്നെന്ന്. ശരിയാണ്. കാരണം റിയാസ് കറുത്ത ഷർട്ട് ഇട്ട് വന്ന എന്തിനാണ്? അതായത് ഞാൻ കറുപ്പിനെതിരല്ല എന്ന് കാണിക്കാനാണ്. റിയാസ് ആരാണ്? മുഖ്യമന്ത്രിയുടെ മരുമകനല്ലേ. അപ്പൊ കറുപ്പിന് മുഖ്യമന്ത്രി എതിരില്ലെന്ന് കാണിക്കാനാണ് അങ്ങനെ കൊണ്ടുവന്നത്. അതേ മുഖ്യമന്ത്രി പക്ഷെ പോലീസിനോട് പറയണം, കറുപ്പ് നിരോധിക്കരുത്, മാസ്ക് നിരോധിക്കരുത് പറയണം, പരസ്യമായി പറയണം. ആ വേദിയില് ഇതിലെല്ലാവരും കറുത്ത ഷർട്ടിട്ടവരൊക്കെ കയറി വരാൻ പറയണം. മാധ്യമപ്രവർത്തകരുടെ മറ്റേ ഷർട്ട് അടിപ്പിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പഴയ കാലത്തെ മാധ്യമപ്രവർത്തകരാണ് എപ്പോഴും പണി നോക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോകും. പക്ഷെ ഇന്ന് ചാനൽ യുഗം ആയതുകൊണ്ടും മത്സരരംഗമായതുകൊണ്ടും ആരും പോവില്ല. കാരണം വെച്ചാല് ജനങ്ങളോടൊരു പ്രതിബദ്ധത മാധ്യമപ്രവർത്തകർ നിറവേറ്റേണ്ട സാഹചര്യം വരുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്ര ഞെളിയുന്നത്. പഴയ കാലത്താണ് പോയി പണി നോക്കാൻ പറയും മുഖ്യമന്ത്രിയോടെ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. സിസ്റ്റം മാറിപ്പോയി. കാരണം സോഷ്യൽ മീഡിയ വന്നു. അപ്പൊ മാധ്യമപ്രവർത്തകർ ബഹിഷ്കരിച്ചാലും വിവരങ്ങൾ ജനം അറിയും. അപ്പൊ അതുകൊണ്ട് അതിന് അർത്ഥമില്ല ബഹിഷ്കരണത്തിൽ. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അത് സഹിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് ഏത് സംഭവത്തിന്റെയും സാക്ഷികളാണ്. അവർ ഒന്നും ഉണ്ടാക്കുന്നില്ല, അവരെല്ലാത്തിനും സാക്ഷിയാണ്. ഈ കറുപ്പണിയുന്നതിന് സാക്ഷിയാണ് മന്ത്രി, കറുപ്പിനെ എതിർക്കുന്നതിന് സാക്ഷിയാണ് പത്രപ്രവർത്തകൻ. അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ തടഞ്ഞാൽ ഇപ്പോൾ അവർ കയറി പോകുന്നത് അതുകൊണ്ടാണ്. ഞാൻ മാധ്യമപ്രവർത്തനം പറഞ്ഞാണ്. നേരത്തെ വസീഫ് പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രതിനിധിയാണെന്ന്. അല്ല, ഞാൻ പക്ഷമുള്ള കോൺഗ്രസ് പക്ഷപാതിയായ ഒരു മാധ്യമപ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ പിന്തുണ സംസാരിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി അല്ല. അപ്പൊ ഇനിയിപ്പോ കോഴിക്കോട് നിന്ന് നടന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്നും പ്രസ്താവന ഇറക്കും. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറയണം, മേലിൽ ഇങ്ങനെ വരില്ല, എല്ലാവരും കറുത്ത ഷർട്ടിട്ട് വരാൻ പറയണം, കറുത്ത മാസ്ക് ഇട്ടിട്ട് യോഗത്തിലേക്ക് വരൂ എന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒരുതരം ഈ സൂത്രപ്പണിയിൽ ഒപ്പിക്കരുത്. ഇവിടെ ഇത് തുടരും. കാരണം എന്താ അറിയോ? ഈ മുഖ്യമന്ത്രി അധികാരത്തിലുള്ളിടത്തോളം കാലം കറുപ്പിന് വില കൂടും. കാരണം ഓരോ ദിവസവും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഗതികേട് ആ പാർട്ടിക്ക് വന്നതില് ഓരോ ദിവസവും തുടർഭരണം കിട്ടിയത് ആ പാർട്ടിക്ക് ഒരു ഗതികേടായി. അവര് തന്നെ പറയുന്നുണ്ടല്ലോ, പണത്തിനോട് ആർത്തി വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവരുടെ നേതാക്കൾ എന്ന് രംഗത്ത് വരികയല്ലേ പ്രതിഷേധവുമായിട്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കരിങ്കൊടിയുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് കരിങ്കൊടി എന്ന് പറഞ്ഞ CPM-ന്റെ ആയുധമായിരുന്നു. സ്വാതന്ത്ര്യദിന കാലത്ത് പോലും കരിങ്കൊടി അവർ ഉയർത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കരിങ്കൊടി അവരുടെ രാഷ്ട്രീയ ആയുധമായിരുന്നു. ഇന്ന് എന്തിനു ഭയക്കുന്നു ആ കരിങ്കൊടിയെ? നാളെ CPM പ്രതിപക്ഷത്തായാൽ അവർ കരിങ്കൊടി കാണിക്കില്ലേ? ഇല്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ ഇനി കരിങ്കൊടി എടുക്കില്ല എന്നവർ പറയട്ടെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. വീണ്ടും ഹാഫിസിലേക്ക്. ശ്രീ ഹാഫിസ്, അതായത് ഞങ്ങൾ എന്തു കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരാണ് ഇടതുപക്ഷം കേരളത്തിൽ. അസഹിഷ്ണുതയെ ചോദ്യം ചെയ്തവരാണ്. ഇപ്പോൾ ആരെന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരും അതിൻ്റെ ഭാഗവും ഭരണ സംവിധാനവും പോലീസും ഒക്കെ ചേർന്നാണോ? ഇപ്പം താങ്കളുടെ റിപ്പോർട്ടർ തന്നെ നിങ്ങൾ പറയുന്നത്, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് താങ്കളും ഞാനും ഒന്നിച്ചിരുന്നാണ് ഇതേ സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടത്. 2 മുറിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മീൻചന്ത, കോഴിക്കോട് മീൻചന്ത ആർട്സ് കോളേജിലെ കോളേജ് അധികൃതർ പറഞ്ഞു കുട്ടികളാരും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് വരരുത്. അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല. കറുപ്പിനോട് ഇവർ ആർക്കും എതിരില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2022 ജൂൺ മാസം 12-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് കറുപ്പിന് ഞങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന്. ആ കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്തിനാണ് ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അതായത് പൊതുധാരണയായി മാറുന്നു. എന്ത് തടസ്സം? കോളേജ് അധികൃതർ പറയുന്നു നിങ്ങൾ കറുപ്പ് ധരിച്ചു വരരുത്. തീരുമാനമല്ല. അല്ല, ഇതൊരു പൊതുധാരണയായി മാറിയത് എങ്ങനെയാണ്? അത് പൊതുധാരണ അല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് പേടിയില്ല എന്നാണെങ്കിൽ അത് പരസ്യമായി അങ്ങ് പറയണം. പോലീസ് ആർക്ക് കറുപ്പിന് ഭയം? നിങ്ങൾ കാണുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ കറുത്ത കൊടിയുമായി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടന്ന് മുഖ്യമന്ത്രിക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ, അദ്ദേഹത്തിൻ്റെ ഗ്ലാസിന് നേരെ ഒക്കെ അടിക്കുന്നു. നമ്മുടെ ജലസേന മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വാഹനത്തിന് നേരെ ഗ്ലാസിൽ കരിങ്കൊടി കാണിക്കുമ്പോൾ കൂടം കൊണ്ടടച്ച. അങ്ങയിലേക്ക് വരാം. ശ്രീജിത് പണിക്കർ, ഈ
സ്കൂൾ അധികൃതർ കോളേജ് അധികൃതരാണ് പറഞ്ഞത്, HOD-മാരാണ് പറഞ്ഞത് കറുത്ത വസ്ത്രം ധരിച്ചു വരരുത്, കറുത്ത മാസ്ക് ധരിക്കരുത് എന്ന്. കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത്. മറുവശത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കറുത്ത ഷർട്ടിട്ട് വരുന്നു, പർദ്ദ ധരിച്ചും കറുത്ത ഷർട്ടും ഇട്ട് വന്ന മറ്റുള്ളവരെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നു, ഒന്നിനും പ്രശ്നമില്ല. അപ്പോൾ നോക്കൂ, ഈ എവിടെയാണ് പ്രശ്നം? ഒരു പൊതുധാരണയായി മാറുന്നു. മുഖ്യമന്ത്രി വരുന്ന ഇടങ്ങളിൽ, മുഖ്യമന്ത്രി പോകുന്ന ഇടങ്ങളിലൊന്നും കറുപ്പ് പാടില്ല എന്നത് അവർ തന്നെ അറിയാതെ ഒരു പൊതുധാരണയായി മാറുന്നു. അത് പാലിക്കണമെന്ന് പലരും പറയുന്നു, പ്രചരിപ്പിക്കുന്നു. ആരുടേതാണ് തെറ്റ്? നോക്കൂ, ഒരു സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് കരിങ്കൊടി കൊണ്ടുവരരുത് എന്ന് പറയാം, അവിടെ പ്രതിഷേധിക്കാനുള്ള ഇടമല്ല എന്ന് പറയാം. പക്ഷെ ഒരിക്കലും അവിടെ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നോ, മാസ്ക് ധരിക്കുകയാണെങ്കിൽ ഇത് ഏത് നിറത്തിലുള്ളതായിരിക്കണം, ഏത് നിറത്തിലുള്ളതായിരിക്കരുത് എന്നൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഒരിക്കലും ഒരു കോളേജിനോ കോളേജ് അധികൃതർക്കോ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിന് ഒരു ബാൻ ഉണ്ട് എന്ന് പറയേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. സ്വാഭാവികമായിട്ടും ഒരു പ്രോട്ടോകോൾ വിഭാഗമുണ്ട്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കോളേജിനോട് നിർദ്ദേശിച്ചതാവാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ കോളേജ് അധികൃതർക്ക് ഇങ്ങനെ ഒരു വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഒരു പുതിയ ബുദ്ധി തോന്നേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇതിൽ ഇപ്പോൾ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ LDF പലപ്പോഴും ഈ കറുപ്പ് നിറത്തിനെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇവിടെ കാണുന്നത് എന്താണ്? ഞങ്ങളിട്ടാൽ ബർമുഡ, നിങ്ങളിട്ടാൽ വള്ളിക്കളസം എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ്. കരുതൽ തടങ്കൽ, കറുപ്പ് കൊടി വീശുന്നതിന് സാധ്യതയുണ്ട് എന്ന് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ കരുതൽ തടങ്കലിൽ വയ്ക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർഗമല്ല കരിങ്കൊടി വീശുക എന്ന് പറയുന്നത്. അത് സമാധാനപരമായിട്ടുള്ള ഒരു മാർഗമാണ്. അതിൽ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയില്ല. മന്ത്രി പോകുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് വഴിയിൽ നിന്നുകൊണ്ടാണ് അവർ ആ കരിങ്കൊടി കാണിക്കുന്നത്. അത് യൂണിവേഴ്സലി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഷേധ മാർഗമാണ്. തന്നെയുമല്ല, ഒരു 10 വർഷം മുൻപ് 2013 സോളാർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കരിങ്കൊടി വീശിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് പ്രസംഗിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അപ്പൊ ഇത് പോലീസ് നടപ്പാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഇതേപോലെ തന്നെ കറുപ്പിനുണ്ടായ ഒരു വിലക്കിനെ പറ്റി ഇവിടെ ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലൈവായിട്ട് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ഈ പ്രവേശന ദ്വാരത്തിൽ നിൽക്കുന്ന പോലീസുകാരൻ അവിടേക്ക് വരുന്ന ആൾക്കാരുടെ മാസ്കിന്റെ നിറം നോക്കിക്കൊണ്ട് കറുപ്പ് നിറമുള്ള മാസ്ക് ഉള്ള ധരിച്ചിരിക്കുന്ന ആൾക്കാരോട് അത് മാറ്റാൻ പറയുകയും പകരം നീലയും മഞ്ഞയും നിറത്തിലുള്ള മാസ്ക് കൊടുക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ എന്താണ് ഇവിടെ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ഇവിടെ പറഞ്ഞോ കറുപ്പ് നിറത്തിലുള്ള മാസ്കിന് കൊറോണയെ പ്രതിരോധിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മറ്റു നിറത്തിലുള്ള മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ പോലീസ് അത് ചെയ്തത്? അല്ല. ആ സംഘാടക സമിതി പോലീസിനോട് അവിടെ ആവശ്യപ്പെട്ടോ, അതാ നോക്കൂ ഇവിടെയൊക്കെ കറുപ്പ് നിറം ഇവിടെ ബാൻഡാണ്, അതുകൊണ്ട് പോലീസ് അത് ചെയ്യണമെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന വിഭാഗമാണോ പോലീസ്? അല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. തന്നെയുമല്ല, കഴിഞ്ഞ വർഷം തന്നെ എറണാകുളത്ത് നമ്മുടെ ഏതോ ഒരു മെട്രോ സ്റ്റേഷന്റെ സ്ഥലത്ത് നടന്നിരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മുഖ്യമന്ത്രി അന്ന് നമുക്കറിയാമല്ലോ ട്രാഫിക് ലൈനൊക്കെ തെറ്റിച്ച് അവിടെ കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്തിരുന്ന സമയത്ത് കറുത്ത വസ്ത്രം ധരിച്ച് അതിലെ എത്തിയ 2 ട്രാൻസ്ജെൻഡർ ആൾക്കാരെ പോലീസ് ഒരു കാരണവുമില്ലാതെ അവരെ പൊക്കിക്കൊണ്ടുപോയി. അവർ വളരെ ശക്തമായിട്ട് അവിടെ പ്രതിഷേധിച്ചു. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ ഇവിടെ പ്രതിഷേധത്തിനൊന്നും വന്നിരിക്കുന്നതല്ല, ഞങ്ങളുടെ വസ്ത്രമാണ് കറുപ്പ്, അതിലെന്താണ് കുഴപ്പം? അവരുടെ ആരുടെയും കയ്യിൽ ഈ പറയുന്നത് പോലെ കറുത്ത കൊടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കറുപ്പിനോട് ഈ വിരോധം മുഴുവൻ കാണിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കറുപ്പാണല്ലോ, അദ്ദേഹത്തിന്റെ മരുമകൻ ധരിക്കുന്നത് കറുപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്ത് ന്യായമാണുള്ളത്? അപ്പോ കറുപ്പിനെതിരെ ഇപ്പൊ നോക്ക്, കഴിഞ്ഞ വർഷം ഒരു വിവാദ പ്രസംഗമൊക്കെ നടത്തിയതിനു ശേഷം PC ജോർജ് വളരെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം സഞ്ചരിച്ച വഴികളിലെല്ലാം കറുപ്പ് കൊടി കാണിച്ചത് ആരായിരുന്നു? DYFIക്കാരായിരുന്നല്ലേ. അപ്പൊ അന്ന് കറുപ്പ് കൊടി കാണിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഇത് ധരിക്കുന്ന സമയത്ത് ഇത്